പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൽ വരുന്ന 4ാം സെമസ്റ്ററിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ആ ഒരു സബ്ജക്റ്റിൻ്റെ ക്ലാസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ മൊഡ്യൂൾ 1 ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ക്ലാസ് ആയിരിക്കും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടായിരിക്കും. അതിൽ തന്നെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാക്സിമം ഒരു 80% അല്ലെങ്കിൽ അതിന് മേലോട്ടൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും, ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ പറയുന്നുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ചിലപ്പോൾ ചില അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്കിപ്പ് ചെയ്യുന്നു പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും ഒരിക്കലും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുപോവുക. അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില ടോപ്പിക്സ് ഉണ്ടായിരിക്കും. അത് ഇമ്പോർട്ടൻ്റ് ആയി തന്നെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കുക. ആ കാര്യങ്ങൾ കുറച്ച് സ്ട്രെസ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊന്ന് ഓർത്ത് വയ്ക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1 ആണ് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിൽ. ഇപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കുന്നു, കഴിഞ്ഞ എക്സാമും ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് ആയിരുന്നു ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഓക്കെ, നമ്മളിതുപോലെ ഒരു ക്ലാസ് ഫ്ലൂയിഡ് മെക്കാനിക്സിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാറ്റസാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് ഏകദേശം 1000-ഓളം പേരാണ് നമ്മുടെ ആ ഒരു ക്ലാസ് കണ്ടിട്ടുള്ളത്. നമ്മൾ ആ ഒരു ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസിലെ 3rd മൊഡ്യൂളിൻ്റെ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലുള്ള ഏകദേശം 1.5 മണിക്കൂർ ദൈർഘ്യമുള്ള ക്ലാസ് ആയിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അതിന് ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഈ ഒരു സബ്ജക്റ്റും കൂടി പല വിദ്യാർത്ഥികളും അതുപോലെ തന്നെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞ സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ് ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ്സും അത്യാവശ്യം നല്ല റീച്ചാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. കാരണം നമുക്കറിയാം, ഒരു ഓഫ്ലൈൻ ക്ലാസ് ആകുമ്പോൾ ചിലപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൽ മാക്സിമം ഒരു 70 പേരൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേ എഫേർട്ട് തന്നെ അവിടെയും എടുക്കുന്ന സമയത്ത് ഒരു 70 പേർക്ക് മാത്രം എഫക്റ്റീവ് ആകുന്ന ഒരു ക്ലാസ് നേരെ മറിച്ച് അതിൻ്റെ ഒരു 10 മടങ്ങോളം അല്ലെങ്കിൽ അതിനേക്കാളധികം ആളുകളിലേക്ക് എത്തിച്ചേരാനും അത് അവർക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയതിലും നമുക്ക് ഒരു നല്ലൊരു അവസരം തന്നെയാണത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഒരു ഓൺലൈൻ ക്ലാസ് മാക്സിമം എല്ലാവരും യൂട്ടിലൈസ് ചെയ്യാം. നമുക്ക് മുന്നേ ക്ലാസ്സിലൊക്കെ പറയുന്നതാണ്, നമുക്ക് ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത ക്ലാസ് ആകുമ്പോൾ നമുക്ക് പ്രത്യേകമുള്ളൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും കേട്ട് നോക്കാനും നമ്മളെപ്പോഴെങ്കിലും ശ്രദ്ധ വിട്ടുപോയ പോയിൻറ്റ്സൊക്കെ നമുക്ക് വീണ്ടും അത് റിവൈസ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാം ആ ഒരു രീതിയിൽ തന്നെ കണ്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ബെനിഫിറ്റ്സ് എല്ലാം യൂട്ടിലൈസ് ചെയ്യാം. നമുക്കിന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മൊഡ്യൂൾ 1ൻ്റെ സിലബസാണ് നമ്മൾ ആ ഒരു റിവിഷൻ 2021 പ്രകാരമുള്ള സിലബസാണ് ഇവിടെ കാണുന്നതായിരിക്കും. ചില പ്രധാന പോയിൻറ്റ്സ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു മൊഡ്യൂൾ 1 വരുന്നുണ്ടായിരിക്കും. നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം, മൊഡ്യൂൾ 1 സ്വാഭാവികമായിട്ട് ഉണ്ടായിരിക്കാം അതിൻ്റെ ബേസിക്സ് ആയിരിക്കും ഉണ്ടായിരിക്കാം. ഓക്കെ, ബേസിക്സ് എന്ന് പറയുമ്പോൾ എന്താണ് ആ ഒരു ഓട്ടോമൊബൈൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതിൽ ഓട്ടോമൊബൈലിൽ ഉപയോഗിക്കുന്ന ആ ഒരു എഞ്ചിൻ ഏതാണ്. അപ്പോൾ നമുക്കറിയാം അത് IC എഞ്ചിനാണ്. പിന്നെ IC എഞ്ചിനിൽ ഉപയോഗിക്കുന്ന ബാക്കിയുള്ള സിസ്റ്റംസ് ഏതാണ്. അങ്ങനെയുള്ള നമുക്കറിയാം കൂളിംഗ് സിസ്റ്റം ഉണ്ടായിരിക്കും, പിന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റംസ് ഉണ്ട്. അതുപോലെ നമുക്ക് ഒരു പെട്രോൾ എഞ്ചിനോ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിനൊക്കെ ആവുന്ന സമയത്ത് അതിൻ്റെ ഫ്യൂവൽ സിസ്റ്റം ഉണ്ടായിരിക്കും. പിന്നെ നമുക്കറിയാം ഒരു സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിനൊക്കെ ആവുന്ന സമയത്ത് അതിന് ഇഗ്നിഷൻ കൊടുക്കാനായിട്ട് ഒരു ഇഗ്നിഷൻ സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മുടെ വെഹിക്കിളിലൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓട്ടോമൊബൈൽസിൽ യൂസ് ചെയ്യുന്ന ബാറ്ററിയെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററിയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. പിന്നെ അതിൻ്റെ ചാർജിങ് സിസ്റ്റം അതുപോലെ തന്നെ എലമെൻറ്റ്സ് ഓഫ് സ്റ്റാർട്ടിങ് സിസ്റ്റമൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഓൾറെഡി നമ്മുടെ നമ്മുടെ 3ാമത്തെ മൊഡ്യൂളിലും ഈ സെയിം ടോപ്പിക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമുക്ക് അവിടെയും ഇവിടെയും ഒരേപോലെ തന്നെ പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏതെങ്കിലും ഒരു മൊഡ്യൂളിൽ മാത്രം ടോപ്പിക്സ് പഠിച്ചു പോയാൽ മതി. നമുക്ക് ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ തന്നെ നമ്മളൊരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നിട്ടുള്ളത്, കഴിഞ്ഞ 2 വർഷങ്ങളാണ് ഇപ്പം റിവിഷൻ 2021 സ്കീം പ്രകാരം എക്സാം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് നമുക്ക് കൂടുതലായിട്ടും ഈ കാണുന്ന ഒരു ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചുള്ളത്. ഓക്കെ, അതായത് ഈ കാണുന്ന ഒരു ടോപ്പിക്ക് ഒരുപാട് മാർക്കിനൊന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല. നമുക്ക് കോമൺ ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് ഒരു മാർക്കിനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ള ക്വസ്റ്റ്യൻസാണ് ചോദിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഈ കാണുന്ന ഈ ഒരു വലിയ ടോപ്പിക്കിനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ കാണുമ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ് നമുക്ക് മൊത്തത്തിൽ വരുന്ന ആ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആദ്യമായിട്ട് പഠിക്കുന്ന, നമുക്കറിയാം സാധാരണഗതിയിലൊക്കെ
ഒരു 4-5 മാസമാണ് നമുക്ക് ഏകദേശം ഒരു സെമസ്റ്ററിൽ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ അത്രയും സമയം കൊണ്ട് നമുക്ക് 4 മൊഡ്യൂൾ പഠിക്കണം. അതിൽ തന്നെ നമുക്ക് ഏകദേശം ഒരു മൊഡ്യൂൾ പഠിക്കാനുള്ള സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മാസത്തിനകത്തായിരിക്കും സാധാരണഗതിയിൽ നമുക്കൊരു മൊഡ്യൂൾ പഠിക്കാനുള്ള സമയം. അതായത് നമ്മുടെ ടൈം ടേബിൾ പ്രകാരം ക്ലാസ്സുകൾ കിട്ടുന്ന അതിൻ്റെ കണക്കൊക്കെ വെച്ച് നമുക്ക് ഏകദേശം ഒരു മാസത്തിൻ്റെ അടുത്തുകൊണ്ടായിരിക്കും മിക്കവാറും കേസിലൊക്കെ എന്ത് ചെയ്യുക, ഒരു മൊഡ്യൂൾ കംപ്ലീറ്റ് ആവുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ ഇത്രയും ടോപ്പിക് എന്ത് ചെയ്യണം, നമുക്കിനി വരുന്ന കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ 4 മൊഡ്യൂളിലും അത്രയും വലിയ വലിയ ടോപ്പിക്സ് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതിൽ കാണുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് ഉണ്ട്. നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് വളരെ മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. മാക്സിമം ഞാൻ തൊട്ട് മുന്നേ കാണിച്ച പോലത്തെ ആ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ വീഡിയോ പോലെ തന്നെ മാക്സിമം ഒരു 1.5 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ ആയിരിക്കും ഒരു ക്ലാസ്സിൽ ദൈർഘ്യം വരുന്നുണ്ടായിരിക്കാം. ഞാൻ ഏകദേശം ഒരു 2 മണിക്കൂറാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് അതിൻ്റെ അകത്ത് നമുക്ക് തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂറിനെ കൊണ്ട് ഒരു മൊഡ്യൂൾ പഠിക്കുക. അതുപോലെ തന്നെ ആ മൊഡ്യൂളിന് മാക്സിമം ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ഏകദേശം ഒരു 24-26 ഈ ഒരു മാർക്കിൻ്റെ റേഞ്ചിലാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂർ കൊണ്ട് നമുക്കൊരു ടോപ്പിക് പഠിക്കാൻ പറ്റാൻ നമുക്ക് എന്ത് ചെയ്യാം, ഏകദേശം ഇത്രയും വലിയൊരു സ്കോറാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമുക്കൊരു 75-ൽ 30 മാർക്ക് കിട്ടിയാൽ നമുക്ക് മിനിമം പാസ്സാകാൻ പറ്റും അല്ലേ. അപ്പോൾ ആ സ്ഥാനത്ത് ഏകദേശം 24-25 മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അതൊന്നൊരു 20 മാർക്ക് അധികമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മളിപ്പം 25 മാർക്കിനും ചിലപ്പോൾ നമ്മൾ അറ്റൻഡ് ചെയ്താൽ ചിലപ്പോൾ എന്തായിരിക്കും, നമുക്ക് പൂർണ്ണമായിട്ടും എല്ലാ മാർക്കും കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് എന്നാലും എന്ത് ചെയ്യാം, ഒരു 20 മാർക്ക് നമുക്ക് നമ്മൾ എഴുതിയതനുസരിച്ച് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് 25 തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും നന്നായിട്ട് എഴുതിയാലും. അപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻ്റൊക്കെ ആകുമ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ ഒരു 20 മാർക്കൊക്കെ ചിലപ്പം എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഓർത്ത് വെക്കുക, നമ്മൾ അവിടെ തന്നെ 20 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തു. നമുക്ക് വെറും ബാക്കി 30ലേക്ക് എത്താൻ വേണ്ടി 10 മാർക്കിൻ്റെ ഷോർട്ടിൽ, അതായത് ജസ്റ്റ് പാസ്സാവുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 10 മാർക്ക് എന്ന് പറയുമ്പോൾ ഇനിയും 3 മൊഡ്യൂളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് കുറച്ചുകൂടി ടോപ്പിക് പഠിച്ച് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് പാസ്സാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യുക, വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ കഴിയുന്നതും എല്ലാവരും എക്സാമുകളൊക്കെ റെഗുലറായി തന്നെ പാസ്സാവാൻ ശ്രമിക്കാം. ശരിക്കും ഏറ്റവും എളുപ്പമുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ റെഗുലറായി പാസ്സാവുന്നതാണ്. നമുക്ക് സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ പല ആൾക്ക് അറിയുന്നുണ്ടായിരിക്കും. മിക്കവാറും കേസിലൊക്കെ നമ്മളിപ്പം ഒരു എക്സാമിൽ സപ്ലിമെൻ്ററി എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്കൊരു 4 സെമസ്റ്ററിലൊരു പേപ്പർ ഇപ്പം നമ്മൾ സപ്പോസ് ഓട്ടോമൊബൈൽ എഞ്ചിനീയർ നമുക്ക് സപ്ലിമെൻ്ററി വന്നു വിചാരിക്കാം. നമുക്കത് 5ാം സെമസ്റ്ററിൽ നമുക്ക് എഴുതാൻ കഴിയില്ല അല്ലേ. 5th സെമസ്റ്ററിൽ നമുക്ക് എഴുതാൻ കഴിയില്ല. പിന്നെ 6ാം സെമസ്റ്ററിലാണ് എഴുതാൻ പറ്റുക. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 6ാം സെമസ്റ്ററിലെ എക്സാം ചിലപ്പോൾ രാവിലെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഫോർനൂൺ സെഷനിൽ 6ാം സെമസ്റ്ററിൽ എക്സാം ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് ശേഷം ആഫ്റ്റർനൂൺ ആയിരിക്കും എന്ത് ചെയ്യുക, നമുക്ക് സപ്ലിമെൻ്ററിയുള്ള പേപ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് 2 സബ്ജക്റ്റും കൂടി വീണ്ടും ഒരേപോലെ നമുക്ക് പഠിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യുക, കഴിയുന്നതും എന്ത് ചെയ്യുക, നമുക്ക് റെഗുലറായി തന്നെ ഒരു പഠിച്ച് പോകുന്ന സമയത്ത് തന്നെ മാക്സിമം പാസ്സാവാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാവിലെ ഉച്ചയ്ക്കൊക്കെ എക്സാം ആകുമ്പോൾ നമുക്കൊരു സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്താണ് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം 2 വ്യത്യസ്തമായ സബ്ജക്റ്റുകൾ നമ്മൾ രാവിലെയും ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഏകദേശം 75 മാർക്കിൻ്റെ 4 മൊഡ്യൂൾ അടങ്ങുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക, കഴിയുന്നതും നിങ്ങൾ മാക്സിമം റെഗുലറായി തന്നെ പാസ്സാകാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കഴിഞ്ഞ മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇതിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇത്രയും വരുന്നത്. അതായത് ഞാൻ 2 കളറിൽ പ്രത്യേകം കാണിച്ചത് എന്താ വെച്ചാൽ, ഈ 2 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ 2 ക്വസ്റ്റ്യൻ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. അതുപോലെ ഈ 3 ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ്. ആ 3 ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലാണ്. ഇത് രണ്ടും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസാണ്. പിന്നെ ഈ ഗ്രീനിൽ കാണിച്ചുള്ളത് ഈ 3ഉം ഈ 2ഉം എന്താണ് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഇത് 2023 ക്വസ്റ്റ്യനും ഇത് 2024 ക്വസ്റ്റ്യനും സെയിം. ഇത് 2023 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 2024 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് അതിൻ്റെ ആൻസേഴ്സൊക്കെ പറയാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ക്ലാസ് കണ്ടു കഴിയുമ്പോഴത്തേക്കും എന്തായിരിക്കും, നമുക്ക് അത്യാവശ്യം ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആൻസർ പറയാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ആ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും പഠിക്കേണ്ടി വരിക, അതിൻ്റെ ഇന്ന ഭാഗങ്ങളായിരിക്കും പഠിക്കേണ്ടി വരിക, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്സാണ് കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ നമുക്കറിയാം 7 മാർക്കിൻ്റെ വലിയ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഇവിടെ കാണിച്ച പോലെ 2 കളറിൽ കാണിച്ചിട്ടുണ്ട്. ഇത് ഒരു 2024 ക്വസ്റ്റ്യൻ പേപ്പറും ഇത് 2023 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമുക്ക് 7 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതായത് ഈ 2 ക്വസ്റ്റ്യൻ ചോയ്സ് ക്വസ്റ്റ്യൻ ആയത് ഇതിൻ്റെ ഓറായിരിക്കും, 1ൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും 2, അതുപോലെ 3ൻ്റെ ഓർ ക്വസ്റ്റ്യൻ ആയിരിക്കും 4. നമുക്ക് എന്ത് ചെയ്യാം, ഒന്നെങ്കിൽ 1 അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 അറ്റൻഡ് ചെയ്യാം. അതിൻ്റെ അർത്ഥം നമുക്ക്
ഫസ്റ്റ് മൊഡ്യൂളിൽ എന്ത് ചെയ്യുന്നുണ്ട്, 2 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ 14 മാർക്ക് കിട്ടും അല്ലേ. ഇവിടെ 14 കിട്ടി. അതേപോലെ ഈ 3 ക്വസ്റ്റ്യൻ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 3 × 3 9 ഈ 2 ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 2 × 1 2 ഈ 9ഉം 2ഉം 11 11ഉം 14ഉം ആണ് 25 ഞാൻ പറഞ്ഞത്. അപ്പം നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ മാത്രം പഠിച്ചത് നമ്മളൊന്ന് ആലോചിച്ചൊക്കെ ഫസ്റ്റ് മൊഡ്യൂൾ നമ്മൾ മൊത്തം പഠിച്ചു പോയാൽ നമുക്ക് 25 മാർക്ക് ഷുവറായിട്ട് കിട്ടുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മൾ നല്ല പക്ക പഠിച്ചു പോയാൽ 25 മാർക്ക് കിട്ടി. നമുക്ക് പിന്നെ വെറും പാസ്സാകാനായിട്ട് 5 മാർക്കിൻ്റെ ഷോർട്ടുള്ളൂ അല്ല. ജസ്റ്റ് പാസ്സാവുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് പാസ്സാകാനായിട്ട് നമുക്ക് 5 മാർക്കിൻ്റെ ഷോർട്ടേജ് ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യുക, ബാക്കിയുള്ള മൊഡ്യൂൾസ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പാസ്സാകാൻ പറ്റും. ആ ഒരു കാര്യം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ അവിടെയും കുറേ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നോക്കുമ്പോൾ അറിയുന്ന ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ അറിയുന്ന ആൻസേഴ്സൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യേണ്ട, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. നമ്മൾ ഡയറക്റ്റ് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കാം നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് കേട്ടോ. ഫസ്റ്റ് മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സാണ്. നമുക്ക് ആദ്യം വരുന്നുണ്ടായിരിക്കാം എൻജിൻ കോമ്പോണൻറ്റ്സ്. ഓക്കെ. നമ്മുടെ IC എഞ്ചിനാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മൾ ഈ ഒരു കാലത്ത് നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ IC എഞ്ചിനിൽ വരുന്ന കൂളിംഗ് സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. നമുക്ക് എഞ്ചിനെ തണുപ്പിക്കുന്ന സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം. പിന്നെ ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ട്. നമുക്ക് എഞ്ചിൻ്റെ വെയർ ആൻഡ് ടിയർ കുറയ്ക്കാനുള്ള, അല്ലെങ്കിൽ ആ ഫ്രിക്ഷൻ കുറച്ചുകൊണ്ട് നമ്മുടെ എഞ്ചിൻ്റെ ലൈഫൊക്കെ കൂടുതൽ ഇൻക്രീസ് ചെയ്യിക്കാനുള്ള, അല്ലെങ്കിൽ നല്ല പാർട്സിനൊക്കെ മാക്സിമം ലൈഫ് കൊടുക്കാനുള്ള സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. പിന്നെ വരുന്ന ഫ്യൂവൽ സിസ്റ്റമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കാർബുറേറ്ററാണ്. നമുക്ക് കാർബുറേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ എഞ്ചിനകത്തേക്ക് എയർ ഫ്യൂവൽ മിക്സറിനെ കൃത്യമായ അളവിൽ എത്തിക്കാനുള്ള ഒരു ഡ്യൂട്ടിയാണ് നമ്മുടെ കാർബുറേറ്റർ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ വരുന്ന ഇഗ്നിഷൻ സിസ്റ്റമാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റം വരുന്നുണ്ട്, മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ ഇലക്ട്രോണിക് ഇഗ്നിഷൻ സിസ്റ്റം വരുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയാൽ മനസ്സിലായി, ഇതിൽ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റമാണ് നമ്മൾ കൂടുതലായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ടോപ്പിക്സ് ആയിരിക്കും, കാണുന്ന ടോപ്പിക്സാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ പോലെ എൻജിൻ കോമ്പണൻസ് ആണ് ആദ്യം വരുന്നത് അല്ലേ. എന്താണ് എൻജിൻ കോമ്പണൻസ് വരുന്നത്? അപ്പോൾ നമുക്ക് ആദ്യം പറയാൻ പോകുന്നതും ആ ഒരു ബേസിക് എൻജിൻ കോമ്പണൻസ് ആണ്. ഇത് നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ ഒരു പക്ഷേ അറിയുന്ന കാര്യമായിരിക്കും, എളുപ്പമുള്ള കാര്യമായിരിക്കും. എന്നാലും ചിലപ്പം പല ആളുകൾക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ ഇല്ലാത്ത ആളുകളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഒന്നും അറിയാത്ത ഒരാൾക്കും എന്ത് ചെയ്യണം, ഒരു 0 ലെവലിൽ നിൽക്കുന്ന ആ സബ്ജക്റ്റിനെ പറ്റി ഒരു ഐഡിയയും ഇല്ലാത്ത ആൾക്കും എന്ത് ചെയ്യണം, നമുക്ക് ക്ലാസ് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റണം, ആ സബ്ജക്റ്റ് പാസ്സാകാൻ പറ്റണം എന്നതാണ് നമ്മുടെ ഉദ്ദേശം. സോ നമ്മൾ ഏറ്റവും ബേസിക് ലെവൽ തൊട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, അത്യാവശ്യം അറിവുള്ള ആൾക്കാർ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ക്ഷമയോട് കൂടി കേട്ട് നിൽക്കുക, അല്ലെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടി കണ്ടാലും മതി. ഓക്കെ. അപ്പോൾ നമുക്കറിയുന്ന പോലെ നമ്മുടെ ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് IC എഞ്ചിൻ. നമുക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും IC എഞ്ചിനും ഉണ്ട്, EC എഞ്ചിനും ഉണ്ട് അല്ലേ. അപ്പോൾ IC എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഫുൾ ഫോം ഇൻറ്റേർണൽ കമ്പഷനാണ്. ഇൻറ്റേർണൽ കമ്പഷനും EC എഞ്ചിൻ എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിനുമാണ്. ഓക്കെ. അപ്പോൾ ഇൻറ്റേർണലായിട്ട് കമ്പഷൻ ചെയ്യാം, അതുപോലെ തന്നെ എക്സ്റ്റേണലായിട്ട് കമ്പഷൻ ചെയ്യാം. അതിനർത്ഥം നമ്മൾ ആ ഒരു ഫ്യൂവൽ എനർജി എന്ത് ചെയ്യാണ്, ആ ഫ്യൂവലിൻ്റെ കെമിക്കൽ എനർജി നമ്മൾ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ്. അതായത് ഫ്യൂവലിനെ നമ്മൾ കത്തിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എഞ്ചിനെ പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ ആ ഫ്യൂവലിനെ കത്തിക്കുന്ന സ്ഥലം എഞ്ചിൻ്റെ അകത്താണെങ്കിൽ അത് ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിനും, എന്നാൽ നമ്മൾ എഞ്ചിൻ്റെ പുറത്ത് വെച്ചാണ് ഫ്യൂവലിനെ കത്തിക്കുന്നത് എങ്കിൽ എന്നിട്ടാണ് നമ്മൾ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമുക്കതിനെ എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ നമ്മുടെ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് ഈ IC എഞ്ചിൻ മാത്രമേ പഠിക്കാനുള്ളൂ, നമുക്ക് EC എഞ്ചിൻ പഠിക്കാനില്ല. EC എഞ്ചിൻ പറഞ്ഞ എക്സാമ്പിൾ നമ്മുടെ സ്റ്റീം എഞ്ചിൻ, പണ്ടുള്ള ട്രെയിനിലൊക്കെ അല്ലേ നമ്മുടെ കൽക്കരി വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം കൽക്കരി പുറത്തുനിന്ന് ഇങ്ങനെ കത്തിക്കുന്നത് കാണാം. ട്രെയിൻ ഓടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, കൽക്കരി അല്ലെങ്കിൽ ട്രെയിൻ നിർത്തിയിട്ടിരിക്കുമ്പോൾ നമുക്ക് കൽക്കരി ഇങ്ങനെ കത്തിക്കുന്നത് കാണാൻ പറ്റും. അതായത് നമുക്ക് പുറമെ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, കൽക്കരി കത്തിക്കുന്നത്. അപ്പോൾ അതാണ് എക്സ്റ്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. നമുക്കതിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ഈ സിലബസ് പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് IC എഞ്ചിനാണ് പഠിക്കാനുള്ളത്. ഓക്കെ. അപ്പോൾ ഒരു IC എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ആദ്യം അതിൻ്റെ ഈ ഒരു ഫിഗർ വെച്ചിട്ട്, ഇത് നമ്മുടെ ഒരു IC എഞ്ചിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ്. ഒരു സിംഗിൾ സിലിണ്ടർ IC എഞ്ചിൻ്റെ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂ ആണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മുടെ സിലിണ്ടർ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ. ഇവിടെ ഇതിൽ ഫിഗറിൽ എവിടെയെങ്കിലും സിലിണ്ടർ എന്ന് കാണുന്നുണ്ടായിരിക്കും. പിസ്റ്റൺ സിലിണ്ടർ ഹെഡ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇതാണ് നമ്മുടെ സിലിണ്ടർ ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. നോക്കുക, ഇത്രയും വരുന്ന
ഇത് സിലിണ്ടറിൻ്റെ ഷേപ്പിലുള്ള ആ ഭാഗമാണ് സിലിണ്ടർ ബ്ലോക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ സിലിണ്ടറിൻ്റെ അകത്ത് ഹോളോ സിലിണ്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സിലിണ്ടറിൻ്റെ അകത്ത് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന മറ്റൊരു സിലിണ്ടറിക്കൽ പോർഷൻ ഉണ്ട്. അതിൻ്റെ പേരാണ് ഇവിടെ കാണുന്ന പേരാണ് പിസ്റ്റൺ. ഓക്കെ, നമുക്ക് സാധാരണ ഒരു സിറിഞ്ചിൻ്റെ അകത്തൊക്കെ നമുക്കറിയാം, നമ്മൾ ബ്ലഡ് വലിച്ചെടുക്കുന്ന സമയത്ത് ഒരു പ്ലഞ്ചർ പോലത്തെ ഒരു ഭാഗം ഉണ്ടായിരിക്കും. അതുപോലത്തെ ഒരു ഭാഗം നമ്മൾ സങ്കല്പിക്കുന്നതാണ് നമ്മുടെ പിസ്റ്റൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് പ്രധാനപ്പെട്ട 2 വാൾവുകളാണ്. ഒരു ഇൻലെറ്റ് വാൾവും അതുപോലെ തന്നെ ഒരു എക്സോസ്റ്റ് വാൾവും. ഇനി സ്പാർക്ക് ഇഗ്നിഷൻ എഞ്ചിൻ ആവുന്ന സമയത്ത് വരുന്ന ഭാഗമാണ് സ്പാർക്ക് പ്ലഗ്. അത് നമ്മൾ ഡീസൽ എഞ്ചിൻ ആവുന്ന സമയത്ത് അത് ഫ്യൂൽ ഇഞ്ചക്ടറായിട്ട് മാറും. നമ്മൾ വഴിയെ പഠിക്കും. പിന്നെ വരുന്ന നമ്മുടെ പിസ്റ്റൺ, അതായത് നമ്മുടെ ഈ ഒരു എഞ്ചിനകത്ത്, ഈ സിലിണ്ടറിനകത്ത് നോക്കാം, ഇവിടെ കാണിച്ചിട്ടുണ്ട് കമ്പഷൻ ചേമ്പർ. അപ്പോൾ അതാണ് കമ്പഷൻ ചേമ്പർ എന്ന് പറയുന്നത്. അതായത് നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചറിനെ സിലിണ്ടറിനകത്തേക്ക് അല്ലെങ്കിൽ എഞ്ചിനകത്തേക്ക് കൊണ്ടുവന്നിട്ട് ആ എയർ ഫ്യൂൽ മിക്സ്ചർ നമ്മൾ കംപ്രസ് ചെയ്തിട്ട് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, ആ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചറിനകത്തേക്ക് നമ്മൾ ഈ ഒരു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച് സ്പാർക്ക് ഇഗ്നേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിലുള്ള ആ ഒരു എയർ ഫ്യൂൽ മിക്സർ ബേൺ ആവുകയും അല്ലെങ്കിൽ കമ്പഷൻ സംഭവിക്കുകയും അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുകയും, അല്ലെങ്കിൽ ആ പൊട്ടിത്തെറിക്കുന്ന എഫക്റ്റാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പിസ്റ്റൻ്റെ മേലെ ഒരു ത്രസ്റ്റ് ഫോഴ്സായിട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് പിസ്റ്റൺ താഴേക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ താഴെ നോക്കുക, ഇവിടെ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് ഉണ്ടായിരിക്കും, ഒരു ക്രാങ്ക് ഉണ്ടായിരിക്കും. നമുക്ക് ക്രാങ്ക് ഷാഫ്റ്റ് സെൻറ്ററിലാണ്, അതുപോലെ ക്രാങ്ക് ഉണ്ട്. ഞാൻ കാണിച്ച ഈ ഭാഗമാണ് ക്രാങ്ക്. അതുപോലെ ഈ ക്രാങ്ക് ഷാഫ്റ്റിനെയും പിസ്റ്റനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇടയ്ക്കുള്ള ഈ ഒരാളുടെ പേരാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. ഓക്കെ, കണക്റ്റിംഗ് റോഡ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ ആ പിസ്റ്റനെയും താഴെയുള്ള ക്രാങ്ക് ഷാഫ്റ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഭാഗമാണ് കണക്റ്റിംഗ് റോഡ്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ പിസ്റ്റൻ താഴേക്കും മേലേക്കും നീങ്ങുന്ന സമയത്ത് ആ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ ഒരു റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് നമ്മുടെ ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ ക്രാങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനാക്കി മാറ്റുന്ന ആളാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ്. ആ കണക്റ്റിംഗ് റോഡ് റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന നമ്മുടെ ഈ ക്രാങ്ക് ഷാഫ്റ്റിലേക്കാണ്. ഈ ക്രാങ്ക് ഷാഫ്റ്റാണ് നമുക്ക് നമ്മുടെ വണ്ടിയുടെ വീലിലേക്ക് നമുക്ക് റൊട്ടേഷണൽ മോഷനായിട്ട് കിട്ടുന്ന ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് കിട്ടുന്ന മോഷനായിരിക്കും റൊട്ടേഷണൽ മോഷനായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയുടെ വീലിലേക്ക് കിട്ടുന്നുണ്ടായിരിക്കാം. ഓക്കെ, അത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു ആനിമേഷൻ കണ്ടിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നമ്മുടെ ആ ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ള ടോപ്പിക്സിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന എഞ്ചിനെ കുറിച്ചായിരിക്കും നമ്മൾ ഫസ്റ്റ് മോഡുകളിൽ പഠിക്കുന്നുണ്ടായിരിക്കാം. നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു, കൂളിംഗ് സിസ്റ്റം, അതുപോലെ ലൂബ്രിക്കേഷൻ സിസ്റ്റം. ഇതാണ് ശരിക്കും നമ്മുടെ ഒരു എൻജിൻ്റെ വർക്കിംഗ് ശരിക്കും നമുക്ക് ആനിമേഷനായിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റിയൊരു ഭാഗം. ഓക്കെ, അതിപ്പോൾ ഒരു 4 സിലിണ്ടർ എൻജിൻ്റെ വർക്കിംഗ് ആണ് കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കുറേ സിസ്റ്റംസ് നമുക്ക് ഓട്ടോമൊബൈൽ പഠിക്കാനുണ്ട്. നമ്മളെല്ലാം നമ്മുടെ 4 മൊഡ്യൂളിനെ കൊണ്ട് നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, ഇവിടെ നോക്കുക, നമുക്ക് ഈ ഒരു ആനിമേഷൻ വെച്ച് നമുക്ക് നമ്മുടെ എൻജിൻ്റെ വർക്കിംഗ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമ്മുടെ എൻജിൻ്റെ അകത്ത് നടക്കുന്ന സംഭവമാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ഈ അകത്ത് മൂവ് ചെയ്യുന്ന ഇതാണ് നമ്മൾ നേരത്തെ കണ്ടുള്ള പിസ്റ്റൺ എന്ന് പറയുന്നത്. ഇതിനിടയ്ക്കുള്ള ഇയാളാണ് കണക്റ്റിംഗ് റോഡ്. ഇവിടെ ആയിരിക്കും നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എൻജിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ 2 വാൾവുകളുണ്ട്. ഇവിടെ ഒരു വാൾവും ഉണ്ട്, ഇവിടെ ഒരു വാൾവും ഉണ്ട്. ഈ വാൾവ് ഓപ്പൺ ആവും ക്ലോസ് ആവും ചെയ്യും. ആ വാൾവിനെ കൺട്രോൾ ചെയ്യുന്നൊരു ക്യാമിൻ്റെ സിസ്റ്റമാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ എൻജിൻ്റെ അകത്ത് ഇത്രയും കാണുന്നൊരു ഭാഗം, ഇതിനകത്തേക്കാണ് നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ആയിട്ടുണ്ടായിരിക്കുക. പിന്നീട് ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മുടെ പിസ്റ്റൺ മേലേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അത് അതിനെ കംപ്രസ് ചെയ്യിക്കും. ഓക്കെ, നമ്മുടെ എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്ത് വെക്കും. ആ കംപ്രസ് ചെയ്ത് വെക്കുന്ന എയർ ഫ്യൂൽ മിക്സറിനകത്തേക്ക് നമ്മൾ സ്പാർക്ക് ഇഗ്നൈറ്റ് ചെയ്യുമ്പോഴാണ് അവിടെ കമ്പഷൻ നടക്കുകയും സംഭവിക്കുന്നത് നോക്കുക.
ഇപ്പോൾ സംഭവിക്കുന്നത് ഇൻലെറ്റ് വാൾ വഴി, ഓക്കെ ശ്രദ്ധിക്കുക, നമ്മുടെ ഇൻലെറ്റ് വാൾ മേലേക്ക് പോകുന്ന സമയത്ത് ഇൻലെറ്റ് വാൾ വഴി എന്ത് ചെയ്തു, ഇതിനകത്തേക്ക് എയർ ഫ്യൂൽ മിക്സറാണ് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എയർ ഫ്യൂൽ മിക്സർ എങ്ങനെ ഉണ്ടാവുകയെന്ന് ചോദിച്ചാൽ നമ്മൾ കാർബറേറ്ററാണ് എയർ ഫ്യൂൽ മിക്സറിനെ കറക്റ്റ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കറക്റ്റ് പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ആ കാർബറേറ്റർ ആയിരിക്കും നമ്മുടെ എഞ്ചിനകത്തേക്ക് ഈ ഒരു ഇൻലെറ്റ് വാൾ വഴി എന്ത് ചെയ്യുന്നത്, എഞ്ചിനകത്തേക്ക് പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഇൻലെറ്റ് വാൾവ് ഇപ്പോൾ ഈ മേലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും, താഴേക്ക് വരുമ്പോൾ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിട്ടുണ്ടായിരിക്കും. ആ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇൻലെറ്റ് വാൾവ് വഴി നമ്മുടെ എഞ്ചിൻ്റെ സിലിണ്ടറിന് അത്രയും വരുന്ന ഭാഗം സിലിണ്ടറാണ്. ആ സിലിണ്ടറിനകത്തേക്ക് എന്ത് ചെയ്യുന്നത്, ഇൻലെറ്റ് വാൾവ് വഴി നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ആവുന്നത്. ഇപ്പോൾ സംഭവിക്കുന്നത് ഇൻലെറ്റ് വാൾവ് വഴി നമ്മുടെ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ആവുകയാണ്. അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ എഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ എഞ്ചിൻ്റെ സ്ട്രോക്കിനെ കുറിച്ച് ആദ്യം മനസ്സിലാക്കാനുണ്ട്. ഓക്കെ, എഞ്ചിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം എഞ്ചിൻ്റെ സ്ട്രോക്കിനെ കുറിച്ച് പഠിക്കാനുണ്ട്. എഞ്ചിൻ്റെ സ്ട്രോക്ക് എന്ന് പറഞ്ഞാലും ഈ ഒരു പിസ്റ്റൺ ഉണ്ടല്ലോ, ഈ പിസ്റ്റൺ നമുക്കറിയാം താഴോട്ടും മേലോട്ടും അല്ലെങ്കിൽ സൈഡിലേക്കും ലെഫ്റ്റിലേക്കും അല്ലെങ്കിൽ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മൂവ് ചെയ്യുമെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഇന്നർ സൈഡിലേക്കും ഔട്ടർ സൈഡിലേക്കും മൂവ് ചെയ്ത് നമ്മൾ കണ്ടു, ഓൾറെഡി ആനിമേഷൻ കണ്ടു. അപ്പോൾ ഏറ്റവും താഴെ എത്തുന്ന പോയിന്റ് ഇപ്പോൾ ഇവിടെ വിചാരിക്കാം, ഏറ്റവും മേലെത്തുന്ന പോയിന്റ് ഇവിടെ വിചാരിക്കാം. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ഈ ഒരു ലെങ്ത്തിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, പിസ്റ്റൺ ഏറ്റവും മേലെ നിന്നും താഴേക്ക് പോകുന്ന സമയത്ത് എത്രത്തോളം ദൂരം സഞ്ചരിച്ചിരിക്കുന്നോ ആ ലെങ്ത്തിനാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയാം. ഓക്കെ, അത് നമ്മുടെ എൻജിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ കേസിൽ നമുക്ക് സ്ട്രോക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പ്രധാനമായിട്ടും 4 സ്ട്രോക്ക് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഒരു IC എഞ്ചിനിൽ നമ്മുടെ എന്ത് ചെയ്യുന്നത്, ആ IC എഞ്ചിൻ്റെ വർക്കിംഗ് നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, 4 സ്ട്രോക്കുകൾ ഉണ്ടായിരിക്കും. ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മേലെ നിന്നും താഴെ വരെ പോകുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ താഴെ നിന്ന് മേലെ വരെ പോകുന്ന ഡിസ്റ്റൻസ് ആണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നേ ജസ്റ്റ് 2 കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നമുക്ക് നമ്മുടെ എഞ്ചിൻ്റെ സിലിണ്ടറിൻ്റെ മേലെ ഭാഗത്തിന് നമുക്ക് TDC എന്നും വിളിക്കാം, താഴെ ഭാഗത്തിന് നമുക്ക് BDC എന്ന് വിളിക്കാം. അപ്പോൾ എന്താണ് TDC BDC എന്ന് പറഞ്ഞാൽ, TDC എന്ന് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്ററാണ്. ഓക്കെ, ടോപ്പ് ഡെഡ് സെൻറ്ററും BDC എന്ന് പറയുന്നതായിരിക്കും താഴെ ആകുമ്പോൾ ബോട്ടം ഡെഡ് സെൻറ്ററുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രോക്കിന് എങ്ങനെ വിളിക്കാം, ടോപ്പ് ഡെഡ് സെൻറ്ററിൽ നിന്നും ബോട്ടം ഡെഡ് സെൻറ്റർ വരെ അല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്നും ടോപ്പ് ഡെഡ് സെൻറ്റർ വരെ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന സമയത്ത് സഞ്ചരിക്കുന്ന ആ ഒരു ട്രാവൽ ചെയ്യുന്ന ലെങ്ത്തിനാണ് നമ്മൾ അല്ലെങ്കിൽ ദൂരത്തെയാണ് നമുക്ക് സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ 4 സ്ട്രോക്കുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്ട്രോക്ക് നമ്മുടെ ഈ ഒരു IC എഞ്ചിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയുന്ന സമയത്ത് സ്ട്രോക്കിൻ്റെ ഒരു ഓർഡർ നമ്മൾ സാധാരണ പറയുന്നത് ഫസ്റ്റ് സംഭവിക്കുന്നത് സക്ഷൻ സ്ട്രോക്കാണ്. ഓക്കെ, ഫസ്റ്റ് സ്ട്രോക്കിൻ്റെ പേര് സക്ഷൻ. ഓക്കെ, സക്ഷനാണ്. രണ്ടാമത്തെ സ്ട്രോക്കിൻ്റെ പേര് കംപ്രഷനാണ് രണ്ടാമത്തെ സ്ട്രോക്ക്. മൂന്നാമത്തെ സ്ട്രോക്കിൻ്റെ പേര് പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ നമുക്ക് എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കാം. നാലാമത്തെ സ്ട്രോക്കിൻ്റെ പേരാണ് അവസാനത്തത് എക്സോസ്റ്റ് സ്ട്രോക്ക്. ഓക്കെ, എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ 4 സ്ട്രോക്കുകളുണ്ട്, ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അറിയാത്തവർ മനസ്സിലാക്കുക. സക്ഷൻ സ്ട്രോക്ക്, കംപ്രഷൻ സ്ട്രോക്ക്, പവർ സ്ട്രോക്ക്, അതുപോലെ എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ കേസിൽ നമ്മുടെ എഞ്ചിനകത്തേക്ക് ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിട്ട് എയർ ഫ്യൂൽ മിക്സ്ചർ എൻ്റർ ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടോർ ഉപയോഗിച്ച് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പിസ്റ്റൺ ഇപ്പോൾ ചിലപ്പോൾ താഴെയാണെങ്കിൽ താഴെ നിന്ന് മേലെ വരെ വന്നിട്ട് തിരിച്ച് താഴേക്ക് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഈ പിസ്റ്റൺ താഴേക്ക് പോകുമ്പോൾ നമ്മുടെ ഈ ഒരു എഞ്ചിനകത്ത് വാക്വം ക്രിയേറ്റ് ആവും. ഓക്കെ, പിസ്റ്റൺ താഴേക്ക് പോകുന്ന സമയത്ത് എഞ്ചിനകത്ത് വാക്വം ക്രിയേറ്റ് ആവും. ആ സമയത്തായിരിക്കും നമ്മുടെ ഇൻലെറ്റ് വാൾവ് ഓപ്പൺ ആയിക്കൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സംഭവിച്ച കാര്യം നടക്കുന്നത്, അതായത് നമ്മുടെ എഞ്ചിനകത്തേക്ക് എയർ ഫ്യൂൽ മിക്സ്ചർ എൻ്റർ ആവുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ എയർ ഫ്യൂൽ മിക്സ്ചർ എൻ്റർ ആവുന്നത് അല്ലേ. അപ്പോൾ പിസ്റ്റൺ താഴേക്കും മേലേക്കും പോകുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ താഴേക്ക് വരുന്ന ആ ഒരു ദൂരത്തെ നമ്മൾ സ്ട്രോക്ക് എന്ന് വിളിക്കും. ഇപ്പോൾ സക്ഷൻ നടക്കുന്നു വിചാരിക്കുക. അപ്പോൾ സക്ഷൻ നടന്നു. അപ്പോൾ നോക്കുക, ഇവിടെ സംഭവിച്ച ഇവിടെ വാൾവ് മേലേക്ക് പോയിട്ട് വാൾവ് ഓപ്പൺ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് വാൾവ് ഓപ്പൺ ആവുന്നതും ക്ലോസ് ആവുന്നതും സംഭവിക്കുന്നത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ എക്സോസ്റ്റ് വാൾവ് ഓപ്പൺ ആവുന്നതായിട്ട് കാണുന്നുണ്ടായിരിക്കും. വാൾവിൻ്റെ മെക്കാനിസം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മനസ്സിലാക്കുക. ഇവിടെ വാൾവ് ഓപ്പണായി ക്ലോസ് ആകുന്നു. ഇനി ഇവിടെ വാൾവ് ഓപ്പൺ ആവുന്നു ക്ലോസ് ആവുന്നു ശ്രദ്ധിക്കുക. ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വാൾവ് ഇപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്, എക്സോസ്റ്റ് വാൾവ് ഇപ്പോൾ ക്ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ പോലെ ഇപ്പോൾ സക്ഷൻ സ്ട്രോക്കാണ് നടക്കുന്നത്. നോക്കുക, പിസ്റ്റൺ താഴേക്ക് വരെ വന്നു അല്ലേ, പിസ്റ്റൺ താഴെ വരെ എത്തി. പക്ഷെ താഴെ വരെ എത്തി, അതിൻ്റെ അർത്ഥം
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനകത്ത് വാക്വം ക്രിയേറ്റ് ചെയ്യാം. പിസ്റ്റൺ മേലെ നിന്ന് താഴേക്ക് പോകുമ്പോൾ എഞ്ചിനകത്ത് വാക്വം ക്രിയേറ്റ് ആവും. ആ സമയത്ത് വാൾവ് ഓപ്പൺ ആയിട്ട് കുറഞ്ഞ പ്രഷറിൽ അങ്ങോട്ട് ഇതിനകത്ത് ഇപ്പോൾ എയർ ഫ്യൂൽ മിക്സർ എൻ്റർ ആയിട്ടുണ്ട്. അപ്പോൾ സക്ഷൻ താഴേക്ക് വരുമ്പോൾ സക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ സ്ട്രോക്ക് നമ്മൾ പറഞ്ഞു കംപ്രഷനാണ്. കംപ്രഷൻ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് എൻ്റർ ആയിട്ടുള്ള ഇത്രയും വോളിയത്തിലുള്ള എയർ ഫ്യൂൽ മിക്സറിനെ കംപ്രസ് ചെയ്യണം. മേലേക്ക് പോകുമ്പോൾ കംപ്രസ് ആവും. ഇപ്പോൾ കംപ്രസ് ആവുമെന്ന് പറഞ്ഞാൽ വോളിയം കുറഞ്ഞ് വരികയാണ്. അപ്പോൾ അതിൻ്റെ പ്രഷറും ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യും. നമ്മൾ സംഭവിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കുക. കംപ്രസ് ചെയ്ത് വരുന്നു, കംപ്രസ് അതിൻ്റെ വോളിയം ചുരുങ്ങി വരുന്നു. ഓക്കെ, അപ്പോൾ അറ്റ് ദ ടോപ്പ് എൻഡിലെത്തി. പിസ്റ്റൺ ഏറ്റവും ടോപ്പ് പൊസിഷനിലാണ് എത്തിയുള്ളത് അല്ലേ. പിസ്റ്റൺ ഏറ്റവും മേലെ എത്തി. ഇനി മേലേക്കല്ല പോകുന്നത്, താഴേക്കാണ് വരാനുള്ളത് അല്ലേ. അപ്പം സംഭവിക്കുകയാണ് ഇപ്പോൾ ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറിൽ നിൽക്കുന്ന ആ ഒരു എയർ ഫ്യൂൽ മിക്സറിനകത്തേക്ക് നമ്മൾ ഇവിടെ സെൻറ്ററിൽ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. സ്പാർക്ക് പ്ലഗ് എന്ത് ചെയ്യും, നമ്മൾ ഇഗ്നിഷൻ സിസ്റ്റം ഉപയോഗിച്ച് നമ്മൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ആ എയർ ഫ്യൂൽ മിക്സറിനകത്തേക്ക് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചറുള്ള എയർ ഫ്യൂൽ മിക്സറിനകത്തേക്ക് സ്പാർക്ക് കൊടുക്കുമ്പം എന്ത് ചെയ്യണം, അത് പൊട്ടിത്തെറിക്കുകയാണ് അല്ലേ, അത് എക്സ്പാൻഡ് ആവുകയാണ്. അപ്പോഴാണ് ശരിക്കും എന്ത് സംഭവിച്ചത്, അവിടെ പവർ സ്ട്രോക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലേ. ശരിക്കും നേരത്തെ നമ്മുടെ ഫസ്റ്റ് പിസ്റ്റൺ താഴേക്ക് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഫസ്റ്റ് പിസ്റ്റൺ മേലേക്ക് പോകുമെന്ന് വിചാരിക്കുക. ആ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് നടക്കുന്നത്, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ കേസൊക്കെ ആണെങ്കിൽ ബൈക്ക് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യും അല്ലേ. കിക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും, നമ്മൾ ഈ ക്രാങ്കിനെയാണ് പിടിച്ച് തിരിക്കുന്നത് അല്ലേ. നമ്മൾ ആദ്യം തിരിക്കുന്നത് ക്രാങ്ക് ചെയ്യുക എന്ന് പറയും സാധാരണ കോമൺ ആയിട്ട്. നമ്മൾ ക്രാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടറുള്ള വണ്ടി, നമ്മൾ കാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാറ് കീ കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാർ എന്ത് ചെയ്യാണ്, ഈ ക്രാങ്കിനെ പിടിച്ച് തിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും, ക്രാങ്ക് തിരിയുമ്പോൾ എന്ത് ചെയ്യും, ആ റൊട്ടേഷണൽ മോഷൻ ഈ കണക്റ്റർ റോഡ് എന്ത് ചെയ്യും, റെസിപ്രോക്കേറ്റീവ് മോഷനായിട്ട് പിസ്റ്റണിലേക്ക് കൺവേർട്ട് ചെയ്യും. പിസ്റ്റൺ താഴേക്കും മേലേക്കും പോകും. നമ്മൾ ഫസ്റ്റ് ക്രാങ്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഫസ്റ്റ് ക്രാങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇൻപുട്ട് എനർജി കൊടുക്കുന്നത് നമ്മളാണ്. നമ്മൾ ക്രാങ്ക് ചെയ്യുമ്പോൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മാനുവലായിട്ട് കൊടുക്കുന്നു. നമ്മളിപ്പോൾ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ കാറോ അല്ലെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ എല്ലാ ബൈക്കിലും സ്കൂട്ടറിലൊക്കെ എന്തുണ്ട്, കിക്ക് സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടർ അല്ലെങ്കിൽ സെൽഫ് സ്റ്റാർട്ടിങ് സ്വിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അത് ചെയ്യുമ്പോൾ നമ്മളെ ക്രാങ്കിനെ പിടിച്ച് തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം പിസ്റ്റനെ ഫസ്റ്റ് മൂവ് ചെയ്യിക്കുന്ന ആരാണ്, നമ്മൾ മാനുവലായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സ്റ്റാർട്ടിങ് മോട്ടോർ ഉപയോഗിച്ചാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫസ്റ്റ് പിസ്റ്റനെ തിരിക്കുന്നുണ്ടായിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ പിന്നെ സംഭവിക്കുന്ന എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നപ്പോഴാണ് സക്ഷൻ സ്ട്രോക്ക് കഴിഞ്ഞ് കംപ്രഷൻ സ്ട്രോക്ക് കഴിഞ്ഞ് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും, സ്പാർക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കംപ്രഷൻ കാരണം സംഭവിക്കുന്നത് ആ പിസ്റ്റൻ പിന്നെ എക്സ്പാൻഡ് ആവണം. അതിനകത്തേക്ക് കയറിയുള്ള ഇപ്പോൾ സക്ഷൻ നടന്നു എൻ്ററായി, കംപ്രഷൻ നടന്നു, കംപ്ലീറ്റ് ആയിട്ടില്ല. കംപ്രഷൻ്റെ എൻഡിൽ ഇപ്പോൾ സ്പാർക്ക് കൊടുക്കും. ഇപ്പോൾ സ്പാർക്ക് കൊടുക്കുമ്പോൾ അത് എക്സ്പാൻഡ് ആവും. അപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, എക്സ്പാൻഡ് ചെയ്യുന്ന ഫോഴ്സിൽ എന്ത് ചെയ്യാണ്, ഈ പിസ്റ്റനെ പിടിച്ച് താഴേക്ക് തള്ളാണ്. ഗ്യാസ് എക്സ്പാൻഡ് ആകുമ്പോഴാണ് അവിടെ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ സ്ട്രോക്കിൻ്റെ പേരാണ് പവർ സ്ട്രോക്ക്. പിന്നെ അതാ ഗ്യാസ് പുറത്തേക്ക് എക്സോസ് ചെയ്യുന്ന സ്ട്രോക്കാണ്, നമ്മുടെ സൈലൻസർ വഴി പുറത്തേക്ക് എക്സോസ് ചെയ്യുന്ന സ്ട്രോക്കാണ് എക്സോസ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. പിന്നെ ആ സൈക്കിൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും, സൈക്ലിംഗ് മോഷൻ നടക്കും. ഇപ്പോൾ എൻ്റർ ചെയ്തു, സക്ഷൻ നടന്നു, കംപ്രഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. കംപ്രഷൻ്റെ എൻഡിൽ വെച്ചിട്ട് ഈ സ്പോട്ടിൽ സ്പാർക്ക് കൊടുക്കും, അത് എക്സ്പാൻഡ് ചെയ്യും, പൊട്ടിത്തെറിക്കും. ആ ഫോഴ്സിൽ എന്ത് ചെയ്യാണ്, പിസ്റ്റൻ താഴേക്ക് പോകുമ്പോൾ അപ്പോഴാണ് അവിടെ പവർ ഉണ്ടായുള്ളത്. ഇപ്പോൾ തിരിക്കുന്ന ആരാണ്, എഞ്ചിന് ഫോഴ്സ് കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ ആ ഒരു ഫ്യൂൽ മിക്സറിൻ്റെ കംപ്രഷൻ നടന്നുകൊണ്ടാണ് അവിടെ എൻജിൻ റൺ ആവുന്നത്. ഓക്കെ, പിസ്റ്റൻ ഇങ്ങനെ ഉണ്ടായിരിക്കുക മനസ്സിലാക്കുക. പിസ്റ്റൻ്റെ മേലെ ഒരു ഹോൾ ഉണ്ടായിരിക്കുക, നമ്മുടെ കണക്ടറോട് കണക്ട് ചെയ്യാനുള്ള പിൻ ഇൻസേർട്ട് ചെയ്യാനുള്ള ഹോളാണ്. പിന്നെ അതിൻ്റെ മേലെ റിങ്സ് കൊടുക്കാനുള്ള ഗ്രൂവുകൾ ഉണ്ടായിരിക്കും, 3 ഗ്രൂവ്സ് ഉണ്ടായിരിക്കും, ഓയിൽ റിങ്ങും കംപ്രഷൻ റിങ്ങും കൊടുക്കാനുള്ള. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു കോമൺ ആയിട്ടൊരു IC എഞ്ചിൻ്റെ വർക്കിംഗ് എന്ന് മനസ്സിലാക്കുക. ഇതിപ്പോൾ ഒരു സിംഗിൾ സിലിണ്ടറാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ മൊഡ്യൂൾ 1ൻ്റെ ക്ലാസ്സിൽ നമ്മൾ IC എഞ്ചിൻ്റെ ഈ വർക്കിനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. നമുക്കതിൽ പ്രധാനപ്പെട്ട കമ്പോണൻസ് എല്ലാം മനസ്സിലുണ്ടായിരിക്കും. ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, സിലിണ്ടറിൻ്റെ ഫംഗ്ഷൻ എന്താണ്, നമ്മൾ ഈ പിസ്റ്റൻ അക്കോമഡേറ്റ് ചെയ്യുക, പിന്നെ സിലിണ്ടറിൻ്റെ അകത്ത് കമ്പഷൻ ചേമ്പർ കൊടുക്കുക, അതൊക്കെയാണ് നമ്മുടെ സിലിണ്ടറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വാൾവുകളുണ്ട്, വാൾവ് സ്പ്രിങ് നമ്മൾ നേരത്തെ ഹാൻഡ് മാഷിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ആ വാൾവിനെ കൺട്രോൾ ചെയ്യാനുള്ള ഫോഴ്സ് കൊടുക്കാനുള്ള സ്പ്രിങ്ങാണ് വാൾവ് സ്പ്രിങ്. പിന്നെ സ്പാർക്ക് പ്ലഗ് കാണിച്ചിട്ടുണ്ട്. പിന്നെ പിസ്റ്റൻ്റെ മേലെ റിങ്സ് ഉണ്ടായിരിക്കും. പിന്നെ താഴെ ഈ കാണുന്ന കണക്റ്റിംഗ് റോഡാണ്. നമുക്ക് ആനിമേഷൻ കണ്ടപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഇത് നമ്മുടെ ക്രാങ്കാണ്. ഓക്കെ, നമ്മളതിൽ വീണ്ടും പിന്നെ അധികം സമയം കളയുന്നതിൽ അർത്ഥമില്ല. നമ്മൾ ഓൾറെഡി മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. ഇതിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ആലോചിച്ച് വെക്കുക. സിലിണ്ടർ എന്തിനാണ്, പിസ്റ്റൺ എന്തിനാണ്, കണക്റ്റിംഗ് റോഡിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്, വാൾവുകളുടെ ഫംഗ്ഷൻ എന്താണ്, സ്പാർക്ക് പ്ലഗിൻ്റെ ഫംഗ്ഷൻ എന്താണ്. പിന്നെ ജസ്റ്റ് IC എഞ്ചിൻ്റെ ആ 4 സ്ട്രോക്കുകൾ മനസ്സിലാക്കി വെക്കുക, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ,
അത്രയും മനസ്സിലാക്കി നമുക്ക് ആ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോട്ട്സായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. സിലിണ്ടർ ഹെഡ് ഉണ്ട്, സിലിണ്ടറിൻ്റെ മേലുള്ള ഭാഗമാണ് സിലിണ്ടർ ഹെഡ്. ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ പിസ്റ്റനാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. ഇത് പിസ്റ്റൻ്റെ ഫിഗറാണ്. അപ്പോൾ ഇവിടെ മേലെ പിസ്റ്റൻ്റെ മേലെ ഗ്രൂവുകളുണ്ട്, നമ്മൾ റിങ്സ് കൊടുക്കാനുള്ളതാണ്. അതുപോലെ കണക്ട് റോഡ് താഴേക്ക് കാണിച്ചിട്ടുണ്ട്, അതൊക്കെ മനസ്സിലാക്കി വെക്കുക. ഈ പോയിൻറ്റ്സ് വായിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ താഴെ എഞ്ചിൻ്റെ താഴെ ക്രാങ്ക് കേസിൻ്റെ ഭാഗം ഉണ്ടായിരിക്കും, അതാണ് നമുക്ക് ഫിഗറിൽ കാണുന്നുണ്ടായിരിക്കും. നമുക്ക് അതിന് ഓയിൽ സമ്പ് എന്ന് വേണം വിളിക്കാൻ പറ്റും. നമ്മുടെ എഞ്ചിനകത്ത് ലൂബ്രിക്കേഷൻ കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ സ്റ്റോർ ചെയ്യുന്ന സമ്പാണ് ഓയിൽ സമ്പ്. ഏറ്റവും ബോട്ടം പാർട്ടാണ് നമ്മൾ ഓയിൽ സമ്പ്. അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന കാര്യങ്ങളായിരിക്കും. ലൂബ്രിക്കേറ്റിംഗ് ഓയിലാണ് അതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുക. പിന്നെ പിസ്റ്റൺ റിങ്സ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇതാണ് നമ്മൾ പിസ്റ്റൺ റിങ്സ് എന്ന് പറയുന്നത്. ആ ഗ്രൂവിനകത്തായിരിക്കും ഇൻസെർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ റിങ്സ് ആർ ഇൻസെർട്ട് ചെയ്യുന്ന ഗ്രൂവ്സ് പ്രൊവൈഡഡ് ഇൻ ദ പിസ്റ്റൺ. 2 types ഓഫ് പിസ്റ്റൺ റിങ്സ് ആർ യൂസ്ഡ്. നമുക്കറിയാം കംപ്രഷൻ റിങ്സും ഉണ്ട്, അതുപോലെ തന്നെ ഓയിൽ റിങ്സും ഉണ്ട്. ഓക്കെ, കംപ്രഷൻ റിങ്ങും ഓയിൽ റിങ്ങും. മൂന്നാമത്തെ താഴത്താണ് ഓയിൽ റിങ് എന്ന് പറയുന്നത്, ബാക്കിയുള്ള കംപ്രഷൻ റിങ്ങാണ്. ഓക്കെ, പിന്നെ വരുന്നത് കണക്റ്റിംഗ് റോഡ്. നമുക്കറിയാം കൺട്രോളിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പിസ്റ്റനെയും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്നതാണ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ നമുക്ക് ഒരു മാർക്കിന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന എന്താണ് കണക്റ്റിംഗ് റോഡെന്നും അതിൻ്റെ ഫംഗ്ഷൻ എന്താണെന്നും. അതായത് അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് കൺവേർട്സ് ദ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓഫ് ദ പിസ്റ്റൺ ഇൻ ടു റോട്ടറി മോഷൻ ഓഫ് ദ ക്രാങ്ക് ഷാഫ്റ്റ്. അല്ലേ, പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ താഴേക്കും മേലേക്കും മൂവ് ചെയ്യുന്നത് റോട്ടറി മോഷനായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, പിന്നെ അതിൻ്റെ പോയിൻറ്റ്സ് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വരുന്നത് ക്യാം ഷാഫ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല, ക്യാം ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾവുകളെ കൺട്രോൾ ചെയ്യുന്ന ഷാഫ്റ്റാണ് ക്യാം ഷാഫ്റ്റ്. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യുമ്പം ക്യാം ഷാഫ്റ്റ് 2 തവണ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഡിസൈനിങ് അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കുക. ഇവിടെ അപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ വാൾവുകൾ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ വാൾവിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ മേലെ ക്യാം ഷാഫ്റ്റിൻ്റെ മേലായിട്ട് ക്യാമുകൾ കണ്ടു. ഇവിടെ കാണിച്ചിട്ടുണ്ട് CAM. ക്യാം. അപ്പോൾ ക്യാം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ വാൾവിനെ ആക്ച്വേറ്റ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ക്യാം. അതിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എസെൻട്രിക് ഷേപ്പ്, ഇങ്ങനെയുള്ളൊരു ഷേപ്പായിരിക്കും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? താഴേക്കും മേലേക്കും നമുക്ക് ഈ ഒരു സ്പ്രിങ്ങിനെ പുഷ് ചെയ്യിക്കാനും അല്ലെങ്കിൽ ഈ ഒരു വാൾവിനെ താഴേക്കും മേലേക്കും മോഷൻ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ ക്യാം ഷാഫ്റ്റിൻ്റെ ഫംഗ്ഷൻ. പിന്നെ വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്ലൈ വീല്. നമുക്കിവിടെ ഫിഗറിൽ കാണുന്ന ഇതാണ് നമ്മുടെ വലിയൊരു മാസമുള്ള വീലാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ. അതായത് നമുക്കറിയാം നമ്മുടെ ഒരു ഐസ് എഞ്ചിൻ വർക്ക് ചെയ്യുന്ന സമയത്ത് 4 സ്ട്രോക്കിന് ആകെ ഒരു പവർ സ്ട്രോക്കേ എന്ത് ചെയ്യുന്നുള്ളൂ ഡെവലപ്പ് ആവുള്ളൂ. നമ്മൾ ഓർത്താൽ മനസ്സിലാവും. ഫസ്റ്റ് സ്ട്രോക്ക് സക്ഷനാണ്, പിന്നെ കംപ്രഷൻ, മൂന്നാമത്താണ് പവർ, നാലാമത്തെ എക്സോസ്റ്റാണ്. അതായത് 4 സ്ട്രോക്ക് നടക്കുമ്പോൾ ഒരു പവർ സ്ട്രോക്ക് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ആ ഒരു എനർജി ഡെവലപ്മെൻറ്റിനെ ബാധിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഞ്ചിൻ്റെ സ്പീഡിനെയൊക്കെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ആ ഒരു എനർജിയെ കോൺസ്റ്റൻ്റായി നിലനിർത്താനുള്ള അല്ലെങ്കിൽ ആ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ. ശരിക്കും ഫ്ലൈ വീലിൻ്റെ മെക്കാനിസം മനസ്സിലാക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ളൊരു മെക്കാനിസം അല്ലെങ്കിൽ കാര്യം അവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ സാധാരണ ചട്ടിയൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ചട്ടി ഉണ്ടാക്കുമ്പോൾ ആ കളിമണ്ണ് ഫസ്റ്റ് വെക്കുന്ന ഒരു സെൻറ്ററിൽ വെക്കുന്ന ഒരു ഭാഗമുണ്ട്. അതുകൊണ്ട് ഈ ഒരു വലിയ വീല്, നല്ല മാസമുള്ള ഈ വലിയ വീല് നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കൈകൊണ്ട് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. പിന്നെ എന്ത് ചെയ്യും? ഫസ്റ്റ് ഒന്ന് സ്പീഡിൽ റൊട്ടേറ്റ് ചെയ്താൽ ഒരുപാട് സമയം എന്ത് ചെയ്യും? അതിങ്ങനെ തിരിയുന്നത് കാണാം. അതിൻ്റെ അർത്ഥം അത്രയും വലിയ അല്ലെങ്കിൽ അത്രയും മാസമുള്ള വീലാകുമ്പോൾ എന്തായിരിക്കും? അതിന് കുറേ സമയം ആ റൊട്ടേഷണൽ മോഷൻ എനർജി കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു എന്താ പറയുക കേപ്പബിലിറ്റി ഉണ്ട്. ആ ഒരു കാര്യമാണ് ശരിക്കും നമ്മളിവിടെ ഫ്ലൈ വീലായിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് എൻജിൻ നമുക്കറിയാം സക്ഷൻ കഴിഞ്ഞ് കംപ്രഷൻ കഴിഞ്ഞ് അടുത്താണ് നമ്മുടെ പവർ സ്ട്രോക്ക് ഡെവലപ്പ് ആവുന്നത്. പിന്നെയും എക്സോസ്റ്റ് കഴിഞ്ഞ് വീണ്ടും സക്ഷനും കംപ്രഷൻ എത്തുമ്പോൾ ചെറിയൊരു ടൈം ഡിലേ ഉണ്ടായിരിക്കും. ആ ടൈം ഡിലേയിൽ എന്ത് ചെയ്യുക? ആ ഒരു ക്രാങ്ക് ഷാഫ്റ്റിന് എനർജി സ്റ്റോർ ചെയ്യാൻ അല്ലെങ്കിൽ എനർജി കോൺസ്റ്റൻ്റായി നിലനിർത്താനുള്ള ഡിവൈസ് അല്ലെങ്കിൽ ആ ഒരു ഭാഗമാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഫ്ലൈ വീൽ നമ്മുടെ ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ എൻഡിലായിരിക്കും, ഒരു ഏറ്റവും അറ്റത്തായിരിക്കും എന്ത് ചെയ്യുക? ആ ഒരു ഫ്ലൈ വീൽ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരിക്കും ആ ഇനേഷ്യ കീപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കീപ്പ് ചെയ്യാനുള്ള ഡിവൈസാണ് അല്ലെങ്കിൽ യൂസ്ഡ് ടു സ്റ്റോർ റൊട്ടേഷണൽ എനർജി സ്റ്റോർ ചെയ്യാനുള്ള ആ ഒരു ഭാഗമാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ. 1 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനൊക്കെ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് ചോദിക്കാൻ ചാൻസുകളാണ് എൻജിൻ കോമ്പണൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത്. എന്ത് ചെയ്യുക? നിങ്ങൾ എൻജിനിലെ ഫസ്റ്റ് കണ്ട ഫിഗറിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. വാൾവുകളുണ്ട്, സിലിണ്ടർ ബ്ലോക്ക്, സിലിണ്ടർ ഹെഡ്, കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് ഷാഫ്റ്റ്, ക്രാങ്ക് കേസ്, ക്രാങ്ക്, പിസ്റ്റൺ, പിന്നെ വാൾവുകൾ, സ്പാർക്ക് പ്ലഗ്, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓരോന്നിനും ഫങ്ഷൻസ് മനസ്സിലാക്കി വെക്കുക. നമ്മളിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണ്. അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട ഭാഗമാണ് കൂളിംഗ് സിസ്റ്റം ഇൻ IC എഞ്ചിൻ. IC എഞ്ചിനിലെ കൂളിംഗ് സിസ്റ്റമാണ് പറയുന്നത്. പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കൂളിംഗ് സിസ്റ്റം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എയർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്, വാട്ടർ കൂളിംഗ് സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗറിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ ഒരു വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൻ്റെ ഒരു 3D ഒരു ഫിഗറാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ സാധാരണ നമ്മുടെ കാറുകളിലും ബസ്സുകളിലും ലോറികളിലൊക്കെ ഉള്ള റേഡിയേറ്റർ കേൾക്കുന്ന ഭാഗമാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് വഴിയെ പഠിക്കാം. ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് എയർ കൂളിംഗ് സിസ്റ്റമാണ്. ഓക്കെ, രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഷോർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് 7 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിനോ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഞാൻ മുന്നേ ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 7 മാർക്കിന് പഠിച്ചു വെച്ചാൽ 7 മാർക്കിന് ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണോ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അങ്ങനെ പഠിച്ചാൽ നമുക്ക് സ്വാഭാവികമായിട്ടും 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും, 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമ്മൾ പ്രത്യേകം 3 മാർക്കിന് വേണ്ടി വേറെ പഠിക്കേണ്ട ആവശ്യമില്ല, 1 മാർക്കിന് വേണ്ടി നമ്മൾ വേറെ ടോപ്പിക് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ടോപ്പിക്ക് 7 മാർക്കിന് എങ്ങനെയാണോ അറ്റൻഡ് ചെയ്യുക അത് കൃത്യമായിട്ട് മനസ്സിലാക്കി നമുക്ക് ഈ പറഞ്ഞ പോലെ 3 മാർക്കിന് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസിന് നമുക്ക് കറക്റ്റ് ആൻസർ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എയർ കൂളിംഗ് സിസ്റ്റമാണ്. നമുക്ക് അതിൻ്റെ ഫസ്റ്റ് ഒരു ഫിഗർ നോക്കിയാൽ തന്നെ അതിൻ്റെ കാര്യം മനസ്സിലാവും. എയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ പുറത്ത് സാധാരണയായിട്ട് ചെറിയ കപ്പാസിറ്റി ഉള്ള എഞ്ചിനുകളിൽ ഇപ്പോൾ ഒരു ബൈക്കിൻ്റെ കേസിലൊക്കെ കുറഞ്ഞ CC ഉള്ള കുറഞ്ഞ ക്യൂബിക് കപ്പാസിറ്റി ഉള്ള എഞ്ചിൻ്റെ കേസിലാണ് നമ്മൾ സാധാരണയായിട്ട് എയർ കൂളിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് എയർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ്റെ പുറത്തും ഇങ്ങനെ തള്ളി നിൽക്കുന്ന കുറേ പ്ലേറ്റുകളുണ്ട്. ആ പ്ലേറ്റിൻ്റെ നമ്മൾ ടെക്നിക്കലി പറയുന്ന പേരാണ് ഫിൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഫിൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇവിടെ കാണുന്ന അതിൻ്റെ ക്രോസ് സെക്ഷൻ വീഡിയോ കാണിച്ചിട്ടുണ്ട്. ഫിൻസ് കൊടുക്കുന്നത് എന്തിനാണ്? നമ്മുടെ എഞ്ചിൻ്റെ ആ ഒരു പുറമേയുള്ള സർഫസ് ഏരിയ കൂട്ടുവാൻ വേണ്ടിയാണ് നമ്മൾ ഫിൻസ് കൊടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, നമ്മൾ സാധാരണയൊക്കെ നമ്മൾ ഒരു ചായ കുടിക്കുന്ന കേസിൽ ഇപ്പോൾ നമ്മൾ ചെറിയ കുട്ടിയൊക്കെ നമ്മൾ ചായ അല്ലെങ്കിൽ ചൂടുള്ള ഒരു വെള്ളം കൊടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചിലപ്പോൾ നമ്മളതിന് കുറച്ച് ചൂട് കുറയ്ക്കേണ്ടി വരും. നമ്മൾ സാധാരണ എന്ത് ചെയ്യും, ഇപ്പോൾ ഒരു ചെറിയ ഈ ഒരു കപ്പിൽ നമ്മൾ ചായ കുടിക്കുന്നെന്ന് വിചാരിക്കുക, നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യണം, അതിൻ്റെ ചൂട് കുറയ്ക്കണം എന്ന് വിചാരിക്കുക. നമ്മൾ സാധാരണ ചിലപ്പോൾ ഒരു ചെറിയ കണ്ടെയ്നറിൽ കുറച്ചും കൂടി വലിയൊരു കണ്ടെയ്നറിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, ആ ചായയെ നമ്മൾ അങ്ങോട്ടേക്ക് ഒഴിച്ച് വെക്കാറുണ്ട്. കാരണം എന്തിനാണ്? വലിയ കണ്ടെയ്നർ ആകുമ്പോൾ എന്തായിരിക്കും, പെട്ടെന്ന് അതിൻ്റെ സർഫസ് ഏരിയ കൂടുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് നമുക്കതിന് ഹീറ്റിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സംഭവം തന്നെയാണ് നമ്മളിവിടെ എയർ കൂളിംഗ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ ഫിൻസായിട്ട് കൊടുക്കുന്നത്. അതായത് ഫിൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇത്രയേ ഉള്ളായിരുന്നു അതിൻ്റെ ഒരു സർഫസ് ഏരിയ, സിലിണ്ടറിൻ്റെ സർഫസ് ഏരിയ. നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ സിലിണ്ടറിൻ്റെ ടെമ്പറേച്ചറൊക്കെ ഒരുപാട് ഹയർ ലെവലിലേക്ക് ഇൻക്രീസ് ആവും. അപ്പോൾ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ അല്ലെങ്കിൽ ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ ലെവലിൽ നമ്മൾ നിർത്തേണ്ടതുണ്ട്. സോ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കണം. അപ്പോൾ ഈ കുറഞ്ഞ സർഫസ് ഏരിയ നമുക്ക് എന്ത് ചെയ്യണം, ആ സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യാനുള്ള ടെക്നിക്കാണ് നമ്മൾ ഫിൻസ് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ ഫിൻസ് കൊടുക്കുന്നത്. ഫിൻസ് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, അവിടെയുള്ള സർഫസ് ഏരിയ കൂടുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ എയർ പാസ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, കൂടുതൽ സമയം എയർ അവിടെ തങ്ങി നിൽക്കാനും കൂടുതൽ ഭാഗങ്ങളിലേക്ക് കോൺടാക്റ്റ് വരാനും അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഹീറ്റിനെ റിമൂവ് ചെയ്യാനും പറ്റും. ഈ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ എയർ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അഥവാ 7 മാർക്കിന് വെച്ച് നമ്മൾ വരയ്ക്കേണ്ട ഫിഗർ ഇതാണ് ഫിഗർ. ഓക്കെ, സിമ്പിൾ ഫിഗറാണ്. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ സിലിണ്ടറിൻ്റെ നമ്മൾ നേരത്തെ കണ്ട ആനിമേഷനിൽ കണ്ടുള്ള ആ ഒരു IC എഞ്ചിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണിച്ചുള്ളത്. ഇത് ഇൻലെറ്റ് വാൾവാണ്, ഇത് ഔട്ട്ലെറ്റ് എക്സോസ്റ്റ് വാൾവാണ്. ഇത് രണ്ടും നമ്മുടെ വാൾവിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ വാൾവുകളാണ്. നമ്മുടെ എഞ്ചിൻ്റെ സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ ചുറ്റുമായിരിക്കും നമ്മുടെ ഈ ഒരു എന്തുണ്ടായിരിക്കുക, ഫിൻസ് കൊടുത്തുണ്ടായിരിക്കുക. സിമ്പിളായിട്ടുള്ള ഫിഗറാണ്. കൃത്യമായിട്ട് ഈ ഒരു 3D അല്ലെങ്കിൽ നമ്മുടെ ശരിക്കുള്ള എഞ്ചിൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ള കാര്യം. ഓക്കെ, പിന്നെ അതിൻ്റെ പോയിൻറ്റ്സ് മനസ്സിലാക്കാനായിട്ട് ഇവിടെ നമുക്ക് സിമ്പിൾ പോയിൻറ്റ്സ് ആണ് ഉണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെ കൂടുതൽ. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാതെ ജസ്റ്റ് വായിച്ചു വയ്ക്കാൽ കാര്യങ്ങൾ ക്ലിയർ ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ എയർ കൂളിംഗ് സാധാരണഗതിയിൽ 3 മാർക്കിനൊക്കെ ചോദിക്കാനേ ചാൻസ് ഉള്ളൂ. കാരണം കുഞ്ഞ് ഫിഗർ ആയത് കാരണം എന്താണ്, നമുക്കധികം ഒരുപാട് സമയം നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് മാക്സിമം ഒരു 3 മാർക്കിന് പ്രതീക്ഷിച്ചാൽ മതി. അഥവാ 7 മാർക്കിന് ചോദിച്ചാൽ നമ്മുടെ ഭാഗ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ നോക്കാനുള്ളത് എയർ കൂളിംഗ് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് നമ്മുടെ വാട്ടർ കൂളിംഗ്. ഇതിൽ 2 തരത്തിലുള്ള സിസ്റ്റംസ് വരുന്നുണ്ട്. നമുക്ക് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ രണ്ടും പഠിച്ചാൽ നമുക്ക് ആ ടോപ്പിക് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇവിടെ എയർ കൂളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ പറയുന്നുണ്ട്. നമുക്ക് ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ് ഒക്കെ വരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒക്കെ നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ പറ്റിയ പോയിൻറ്റ്സ് ആണ്. മെയിൻ്റനൻസ് ഈസിയാണ്. എയർ കൂൾഡ് എൻജിൻസ് ആർ ലൈറ്റർ ബിക്കോസ് ഓഫ് ആബ്സെൻസ് ഓഫ് റേഡിയേറ്റർ ജാക്കറ്റ്സ് ആൻഡ് കൂളൻസ്. എന്താണ്, എയർ കൂളിംഗ് സിസ്റ്റം ഇല്ലാത്ത വണ്ടികൾക്ക് എന്തായിരിക്കും, ഒരു ലൈറ്റർ ആയിരിക്കും അല്ലെങ്കിൽ ചെറുതായിരിക്കും. കാരണം എന്താണ്, റേഡിയേറ്ററിൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ വാട്ടർ ജാക്കറ്റ്സിൻ്റെ ആവശ്യമില്ല, കൂളൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ എന്താണ്, എയർ കൂൾഡ് എൻജിൻസ് എന്തായാലും ലൈറ്റർ ആയിരിക്കും അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞ അല്ലെങ്കിൽ കപ്പാസിറ്റി കുറഞ്ഞ എൻജിൻസ് ആയിരിക്കും അല്ലെങ്കിൽ സൈസ് കുറഞ്ഞ എൻജിൻസ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിച്ചുള്ളത്. ഓക്കെ, പിന്നെ അതിൻ്റെ ലിമിറ്റേഷൻസും അതുപോലെ അപ്ലിക്കേഷൻസും പറയുന്നുണ്ട്. ജസ്റ്റ് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് വായിച്ചൊക്കെ മനസ്സിലാക്കുന്ന പോയിൻ്റാണ്. ലെസ് എഫിഷ്യൻറ്റ് ബിക്കോസ് കോഷ്യൻ്റ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ലെസ് ഫോർ എയർ. അതായത് അവിടെ ലെസ് എഫിഷ്യൻറ്റ്, നമ്മുടെ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിനെ അപേക്ഷിച്ച് എന്താണ് കുറച്ച് ലെസ് എഫിഷ്യൻ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എന്താണ്, അവിടെ പ്രോപ്പറായിട്ട് ഇപ്പോൾ എയറിൻ്റെ പാസേജ്, ഇപ്പോൾ വണ്ടി
സ്റ്റാർട്ടിങ്ങിൽ തന്നെ വെച്ച് വിചാരിക്കുക വണ്ടി ഓടുന്നില്ല വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും അവർ എയറിൻ്റെ പാസേജ് അല്ലെങ്കിൽ എയർ ഫ്ലോ കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായിരിക്കും ആ ഒരു സിസ്റ്റം നമുക്ക് ലെസ് എഫിഷ്യൻ്റ് എന്ന് പറയട്ടെ. എന്നാൽ ഓടുന്ന സമയത്ത് എന്ത് ചെയ്യും, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കാറ്റ് ഇങ്ങനെ അല്ലെങ്കിൽ എയറിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് കിട്ടുമ്പോൾ എന്തായിരിക്കും പെട്ടെന്ന് തണുപ്പിക്കാനും കഴിയും. എന്നാൽ നമുക്ക് ഒരു വാട്ടർ കൂളിങ്ങിന് അപേക്ഷ എന്താണ് ലെസ് എഫിഷ്യൻ്റ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ പോയിൻ്റാണ് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ സ്റ്റേഷനറി എഞ്ചിൻ്റെ. അപ്പോൾ സ്റ്റേഷനറി ആയിട്ട് വെക്കുന്ന എഞ്ചിൻ എന്താണ് സൂട്ടബിൾ, കാരണം എന്താണ് ആ ഒരു എയർ ഫ്ലോ അവിടെ കിട്ടാനുള്ള സാധ്യത കുറയും. സോ പെട്ടെന്ന് എഞ്ചിൻ ഹീറ്റ് ആവുകയും ചിലപ്പോൾ കേടുപാടുകൾ സംഭവിക്കാനുള്ള ചാൻസും ഉണ്ടായിരിക്കും. നമ്മൾ പറയാൻ പോകുന്ന വാട്ടർ കൂളിംഗ് സിസ്റ്റമാണ്. ഇതിൽ തന്നെ 2 എണ്ണം വരുന്നുണ്ട്. തെർമോസൈഫൺ സിസ്റ്റം ഉണ്ട്, പമ്പ് സർക്കുലേഷൻ സിസ്റ്റം ഉണ്ട്. ഇതിലൊന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന നമ്മുടെ വണ്ടിയിലൊക്കെയുള്ള റേഡിയേറ്ററാണ് ശരിക്കും നമ്മുടെ ഈ തെർമോസൈഫൺ വാട്ടർ കൂളിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ പമ്പ് ഓപ്പറേറ്റഡ് വാട്ടർ കൂളിംഗ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ വരുന്നത് നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ വരയ്ക്കേണ്ടത്, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ വരയ്ക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്. വളരെ ഈസി ആയിട്ടുള്ള ഫിഗറാണ്. ഇത് നമ്മുടെ റേഡിയേറ്ററിൻ്റെ ഒരു സൈഡ് വ്യൂ ആണ് കാണുന്നത്, ക്രോസ് സെക്ഷൻ വ്യൂ ആണ് കാണുന്നത്. പിന്നെ ഇത് എഞ്ചിൻ്റെ ഭാഗം ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് വെച്ച് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്ലോവർ ഫാനും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട് ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഒരൊറ്റ പോയിൻ്റ് ഇവിടെ മനസ്സിലാക്കാനുള്ളൂ. അപ്പോൾ നമ്മുടെ വണ്ടിയിലൊക്കെയുള്ള റേഡിയേറ്ററാണ് ഈ കാണുന്നത്, ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ മേലെ ഒരു ക്യാപ്പ് ഉണ്ടായിരിക്കും, നമുക്ക് വാട്ടർ അല്ലെങ്കിൽ കൂളൻ്റ് ഫില്ല് ചെയ്യാനുള്ള ഒരു ഫില്ലർ ക്യാപ്പ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ മൊത്തം നമ്മളിപ്പോൾ കൂളിംഗ് വാട്ടർ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം എൻജിൻ റൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം എൻജിൻ ഹീറ്റ് ആവും. ഓക്കെ, എൻജിൻ റൺ ചെയ്യുമ്പോൾ എൻജിൻ ഹീറ്റ് ആവും. അപ്പോൾ നമ്മുടെ കൂളിംഗ് വാട്ടർ ഓൾറെഡി ഇത്രയും ഒരു നോർമൽ ടെമ്പറേച്ചറുള്ള വാട്ടർ ഇത്രയും ലെവലിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം എന്ത് ചെയ്യണം, നമുക്ക് ഈ വാട്ടർ ഉപയോഗിച്ച് നമുക്ക് എൻജിനെ തണുപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, വീണ്ടും വാട്ടർ ഇങ്ങോട്ട് തന്നെ വീണ്ടും ഫ്ലോ ചെയ്യിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു തെർമോസൈഫൺ വാട്ടർ കൂളിംഗ് സിസ്റ്റത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ ഒരു വാട്ടറിനെ ഫ്ലോ ചെയ്യാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നില്ല, പമ്പ് യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നില്ല. പകരം നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ആ വാട്ടർ ചൂടാവുന്ന സമയത്ത് ഒരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. ദ സർക്കുലേഷൻ ഓഫ് വാട്ടർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റീസ് ഓഫ് ദ ഹോട്ട് ആൻഡ് കോൾഡ് റീജിയൻസ് ഓഫ് കൂളൻ്റ്. അതായത് ദ വാട്ടർ ഗെറ്റ്സ് ഹീറ്റഡ് ബൈ അബ്സോർബിങ് ദ ഹീറ്റ് ഫ്രം ദ എൻജിൻ സിലിണ്ടർ ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് ഡെൻസിറ്റി. അതായത് ഇവിടെ ഓൾറെഡി ഇത്രയും ഇതിൽ വാട്ടർ ഉണ്ട്. എന്ത് ചെയ്യും, എൻജിനുമായിട്ട് കോൺടാക്റ്റ് ആ വാട്ടർ ജാക്കറ്റിൽ എഞ്ചിന് ചുറ്റുള്ള വാട്ടർ ജാക്കറ്റ് എന്ത് ചെയ്യും, എഞ്ചിനുമായിട്ട് കോൺടാക്ട് വരുമ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ട് അതിന് ചുറ്റുള്ള വാട്ടറൊക്കെ എന്ത് ചെയ്യും, ചൂടാവും. അപ്പോൾ വാട്ടർ ചൂടാവുമ്പോൾ എന്ത് ചെയ്യും, വാട്ടറിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, വാട്ടറിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കറിയുന്ന കാര്യമായിരിക്കും, ഡെൻസിറ്റി കുറഞ്ഞ കാര്യം എന്ത് ചെയ്യും, അത് മേലോട്ട് പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, ഡെൻസിറ്റി കുറയുമ്പോൾ വാട്ടർ എന്ത് ചെയ്യും, ചൂടായ വാട്ടറിൻ്റെ ഡെൻസിറ്റി കുറവായതുകൊണ്ട് എന്ത് ചെയ്യും, ചൂടുള്ള വെള്ളം എന്ത് ചെയ്യും, മേലോട്ട് ഫ്ലോ ചെയ്യാൻ ടെൻഡൻസി ഉണ്ടാവും. ആ വെള്ളം നേരെ മേലേക്ക് വരും. ശേഷം എന്ത് ചെയ്യും, ആ വെള്ളം മേലേക്ക് വരും. നമ്മുടെ ഈ ഒരു കൂളിംഗ് എന്താ പറയുക, ഒരു കോർ അല്ലെങ്കിൽ കുറേ ട്യൂബുകൾ വെർട്ടിക്കലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് വഴി താഴേക്ക് പോകുമ്പോൾ എന്തായിരിക്കും, ഇപ്പോൾ വണ്ടി റൺ ചെയ്യുകയാണെങ്കിൽ കൂളിംഗ് എയർ എന്ത് ചെയ്യും, എയർ ഇവിടേക്ക് പാസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവിടെ ഫാൻ വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫാൻ വെച്ച് എന്ത് ചെയ്യും, ഇവിടേക്ക് എയറിനെ അബ്സോർബ് ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും, ആ പൈപ്പ് വഴി താഴേക്ക് പോകുന്ന വാട്ടറിൻ്റെ ടെമ്പറേച്ചർ കുറയുകയും വീണ്ടും ചൂട് കുറഞ്ഞ വെള്ളം ഇവിടെ കളക്ടർ ടാങ്കിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. എന്ത് ചെയ്യും, ഇത്രയും നമ്മുടെ എഞ്ചിൻ കോൺടാക്റ്റ് വരുന്ന ഭാഗത്ത് മൊത്തമുള്ള വെള്ളം എന്ത് ചെയ്യും, വീണ്ടും എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോൾ ചൂടാവുന്നുണ്ടായിരിക്കും. വീണ്ടും ഡെൻസിറ്റി കുറയുകയും വാട്ടർ എന്ത് ചെയ്യും, വീണ്ടും മേലേക്ക് പോവുകയും ഹെഡർ ടാങ്കിലേക്ക് പോവുകയും വീണ്ടും എന്ത് ചെയ്യും, ചൂടുള്ള വെള്ളം ട്യൂബ് വഴി താഴേക്ക് വരുന്ന സമയത്ത് ഈ എയർ എന്ത് ചെയ്യും, വാട്ടറിലെ ഹീറ്റ് കണ്ടന്റിനെ അബ്സോർബ് ചെയ്യുകയും കളക്ടർ ടാങ്കിലേക്ക് വെള്ളം എത്തുകയും വീണ്ടും എന്ത് ചെയ്യും, ആ പ്രോസസ്സിനെ സൈക്കിളിൽ കയറി നടക്കുകയും ചെയ്യും. നമുക്ക് ഇപ്പോൾ ആദ്യത്തെ കേസിൽ നമ്മുടെ കളക്ടർ ടാങ്കിൽ വെള്ളമുണ്ട്, നമ്മൾ ഇവിടുന്ന് ഒഴിക്കുന്ന വെള്ളം മൊത്തം ടാങ്കിൽ വന്ന് സ്റ്റോർ ചെയ്യും. നമ്മുടെ വാട്ടർ ജാക്കറ്റിൻ്റെ ചുറ്റും അല്ലെങ്കിൽ എഞ്ചിന് ചുറ്റും വാട്ടർ ജാക്കറ്റ് ഉണ്ടായിരിക്കും. അതിൽ മൊത്തം വെള്ളമായിരിക്കും ഉണ്ടായിരിക്കും. നമ്മൾ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഞ്ചിൻ ചൂടാവും, ചുറ്റുള്ള വാട്ടർ ജാക്കറ്റ് ചൂടാവും. ചൂടായ വെള്ളം എന്ത് ചെയ്യും, മേലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നത് കൊണ്ടാണ് ഡെൻസിറ്റിയിലെ വേരിയേഷൻ കാരണമാണ് ഓട്ടോമാറ്റിക്കലി പോകുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിൻ്റാണ്, തെർമോസൈഫൺ വാട്ടർ കുളിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പമ്പ് യൂസ് ചെയ്യുന്നില്ല. എന്തിനാണ് പമ്പ് യൂസ് ചെയ്യുന്നത്, ശരിക്കും സാധാരണ നമ്മുടെ വാട്ടറിനെ ഫ്ലോ ചെയ്യിക്കാനാണ് നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ പമ്പ് യൂസ് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയായിരിക്കും നമ്മൾ വാട്ടറിനെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക, വാട്ടർ ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയാണ്, വാട്ടറിൻ്റെ ഡെൻസിറ്റി, വാട്ടറിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് കൂടുന്ന സമയത്ത്, ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഡെൻസിറ്റി കൂടുമ്പോൾ എന്ത് ചെയ്യും, വാട്ടർ മേലോട്ട് പോകാൻ ടെൻഡൻസി ഉണ്ടാവും. മേലോട്ട് പോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വെള്ളം മേലോട്ട് കയറി വരും.
എന്ത് ചെയ്യും, വീണ്ടും താഴേക്ക് വീഴുന്ന സമയത്ത് ടെമ്പറേച്ചർ കുറയും, കളർ ടാങ്കിലെ വെള്ളം വീണ്ടും എന്ത് ചെയ്യും, സൈക്കിളിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ തെർമോസൈഫൺ വാട്ടർ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ. ഈസി ആയിട്ടുള്ള ഫിഗറാണ്, മനസ്സിലാക്കി വെക്കുക. ഒന്നുമില്ല, ജസ്റ്റ് എന്ത് ചെയ്യുക, മേലെ ഒരു ഹെഡർ ടാങ്ക്, താഴേക്ക് കുറേ വെർട്ടിക്കൽ ട്യൂബുകൾ വരയ്ക്കുക, പിന്നെ മേലെ ഒരു ഫില്ലർ ക്യാപ്പ്. നമുക്ക് സാധാരണ നമ്മൾ വണ്ടീൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ വെള്ളം ഒഴിക്കുന്ന കുളൻ്റ് ഒഴിക്കുന്ന ഭാഗം. താഴെ അതേപോലെ മറ്റൊരു കളക്ടർ ടാങ്ക്, വെള്ളം കളക്ട് ചെയ്യുന്ന ടാങ്ക്. നമുക്ക് ഈ ടാങ്ക് ഒന്ന് എഞ്ചിനിലേക്ക് എത്തിക്കാൻ ജസ്റ്റ് ഒരു പൈപ്പ് പോലെ വരച്ച് വെക്കുക. പിന്നെ ഇവിടെ ഒരു എഞ്ചിൻ എന്ന് പറഞ്ഞിട്ട് വലിയൊരു ബ്ലോക്ക് വരയ്ക്കുക, എഞ്ചിൻ എന്ന് വരയ്ക്കുക. എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫാന് ഇങ്ങനെ കാണിക്കുക. നമ്മൾ സാധാരണ ബസ്സിലൊക്കെ ഫാന് കാണാറുണ്ടല്ലോ, അതിന് ഓർത്ത് വെച്ചാൽ മതി. ഇവിടെ നിന്ന് ഇങ്ങനെ എയർ ഇങ്ങനെ ആയിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക, എയറിൽ ഇൻടേക്ക് വരുന്നുണ്ടായിരിക്കുക. പിന്നെ എന്ത് ചെയ്യണം, ഈ എഞ്ചിന് ചുറ്റും വാട്ടർ ജാക്കറ്റ്സ് ഉണ്ടായിരിക്കും. അതിൽ വെള്ളം എന്തെങ്കിലും ചൂടായിട്ട് വെള്ളം എന്തെങ്കിലും വെള്ളം വീണ്ടും മേലേക്ക് കയറി നമുക്ക് എന്ത് വേണം, മേലേക്ക് ഒരു പൈപ്പ് കൊടുക്കേണ്ടി വരും. ഇതാണ് നമ്മുടെ ഫിഗർ എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിളായുള്ള സംഭവമാണ്. നമുക്കിത് ഇരുപത് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ 7 മാർക്കിന് ഒരു 90% ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഈസി ആയിട്ടുള്ള ഫിഗറാണ്, മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയറിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മളിതുപോലെ ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി പേപ്പറിലൊക്കെ വരുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു എക്സാം പോയിൻ്റ് ഓഫ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ ചെയ്യുക, ആദ്യം ഇതുപോലെ നമ്മൾ ഈ ഫിഗർ വരച്ചേക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, ഇപ്പോൾ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ മിക്കവാറും 4-3 എന്നുള്ള രീതിയിലാണ് സ്പ്ലിറ്റ് അപ്പ് ഉണ്ടായിരിക്കുക. 4 ഫിഗറിനും അല്ലെങ്കിൽ 3 അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതുമ്പോഴാണ് നമുക്ക് മാർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ തിരിഞ്ഞും വരാറുണ്ട്, 3-4 വരാറുണ്ട്. അപ്പോൾ ചെറിയ ഫിഗറൊക്കെ ആകുമ്പോൾ 3, വലിയ പ്രിൻസിപ്പിളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ വലിയ വർക്കിംഗ് പറയാനുള്ള കേസിൽ നമുക്ക് 4 മാർക്കിന് തിരിഞ്ഞും വരാറുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഓർത്ത് വെക്കുക, നിങ്ങൾ ആദ്യം ഫിഗർ നീറ്റായിട്ട് വരയ്ക്കാം. നമുക്ക് 3 മാർക്ക് കൂടി അഡീഷണൽ സ്കോർ ചെയ്യണം. അല്ലെങ്കിൽ എങ്ങനെ സ്കോർ ചെയ്യുക വെച്ചാൽ എന്ത് ചെയ്യുക, നമ്മൾ ഫിഗർ വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പാർട്സ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് പറയാം. ഇതിവിടെ പറഞ്ഞ പോലെ 8 കൺസിസ്റ്റ്സ് ഓഫ്, അതിൽ റേഡിയേറ്റർ ഉണ്ട്, അതുപോലെ ഹെഡർ ടാങ്ക് ഉണ്ട്, മേലെ അറ്റ് ടോപ്പ് ഹെഡർ ടാങ്ക് ഉണ്ട്, പിന്നെ കളക്ടർ ടാങ്ക് താഴെ ഉണ്ടായിരിക്കും, പിന്നെ കണക്റ്റഡ് വിത്ത് ട്യൂബ്സുമായിട്ട് കണക്റ്റഡ് ഉണ്ടായിരിക്കും, പിന്നെ റേഡിയേറ്റർ കണക്റ്റഡ് ടു ദ എൻജിൻ, വാട്ടർ ജാക്കറ്റ്സ് ത്രൂ ഫ്ലെക്സിബിൾ ഹോസ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളെപ്പോഴും ഫിഗർ വരയ്ക്കുമ്പോൾ ഫിഗർ വരയ്ക്കിയ ശേഷം നമ്മൾ ഫിഗറിൽ എന്തൊക്കെ ഭാഗങ്ങളാണോ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ കാര്യങ്ങളെക്കുറിച്ച് എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ എന്ത് ചെയ്യും, ഒരു 2-3 ഒരു മിനിമം ഒരു 3 ലൈൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതി ഫലിപ്പിക്കാൻ പറ്റും. അപ്പോൾ തന്നെ അത്യാവശ്യം എന്ത് ചെയ്യും, ഒരു കണ്ടൻറ്റ് ആയ പോലെ തോന്നും. പിന്നെ എന്ത് ചെയ്യാം, പിന്നെ അടുത്തൊരു പാരഗ്രാഫിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ വർക്കിംഗ് എഴുതാം. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ വർക്കിംഗ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദ സർക്കുലേഷൻ ഓഫ് വാട്ടർ ഈസ് ഒബ്റ്റൈൻഡ് ബൈ ദ ഡിഫറൻസ് ഇൻ ഡെൻസിറ്റീസ് ഓഫ് ദ ഹോട്ട് ആൻഡ് കോൾഡ് റീജിയൻസ് ഓഫ് കൂളൻ്റ് അല്ലേ. അപ്പോൾ ആ കൂളൻറ്റിൻ്റെ അല്ലെങ്കിൽ ആ കൂളിംഗ് വാട്ടറിൻ്റെ ഡെൻസിറ്റിയിൽ ചേഞ്ച് കാരണം എന്ത് ചെയ്യുന്നത്, അത് മേലേക്കും താഴേക്കും റൊട്ടേറ്റ് ചെയ്ത് വരുന്നത്. പിന്നെ എന്ത് ചെയ്യുക, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ജസ്റ്റ് 1-2 പോയിൻറ്റ്സ് ചെയ്താൽ നമ്മുടെ 7 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ആദ്യം ഫിഗർ നീറ്റായിട്ട് വരയ്ക്കുക, എപ്പോഴും നീറ്റായിട്ട് വരയ്ക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ പോലെ 7 മാർക്ക് ഷുവറായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ ഫ്രീ ഹാൻഡ് ഉപയോഗിച്ചൊക്കെ ഒരു നീറ്റായിട്ട് വരച്ചില്ലെങ്കിൽ എന്തായിരിക്കും, ചിലപ്പോൾ 4 മാർക്ക് ചിലപ്പോൾ 3-2 ടെൻഡൻസി ഒക്കെ ഉണ്ട്. ഓക്കെ, ഫിഗർ വരയ്ക്കുക, ശേഷം ഫിഗറിലെ മാർക്ക് ചെയ്ത ഭാഗങ്ങൾ കൃത്യമായിട്ടും അതിനെക്കുറിച്ച് ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് തന്നെ പഠിച്ചു വെക്കുക. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ്, അതിൽ എന്തൊക്കെയുണ്ട്, ഇത്രയും ഭാഗങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറയാം. അപ്പോൾ തന്നെ ഒരു 3 ലൈൻ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റി. ബാക്കി എന്ത് ചെയ്യുക, ബാക്കി ഒരു 4-5 ലൈൻസിൽ നമ്മൾ വർക്ക് ചെയ്യും പറഞ്ഞാൽ മൊത്തം ഒരു 7-8 ലൈൻസ് കിട്ടും. ഒരു ഫിഗറും 8 ലൈൻ എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഒരു പുറം മൊത്തം കംപ്ലീറ്റ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നോക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യുക, അത്യാവശ്യം പഠിച്ച ഒരാളാണ് എക്സാം എഴുതിയുള്ള മനസ്സിലാക്കാനും മാക്സിമം സ്കോർ എന്ത് ചെയ്യുക, ഒരു 7 മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്ത് നിങ്ങൾ വായിച്ച് നോക്കുക. ഈസി ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, വർക്കിംഗ് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ഇനി അടുത്ത സിസ്റ്റമാണ് നമ്മുടെ എയർ കൂളിംഗ് കഴിഞ്ഞു, വാട്ടർ കൂളിങ്ങിൽ ഒരു സിസ്റ്റം കഴിഞ്ഞു. വാട്ടർ കൂളിങ്ങിലെ രണ്ടാമത്തെയാണ് പമ്പ് സർക്കുലേഷൻ ടൈപ്പ് കൂളിംഗ് സിസ്റ്റം. പമ്പ് സർക്കുലേഷൻ എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ എന്താണ്, അവിടെ സർക്കുലേഷൻ ഓഫ് വാട്ടർ നടന്നത് എങ്ങനെയാണ്, ആ ഒരു ഡെൻസിറ്റി ചേഞ്ച് കാറാണ് സർക്കുലേഷൻ ഉള്ളത്. എന്നാൽ ഇവിടെ എന്തായിരിക്കും, ഇവിടെ പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. സെയിം ഫിഗർ തന്നെയാണ്, ഒരു ഹെഡർ ടാങ്ക്, അവിടെ ഫില്ലർ ക്യാപ്പ്, വെർട്ടിക്കൽ ട്യൂബ്സ്, അതാണ് നമ്മുടെ റേഡിയേറ്റർ എൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇത് കളക്ടർ ടാങ്ക്. ഇവിടെ പൈപ്പ്, എഞ്ചിനിലേക്കുള്ള പൈപ്പ് ജസ്റ്റ് ഡിസൈൻ ഒന്ന് മാറ്റി കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ പൈപ്പ് പോകുന്നുണ്ട്, നേരെ പോകുന്നത് നമ്മുടെ ഇവിടെ ഒരു പമ്പാണ്, അവിടെ പമ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പമ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പോലെ തന്നെ ഇവിടെ ഒരു ബ്ലോവർ ഫാൻ ഉണ്ട്. എഞ്ചിൻ്റെ ചുറ്റും വാട്ടർ ജാക്കറ്റ്സ് ഉണ്ടായിരിക്കും. മൊത്തം വാട്ടർ എന്ത് ചെയ്യും, എഞ്ചിൻ ചൂടാകുന്ന സമയത്ത് ആ ഹീറ്റിനെ അബ്സോർബ് ചെയ്യും. എന്ത് ചെയ്യും, ഈ പമ്പാണ് എന്ത് ചെയ്യുക, ആ വാട്ടറിനെ പിന്നെ മേലേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു എക്സ്ട്രാ വരുന്ന ഒരാളാണ് തെർമോസ്റ്റാറ്റ്. അപ്പോൾ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ അതിൻ്റെ സ്ഥാനം നോക്കുക, ഇവിടെയാണ് തെർമോസ്റ്റാറ്റ്. ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാട്ടറിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ
നമുക്ക് ഇത് കളക്ടർ ടാങ്കിലുള്ള വാട്ടർ ഇങ്ങനെ കയറി പമ്പയിനെ വലിച്ചെടുക്കും. അത് എഞ്ചിൻ്റെ ചുറ്റും സഞ്ചരിച്ചിട്ട് എന്ത് ചെയ്യും, ചുറ്റി വന്ന് നമ്മുടെ എഞ്ചിൻ്റെ അകത്തൂടെ പോയി ഹീറ്റൊക്കെ അബ്സോർബ് ചെയ്ത് ഇങ്ങനെ പോയി വാട്ടർ ഇങ്ങനെ കയറി വന്ന് വീണ്ടും ഇങ്ങനെ വന്ന് വീഴണം. ഇതാണ് ശരിക്കും ആ ഒരു പാത്തെന്ന് പറഞ്ഞാൽ. നമുക്ക് ഇങ്ങനെ കയറി വാട്ടർ ഹീറ്റ് അബ്സോർബ് ചെയ്തു, ഇങ്ങനെ കയറി ഇങ്ങനെ വന്നു. വേണമെങ്കിൽ ഇങ്ങനെയും പോകാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ തന്നെ വീണ്ടും ഇങ്ങനെ ഈ പാത്തിൽ എന്ത് ചെയ്യുക, ഇങ്ങനെയും സർക്കുലേഷൻ നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, അവിടെ ഞാൻ പറഞ്ഞു തെർമോസ്റ്റാറ്റ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ, തെർമോസ്റ്റാറ്റ്. അപ്പോൾ അവിടെയുള്ള എൻജിൻ്റെ കൂളൻ്റിൻ്റെ ടെമ്പറേച്ചർ മനസ്സിലാക്കാനുള്ള ഡിവൈസാണ് തെർമോസ്റ്റാറ്റ്. തെർമോസ്റ്റാറ്റ് എന്ത് ചെയ്യും, ഇപ്പോൾ എൻജിൻ്റെ ടെമ്പറേച്ചർ ഒരുപാടൊന്നും കൂടിയില്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ചിലപ്പം ഇങ്ങനെ തന്നെ വാട്ടർ എന്ത് ചെയ്യുക, ഈ വാട്ടർ ഇങ്ങനെ എൻജിൻ്റെ മേലെ കൂടെ പോയി വാട്ടർ ജാക്കറ്റിൽ കൂടെ പോയി ഹീറ്റ് അബ്സോർബ് ചെയ്തു. ആ വാട്ടർ എന്ത് ചെയ്തു, ഇങ്ങനെ പോയി ഇവിടെ ബ്ലവർ ഫാനൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്തു, അതിനെ ഹീറ്റ് ആ ബ്ലവർ ഫാൻ എന്ത് ചെയ്തു, അതിനെ ഹീറ്റ് അബ്സോർബ് ചെയ്തു. അപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ മാത്രമേ അവിടെ ഡിക്രീസ് ചെയ്യിക്കാണ്ടാവുള്ളൂ. അതായത് വണ്ടീൻ്റെ എൻജിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ എൻജിൻ്റെ ടെമ്പറേച്ചർ കണ്ടീഷൻ ഒരുപാട് ഹൈ അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഞാൻ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന രീതിയിലായിരിക്കും വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി എന്ത് ചെയ്യും, ചിലപ്പോൾ നമ്മുടെ എൻജിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോൾ എന്തായിരിക്കും, സ്വാഭാവികമായിട്ടും എൻജിന് അബ്സോർബ് ചെയ്യുന്ന ഹീറ്റിൻ്റെ അളവും കൂടും. സോ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ഈ തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പൺ ആവുകയും പിന്നെ എന്ത് ചെയ്യും, വാട്ടർ പിന്നെ ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഡയറക്ഷനിൽ ഇങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു വാട്ടറിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഭാഗമാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ. ഒരു 2 ടൈപ്പ് തെർമോസ്റ്റാറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരു നോർമൽ ടെമ്പറേച്ചർ, ഒരു കുറഞ്ഞ ടെമ്പറേച്ചറൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ കാരണം പോലെ ഇങ്ങനെ തന്നെയായിരിക്കും സർക്കുലേഷൻ നടക്കുക. എന്നാൽ ടെമ്പറേച്ചർ കൂടുമ്പോൾ എന്ത് ചെയ്യും, തെർമോസ്റ്റാറ്റ് വാൾവ് ഓപ്പൺ ആവുകയും എന്ത് ചെയ്യും, വീണ്ടും മേലേക്ക് തിരിച്ചു വിട്ട് ഈ ട്യൂബ് കൂടെ പാസ് അയച്ച് എന്ത് ചെയ്യും, ടെമ്പറേച്ചർ മാക്സിമം കുറച്ച് കളക്ടർ ടാങ്കിലെത്തി വീണ്ടും എന്ത് ഇങ്ങനെ ഈ രീതിയിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, സർക്കുലേഷൻ നടക്കുന്നുണ്ടായിരിക്കും. ഇതാണ് ഇപ്പോൾ നമ്മുടെ പമ്പ് സർക്കുലേഷൻ ടൈപ്പ് കൂളിംഗ് സിസ്റ്റത്തിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ പോയിൻറ്റ്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്ക്. ഞാൻ ഓരോ പോയിൻറ്റ്സും വായിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാനും പറഞ്ഞ പോയിൻറ്റ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് അവിടെ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിഗർ വരയ്ക്കാൻ പഠിക്കാനൊന്നും ഇപ്പോൾ തന്നെ ഏകദേശം ഫിഗർ വരയ്ക്കാൻ ഐഡിയ ആയിട്ടുണ്ടായിരിക്കും. അതുപോലെ ആ ഫിഗറിൽ ഏതൊക്കെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ആ ഭാഗങ്ങൾ തന്നെ ഭാഗങ്ങളുണ്ടെന്ന് പറയാം. പിന്നെ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറയാം. അപ്പോഴത്തേക്ക് ഏകദേശം നമുക്കൊരു നല്ല ഒരു പേജ് നിറച്ചും എഴുതാനും വരയ്ക്കാനുള്ളൊരു സാഹചര്യം കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റേഡിയേറ്റർ എന്ന് പറയുന്നത് നേരത്തെ കാണിച്ചുള്ള ആ ഒരു ക്രോസ് സെക്ഷണൽ വ്യൂയുടെ 3D രൂപമാണ് ഇവിടെ കാണിച്ചുള്ളത്. ഇതാണ് നമ്മുടെ ഫിൽറ്റർ ക്യാപ്പ്, വാട്ടർ ഫില്ല് ചെയ്യുന്ന ഭാഗം. ഇത് ലോവർ ടാങ്കാണ്. ഇവിടെ കുറേ വെർട്ടിക്കൽ ട്യൂബ്സ് ഉണ്ടായിരിക്കും. അതിന് സർഫസ് ഏരിയ കൂട്ടാൻ അവിടെ കോർ എന്ന് പറയുന്നൊരു സംഭവം കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. റേഡിയേറ്ററിനെ കുറിച്ച് കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് എന്താ ചെയ്യാം, കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് ഉറപ്പുവരുത്തുക. ഞാൻ വീണ്ടും വായിച്ചിട്ട് ഓരോന്നിൻ്റെ മീനിങ്ങും കാര്യം പറയാത്തത് കുറച്ച് സമയങ്ങൾ ഉണ്ടാവും വെച്ചിട്ടാണ്. കാരണം നമുക്ക് കാര്യം എന്താ മനസ്സിലാക്കുക, പിന്നെ വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോന്നും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പിന്നെ തെർമോസ്റ്റാറ്റിൻ്റെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. തെർമോസ്റ്റാറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു 2 ടൈപ്പ് ഉണ്ട്. ബെല്ലോ ടൈപ്പും ഉണ്ട്, വാക്സ് ടൈപ്പും ഉണ്ട്. അതിൽ ബെല്ലോ ടൈപ്പാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ബെല്ലോ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവമാണ്, പ്ലാസ്റ്റിക് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മുടെ സൈക്കിളിൻ്റെയൊക്കെ ഒരു ഹോൺ ഉണ്ടായിരുന്നല്ലോ, നമ്മളിങ്ങനെ പ്രസ് ചെയ്യുന്ന പോലെ. അപ്പോൾ ആ ഒരു ടൈപ്പ് ഷേപ്പാണ് ബെല്ലോ ഷേപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതിൻ്റെ അകത്തുള്ള ബെല്ലോ എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ആകുമ്പോൾ ഈ വാൾവ് ഓപ്പൺ ആവുകയും അതുവഴി എന്ത് ചെയ്യാണ്, നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇങ്ങനെ ഉണ്ടായിരുന്ന സർക്കുലേഷൻ ഓഫ് വാട്ടർ പിന്നെ തിരിച്ച് നേരെ മേലെക്കൂടെ പോയിട്ട് തിരിച്ച് വരുന്ന സംഭവമാണ് സംഭവിക്കുന്നത്. അപ്പോൾ തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വാൾവ് മെക്കാനിസമാണ്. വാൾവ് മെക്കാനിസം ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതിൽ 2 ടൈപ്പ് തെർമോസ്റ്റാറ്റ് വരുന്നുണ്ട്. ഒന്ന് ബെല്ലോ ടൈപ്പും ഉണ്ട്, അതുപോലെ രണ്ടാമത്തത് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും വാക്സ് ടൈപ്പ്. ഓക്കെ, അല്ലെങ്കിൽ വാക്സ് അല്ലെങ്കിൽ ഹൈഡ്രോസ്റ്റാറ്റിക് ടൈപ്പ്. ഇതിൽ വാക്സ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് അവിടെ കാണുന്നുണ്ടായിരിക്കും ഡോട്ടഡായിട്ട് കാണിച്ചിട്ടുണ്ട്. അത് വാക്സ് ആണ്. ആ വാക്സ് എന്തോ നമ്മുടെ വണ്ടിയുടെ കൂളിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആ വാക്സ് ഉരുക്കിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ആ വാൾവിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് വാക്സ് തെർമോസ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പോയിൻറ്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, വാക്സും ഉണ്ട്, അതേപോലെ ബെല്ലോ ഉണ്ട്. ഓക്കെ, അതുപോലെ നമ്മൾ കൂളിംഗ് സിസ്റ്റം അപ്പോൾ പഠിച്ചു. ജസ്റ്റ് അതിലെ കാര്യങ്ങളൊന്നും നമുക്ക് ആനിമേഷനായിട്ട് കണ്ടു നോക്കാം.
ഓക്കെ, നമ്മുടെ ആ റേഡിയേറ്ററിൻ്റെ അല്ലെങ്കിൽ തെർമോസൈഫൺ അല്ലെങ്കിൽ പമ്പ് ഓപ്പറേറ്റർ സിസ്റ്റത്തിൻ്റെ വർക്ക് ചെയ്യാൻ ഇവിടെ കാണുന്നതായിരിക്കുക. നമ്മുടെ റേഡിയേറ്ററാണ് ഈ കാണുന്നത്. ഞാൻ പറയുന്നത് തെർമോസ്റ്റാറ്റാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ടായിരിക്കുക നമ്മുടെ എഞ്ചിൻ്റെ സിലിണ്ടേഴ്സാണ് ഇവിടെ കാണുന്നത്. ആ സിലിണ്ടർ ചുറ്റും ഞാൻ നേരത്തെ പറഞ്ഞ വാട്ടർ ജാക്കറ്റ്സ് ഉണ്ടായിരിക്കുക. നീല കളർ കാണിച്ചൊക്കെ വാട്ടറാണ് ഉദ്ദേശിക്കുന്നത്. വാട്ടറിൻ്റെ കണ്ടൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. കൂളിംഗ് ജാക്കറ്റ്, നമുക്ക് കൂളിംഗ് ജാക്കറ്റിൻ്റെ വാട്ടർ എന്ന് പറയാൻ പറ്റും. കൂളിംഗ് ജാക്കറ്റ് വാട്ടർ എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ വാട്ടർ ജാക്കറ്റ് എന്ന് പറയാൻ പറ്റും. നമുക്ക് എഞ്ചിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാനുള്ള സിസ്റ്റമാണ് നമ്മുടെ കൂളിംഗ് സിസ്റ്റം. ഇപ്പോൾ വാട്ടറിനെ സർക്കുലേറ്റ് ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതാണ് നമ്മുടെ പമ്പ് അവിടെ ഉണ്ടായിരിക്കും. പമ്പ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇതേപോലെ ബെൽറ്റ് വെച്ചിട്ട് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്ന് വരുന്ന പവറാണ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്നതായിരിക്കും. ബെൽറ്റിൻ്റെ മെക്കാനിക്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നതായിരിക്കാം. ചുവപ്പ് കാണിക്കുന്നത് എന്താണ്? ടെമ്പറേച്ചർ കൂടുതലാണ്. ഈ ചുവപ്പ് എന്താ നീലയിൽ കാണിക്കുന്നതിനർത്ഥം എന്താണ്? ടെമ്പറേച്ചർ കുറച്ച് വന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. റെഡ് കാണിക്കുന്നത് ഇൻലെറ്റ് പൈപ്പ് വരുന്നത് വാട്ടർ എന്തായിരിക്കും? ചൂടായിരിക്കും. ഔട്ട്ലെറ്റ് പൈപ്പ് വരുന്നത് തണുത്തിട്ട് വരും. മേലക്കൂടെ വരുന്ന വെള്ളം ചൂടുവെള്ളമായിരിക്കും, ഹോട്ട് വാട്ടർ ആയിരിക്കും. അത് താഴെക്കൂടെ ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്യും? ഹീറ്റ് അബ്സോർബ് ചെയ്തിട്ട് അതിൻ്റെ ടെമ്പറേച്ചർ കുറയ്ക്കാൻ പറ്റും. അവിടെ ബ്ലോവർ ഫാന് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനുള്ള സിസ്റ്റമാണ് റേഡിയേറ്റർ കൂളൻ്റ് ഫാൻ സ്വിച്ച് അവിടെ കാണിച്ചിട്ടുണ്ട്. റേഡിയേറ്ററിൻ്റെ ജസ്റ്റ് സ്വിച്ച് ആണോന്ന് അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഓരോ പാർട്സ്, വലിയ പാർട്സ് മാത്രം ഒന്ന് ഓർത്ത് വെക്കുക. ടെമ്പറേച്ചർ സെൻസറാണ്. അപ്പോൾ ടെമ്പറേച്ചറിന് എത്രയാണെന്ന് ഡിറ്റർമിൻ ചെയ്തിട്ടുകൊണ്ടാണ് നമുക്ക് കറക്റ്റായിട്ട് അവിടെ നമ്മൾ പുതിയ വണ്ടിയിലൊക്കെ എന്തായിരിക്കും കുറേ സെൻസറൊക്കെ വരുമ്പോൾ അതിൽ ടെമ്പറേച്ചർ സെൻസറൊക്കെ ഉണ്ടായിരിക്കും. അപ്പോഴങ്ങനെ ആയിരിക്കും കറക്റ്റായിട്ട് ഒപ്റ്റിമം ടെമ്പറേച്ചർ നിലനിർത്താനാണ് അത് കൊടുക്കുന്നത്. റേഡിയേറ്ററിൻ്റെ ക്യാപ്പാണ് അവിടെ കാണിച്ചിട്ടുണ്ടായിരിക്കുക. ക്യാപ്പ് നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാര ക്യാപ്പല്ല, ശരിക്കും അതൊരു വാൾവ് തന്നെയാണ്. ഇവിടെ കാണുന്ന പോലെ നമ്മൾ എക്സ്പാൻഷൻ ടാങ്കിൽ നമ്മുടെ കൂളൻ്റ് ഫില്ല് ചെയ്തൊക്കെ ടാങ്ക് ഉണ്ടായിരിക്കും. നമ്മൾ പച്ച കളറുള്ള കൂളൻ്റ് ഫില്ല് ചെയ്ത ടാങ്ക് ഉണ്ടായിരിക്കും. നമ്മൾ ശരിക്കും എക്സ്പാൻഷൻ ടാങ്കാണ്. അപ്പോൾ പ്രഷർ കൂടുന്ന സമയത്ത് എക്സ്പാൻഡ് ആവുന്ന ആ ഒരു കൂളൻ്റ് എന്തെങ്കിലും എക്സ്പാൻഷൻ ടാങ്കിലേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് നമ്മൾ ആ ഒരു റേഡിയേറ്ററിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്ന പ്ലഗ് അല്ലെങ്കിൽ ആ ഒരു ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നിസ്സാരക്കാരനല്ല. അതിനകത്ത് രണ്ട് മെക്കാനിക്സൊക്കെ നടത്താൻ കെൽപ്പുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് വെറുതെ ഒരു ടോപ്പ് ഒരു മൂടി വെക്കുന്ന പോലത്തെ സംഭവമല്ല അത്. ആനിമേഷൻ കാണിക്കുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ജസ്റ്റ് കണ്ടിട്ട് മനസ്സിലാക്കി വെക്കുക. കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയാണ് ആനിമേഷൻ കൊടുത്തുള്ളത്. ഇതാണ് തെർമോസ്റ്റാറ്റ്. നേരത്തെ പറഞ്ഞ പോലെ തെർമോസ്റ്റാറ്റിൻ്റെ സ്ഥാനം നോക്കുക. നമുക്ക് ബൈപ്പാസ് വാൾവ് പോലെ നിൽക്കണ്ട. ഷോർട്ടർ സർക്യൂട്ടും ഉണ്ട്, പിന്നെ വലിയ സർക്യൂട്ടും ഉണ്ട് അല്ലേ. ഷോർട്ടർ സർക്യൂട്ട് പറഞ്ഞാൽ കുറഞ്ഞ ടെമ്പറേച്ചറിലാണ് എഞ്ചിൻ റൺ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും ആ ഷോർട്ടർ സർക്യൂട്ട് ആയിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ് ഇവിടെ ചെന്ന് ബൈപ്പാസ് ചെയ്യുന്നത്. ടെമ്പറേച്ചർ ഏകദേശം ഒരു 83 അല്ലെങ്കിൽ 87 എത്തുമ്പോഴൊക്കെ ആയിരിക്കും നമ്മുടെ തെർമോസ്റ്റാറ്റ് ഓപ്പൺ ആയിട്ട് ആ സർക്കുലേഷൻ പിന്നെ എങ്ങനെ ആക്കുന്നത്. ഓക്കെ, ഒരു വാൾവാണ്. വാൾവ് ഓപ്പറേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അനിറോഡ് ടൈപ്പും ഉണ്ട്, വാക്സ് ടൈപ്പും ഉണ്ട്, അല്ലെങ്കിൽ ബെല്ലോ ടൈപ്പും ഉണ്ട്, അനിറോഡ് ടൈപ്പും ഉണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എൻജിൻ്റെ പുറത്ത് നോക്കുമ്പോൾ നമുക്ക് വിസിബിൾ ആവില്ല, കാരണം ഒക്കെ അതിൻ്റെ അകത്തായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഏകദേശം നിങ്ങൾക്ക് കൂളിംഗ് സിസ്റ്റം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമ്മുടെ കൂളിംഗ് സിസ്റ്റം കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട അടുത്തൊരു ടോപ്പിക്കാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഭാഗമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അപ്പോൾ ഇതിലും ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ലൂബ്രിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ എഞ്ചിൻ്റെ വെയർ ആൻഡ് ടയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എഞ്ചിൻ്റെ ഓരോ പാർട്സിൻ്റെയും മൂവിങ് പാർട്സിൻ്റെ ഒക്കെ വെയർ ആൻഡ് ടയർ കുറച്ചുകൊണ്ട് അതിൻ്റെ ലൈഫ് മാക്സിമം ഇൻക്രീസ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റമാണ് ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട 4 സിസ്റ്റം പറയുന്നുണ്ട്. അതിൽ നമുക്ക് ഫസ്റ്റ് വരുന്ന പെട്രോൾ സിസ്റ്റം വരുന്നുണ്ട്, സ്പ്ലാഷ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം വരുന്നുണ്ട്, പ്രഷർ സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ കമ്പൈൻഡ് സ്പ്ലാഷ് ആൻഡ് പ്രഷർ ഫീഡ് സിസ്റ്റം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്ന് എന്തൊക്കെയാണുള്ളത്. ഫസ്റ്റ് വരുന്നത് നമുക്കതിൽ കാണിച്ച ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഒബ്ജക്റ്റീവ്സാണ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. ജസ്റ്റ് ഒന്ന് വായിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാൻ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ തന്നെയാണ്. നമ്മൾ അതുപോലെ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലൂബ്രിക്കേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രിക്ഷൻ കുറയ്ക്കാനും, മൂവിങ് പാർട്സിന് ഫ്രിക്ഷൻ കുറയ്ക്കാനും, വെയർ ആൻഡ് ടയർ കുറയ്ക്കാനും, അല്ലെങ്കിൽ ഒരു കൂളിംഗ് മീഡിയം പോലെ നമ്മുടെ ലൂബ്രിക്കേഷൻ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഫസ്റ്റ് വരുന്നത് നമ്മുടെ പെട്രോയിൽ ലൂബ്രിക്കേഷൻ സിസ്റ്റമാണ്. അപ്പം അതിൻ്റെ പേര് നോക്കുക, പെട്രോയിൽ. അപ്പോൾ അതിന് മനസ്സിലാക്കണം, പെട്രോൾ എന്ന് പറഞ്ഞാൽ പെട്രോളും ഓയിലുമാണ്. നിങ്ങൾ പണ്ടൊക്കെ നമ്മുടെ 2 സ്ട്രോക്ക് എൻജിൻ ഉപയോഗിച്ചിരുന്ന ആളുകൾക്ക് അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ 2 സ്ട്രോക്ക് എൻജിനിൽ ശരിക്കും വരുന്ന നമ്മുടെ ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, പെട്രോയിൽ സിസ്റ്റമാണ്. നമുക്കറിയാം, നമ്മൾ ഫ്യൂവൽ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഫ്യൂവലിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഒരു 2 to 5% ഒക്കെ എന്ത് ചെയ്യും, നമ്മൾ ഓയിലും ഫില്ല് ചെയ്യും. ഓക്കെ, നമ്മൾ ഫ്യൂവൽ പെട്രോൾ അടിക്കുന്ന സമയത്ത് പെട്രോളിൻ്റെ കൂടെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ പെട്രോളിനോട് മിക്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ പെട്രോൾ ടാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓയിൽ ഫില്ല് ചെയ്യാറുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഫ്യൂവലിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓയിൽ കൊടുക്കുന്നത്. ആ സിസ്റ്റത്തിനാണ് നമ്മൾ പെട്രോയിൽ സിസ്റ്റം എന്ന് പറയാം. അതായത് ശരിക്കും ഒരു കപ്പാസിറ്റി കുറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിനിലൊക്കെ അത് നടക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് കപ്പാസിറ്റി കൂടുമ്പോൾ എന്തായിരിക്കും, ടെമ്പറേച്ചറും ഡെവലപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ കൂടാനും അതുപോലെ തന്നെ ലൂബ്രിക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് വരും. സോ 2 സ്ട്രോക്ക് എഞ്ചിനാണ് നമ്മൾ പെട്രോൾ ലൂബ്രിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇവിടെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻസ് ലൈക്ക് സ്കൂട്ടേഴ്സ്. ഇറ്റ് ഹാവ് നോ സ്പെഷ്യൽ കോമ്പണൻസ് ലൈക്ക് ഓയിൽ പമ്പ് ആൻഡ് സമ്പ് എറ്റ്സെട്ര. അതായത് നമ്മൾ ഓയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പ്രത്യേകം ഒരു ഓയിൽ സമ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭാഗങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഓയിൽ സമ്പോ അതുപോലെ ഓയിലിനെ പമ്പ് വയ്ക്കാൻ ആവശ്യമുള്ള ഓയിൽ പമ്പോ ഒന്നും ഉണ്ടായിരിക്കില്ല. നമ്മളെന്ത് ചെയ്യണം, ഫ്യൂവലിൻ്റെ കൂടെ നമ്മൾ ഓയിൽ മിക്സ് ചെയ്യുമ്പം ആ ഫ്യൂവൽ നമ്മൾ എഞ്ചിനകത്തേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മുടെ ഓയിലും അല്ലെങ്കിൽ ലൂബ്രിക്കേറ്റിംഗ് ഓയിലും എഞ്ചിൻ്റെ ആ സ്ഥാനത്തേക്ക് എത്തുന്നുണ്ടായിരിക്കുക. അപ്പോഴായിരിക്കും അവിടെ ലൂബ്രിക്കേഷൻ കൊടുക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രോപ്പറായിട്ടുള്ള ലൂബ്രിക്കേഷൻ അല്ല നമ്മുടെ പെട്രോൾ സിസ്റ്റത്തിൽ നടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ അതിൻ്റെ അത്രത്തോളം എഞ്ചിൻ ലൈഫൊന്നും നമുക്ക് അത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. അതുപോലെ പൊല്യൂഷൻ എഫക്റ്റൊക്കെ കൂടുതലായിരിക്കും. കാരണം നമ്മുടെ പെട്രോൾ ബേൺ ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ഫ്യൂവലിൻ്റെ കൂടെ തന്നെ ഓയിലും ബേൺ ആവാനും അതുമൂലം അൺവാണ്ടഡ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെയുള്ള ചാൻസസ് കൊണ്ടാണ് അത് പൊല്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസും കൂടുതലാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സൊക്കെയാണ് ഇവിടെ കൊടുത്തുള്ളത്. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. രണ്ടാമത്തെയാണ് സ്പ്ലാഷ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ സ്പ്ലാഷ് എന്ന് പറയുമ്പോൾ നോക്കുക, നമ്മൾ സാധാരണ നമ്മൾ നോർമലായിട്ടുള്ള ഒരു സ്കൂട്ടറിലൊക്കെ ഉള്ള ബൈക്കിലൊക്കെ ഉള്ള സിസ്റ്റമാണ് സ്പ്ലാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം. അതായത് ഈ ഫിഗറിൽ കാണിച്ചുള്ളത്, ഈ കാണുന്നത് കണക്റ്റിംഗ് റോഡാണ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ്, ഇത് നമ്മുടെ ക്രാങ്കിൻ്റെ എൻഡാണ്. അപ്പോൾ ഇവിടെ ഈ ക്രാങ്കിൻ്റെ എൻഡിലായിട്ടൊരു സ്പൂണ് പോലത്തെ ഭാഗമുണ്ട്. അതിൻ്റെ പേരാണ് ഡിപ്പർ അല്ലെങ്കിൽ സ്കൂപ്പ്. ഓക്കെ, ഡിപ്പർ അല്ലെങ്കിൽ സ്കൂപ്പാണ്. അതായത് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ക്രാങ്ക് എന്ത് ചെയ്യും, അതനുസരിച്ച് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതായത് ക്രാങ്ക് ഇങ്ങനെ ഈ ഡയറക്ഷനിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഓയിലിനകത്ത് കൂടെ മുങ്ങിയിട്ടാണ് പോവുക. ഓക്കെ, അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ഈ സ്പൂൺ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആ ഡിപ്പർ എന്ത് ചെയ്യും, സ്പൂൺ പോലത്തെ ഭാഗം ഈ എൻജിൻ ഓയിലിന് എന്ത് ചെയ്യും, ലൂബ്രിക്കേറ്റിംഗ് ഓയിലിനെ മേലേക്ക് ഇങ്ങനെ എടുത്ത് കോരി ഒഴിക്കുന്ന പോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. സോ അതാണ് നമ്മൾ സ്പ്ലാഷ് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഈസിയായ ടെക്നോളജിയാണ്. മനസ്സിലാക്കുക, നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ എക്സാം പോയിൻ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പഠിച്ചാൽ മതി. ഒന്നുമില്ല, ഇതിങ്ങനെ എന്ത് ചെയ്യുക, താഴെയുള്ള ഓയിൽ സമ്പ് കാണിച്ചിട്ടുണ്ട്, പിന്നെ ഓയിലിനെ ഡ്രെയിൻ ചെയ്യാനുള്ളൊരു പോർട്ട് കാണിച്ചിട്ടുണ്ട്, പിന്നെ പിന്നെ ഒരു കണക്റ്റിംഗ് റോഡിൻ്റെ ഭാഗവും കാണിക്കുക, പിന്നെ ക്രാങ്കിൻ്റെ ഭാഗം കാണിക്കുക. ഈ ഡിപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ സ്കൂപ്പ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ എഞ്ചിൻ ഓയിലിനെ മേലേക്കിനെ കോരി അയക്കാനുള്ള ഒരു മെക്കാനിസമാണ് സ്കൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മുടെ സ്പ്ലാഷ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ പോയിൻറ്റ്സ് എല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇനി ഇത് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ പോയിൻറ്റ്സും മനസ്സിലാവും. അപ്പോൾ ഫിഗർ വരയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ ഫിഗർ വരച്ചതിന് ശേഷം ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ട് ലൈറ്റ് കൺസിസ്റ്റ്സ് ഓഫ് ഇന്ന ഭാഗങ്ങളുണ്ട്, ഡിപ്പർ ഉണ്ട് അല്ലെങ്കിൽ സ്കൂപ്പ് ഉണ്ട്, അതിൻ്റെ കണക്റ്റിംഗ് റോഡിൻ്റെ എൻഡിലായിട്ടാണ് സ്കൂപ്പ് ഉണ്ടായിരിക്കുക ഒക്കെ പറയുക. ശേഷം അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈ കാണുന്ന പോലെ ഒന്ന് വിശദീകരിക്കുക. ആ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ സിസ്റ്റമാണ് നമ്മുടെ നമ്മുടെ അടുത്ത മൂന്നാമത്തെ സിസ്റ്റമാണ് പ്രഷർ ഫീഡ് സിസ്റ്റം. അതിൻ്റെ പേര് പോലെ തന്നെ പ്രഷർ ഫീഡ്. ഓക്കെ, അതായത് നമ്മൾ എൻജിൻ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ നമ്മൾ ആ ഓരോ മൂവിങ് പാർട്സിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ഒരു പ്രഷർ കൊടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു ഓയിൽ പമ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, എൻജിൻ്റെ ഓരോ ഭാഗങ്ങളിലേക്ക് നമുക്ക് എവിടേക്കാണോ ഫ്രിക്ഷൻ കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ എവിടേക്കാണോ മൂവിങ് പാർട്സ് ഉള്ളത് അങ്ങനെയുള്ള ഓരോ പോയിന്റിലേക്കും ഓയിലിനെ എത്തിക്കുന്ന ആ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്, പ്രഷർ കൊടുക്കുക. അത് നമ്മൾ പമ്പ് ഉപയോഗിച്ചാണ് ഫീഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് എളുപ്പമുള്ളൊരു മെക്കാനിസമാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഫിഗർ കാണുന്നുണ്ടായിരിക്കും. ഫിഗർ വലിയൊരു ഫിഗറാണ്. അപ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറാണെന്ന് തോന്നേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇത് ഓരോ സിലിണ്ടറിൻ്റെ ഭാഗം ഇവിടെ ഇങ്ങനെ കാണിച്ചെന്ന് മാത്രം. ഇതൊക്കെ ഓരോരോ സിലിണ്ടേഴ്സാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ജസ്റ്റ് നോക്കുക, താഴെ ഒരു ഓയിൽ സമ്പ് ഉണ്ടായിരിക്കും, അതിനകത്ത് നമ്മൾ ഓയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ,
എന്ത് ചെയ്യും, ഒരു പമ്പ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ ഓരോ ഓരോ എൻജിൻ്റെ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യണം, പമ്പ് ഉപയോഗിച്ച് നമ്മളിങ്ങനെ ഇതുവഴി ഇങ്ങനെ ഓരോരോ പോർട്ടിലേക്ക് അല്ലെങ്കിൽ ഓരോ സിലിണ്ടറിൻ്റെയും ഓരോരോ ഭാഗങ്ങളിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് പമ്പ് ഉപയോഗിച്ച് ഫീഡ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് നമ്മുടെ പ്രഷർ ഫീഡ് സിസ്റ്റത്തിൽ വരുന്നത്. ഇതിലിപ്പോൾ ഫിഗർ പഠിക്കുമ്പോൾ നിങ്ങൾ ഈ കാണുന്നൊരു ഫിഗർ പഠിച്ച് വെച്ചാൽ മതി. ഒന്നുമില്ല, നിങ്ങൾ ഇതുപോലെ അങ്ങനെ ഓരോ ലൈൻസ് ഇട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് അതിൻ്റെ ഒരു കോമൺ സെൻസിൽ എന്ത് ചെയ്യുക, ലോജിക്ക് മനസ്സിലാക്കുക. താഴെ ഒരു ഓയിൽ സമ്പുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഷേപ്പൊന്നും വരണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഓയിൽ സമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിക്കലും മതി, പെട്ടെന്ന് ഓർത്ത് വെക്കാനായിട്ട്. ഓക്കെ. പിന്നെ വരുന്നത് എന്താണ്, നമുക്ക് ഓയിൽ സമ്പ് എന്ത് ചെയ്യണം, ഓയിൽ ഓരോ ഭാഗങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ എവിടേക്കാണ് എത്തിക്കേണ്ടത്, ഇവിടെ കാണിച്ചില്ല ശരിക്കും. ഇത് സൈഡിലിപ്പോൾ നമ്മളെ എൻജിൻ്റെ ഉള്ള പ്രധാന ഭാഗമായിട്ടുള്ള നമ്മുടെ ഫ്ലൈ വീൽ കാണിച്ചില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ പിസ്റ്റൺ. ഇവിടെ ഇപ്പോൾ നമ്മളെ എൻജിൻ്റെ സിലിണ്ടർ ഉണ്ടായിരിക്കും. ഇത് കണക്റ്റിംഗ് റോഡാണ്. ഇത് നമ്മുടെ ക്രാങ്കുകളാണ്. ഇത് ഓരോരോ ക്രാങ്കുകളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്യാം ഷാഫ്റ്റും അതുപോലെ ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ്. മേലെ ക്യാം ഷാഫ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളങ്ങനെ ഫിഗർ ഒരുപാട് കോംപ്ലിക്കേഷനായിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓരോ ഭാഗങ്ങൾ മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഇതേപോലെ വരച്ച് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങനെ അതേ ഷേപ്പൊന്നും വേണമെന്നില്ല അല്ലേ. ജസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓയിൽ സമ്പ്, അതിനകത്ത് ഓയിൽ ഇങ്ങനെ ജസ്റ്റ് ഡോട്ട് ലൈൻസ് ആയിട്ട് കാണിക്കുക. പിന്നെ മേലെ ഇതേപോലെ നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് കാണിക്കണം. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് ആകുമ്പോൾ ഇപ്പോൾ ഇവിടെ 4 സിലിണ്ടറിൽ എഞ്ചിനായതുകൊണ്ട് 4 ക്രാങ്കുകൾ കാണിച്ചിട്ടുണ്ട്. അതുപോലെ ജസ്റ്റ് ഒരു സിലിണ്ടറിൻ്റെ മാത്രം അകത്തുള്ള പിസ്റ്റണും കൺട്രോളും കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ അതേപോലെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങളെല്ലാം വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ കാണുന്ന പോലെ തന്നെ ജസ്റ്റ് കാണിച്ചാൽ മതി. ഓക്കെ, ജസ്റ്റ് ഫിഗർ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ തന്നെ സിമ്പിളാക്കി ഒരു ഫിഗർ ഒന്ന് വരച്ച് നോക്കുക. അതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഉൾക്കൊണ്ടാൽ എന്ത് ചെയ്യാൻ, നിങ്ങൾക്ക് ഫിഗർ സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. ഉദ്ദേശിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം, ഇവിടെ ഒരു പമ്പ് ഉപയോഗിച്ച് ഇവിടെ കാണുന്നുണ്ട്, ഒരു ഓയിൽ പമ്പ് കാണുന്നുണ്ട്. ഇത് പറഞ്ഞാൽ ഓയിൽ ഫിൽറ്റർ അല്ലെങ്കിൽ സ്ട്രെയിനർ ആയിരിക്കും. സ്ട്രെയിനർ കൂടെ ആയിരിക്കും ഫസ്റ്റ് കയറി ഉണ്ടായിരിക്കുക. അതിന് പമ്പ് എന്ത് ചെയ്യും, പിന്നെ ഓയിൽ ഫിൽറ്റർ വഴി നമ്മുടെ മെയിൻ ഗാലറിയിലേക്ക് എത്തും. പിന്നെ ഓരോ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഓരോ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ സപ്ലൈ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ലൂബ്രിക്കേറ്റിംഗ് എഫക്റ്റ് അവിടെ കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഫിഗർ ഞാൻ പറഞ്ഞ പോലെ ഇതുപോലെ ഓരോ സാധനങ്ങളും ലൈൻസും ഇങ്ങനെ ഒന്നും വരച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. കോമൺ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒരു കോമൺ ലോജിക്കിൽ നമുക്കൊരാൾക്ക് കണ്ടാൽ മനസ്സിലാകുന്നതിൽ വരച്ച് വെച്ചാൽ മതി. ഓക്കെ, ഇതാണ് സംഭവം ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിലെ പോയിൻറ്റ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് വലിയ പോയിൻറ്റ്സ് ഒന്നുമില്ല. നമ്മളെ സ്പ്ലാഷ് സിസ്റ്റമൊക്കെ വർക്ക് ചെയ്ത പോലെ തന്നെയാണ്. പക്ഷേ അവിടെ സ്പ്ലാഷ് ആകുമ്പോൾ ഇവിടെ നമ്മൾ പമ്പ് യൂസ് ചെയ്യുന്നില്ല. ഇവിടെ പമ്പ് യൂസ് ചെയ്യുന്നത് എന്താണ്, നമുക്ക് ഓയിലിനെ പമ്പ് ചെയ്യാനാണ്. പിന്നെ പമ്പാകുമ്പം അവിടെ ഓയിൽ ഫിൽറ്ററും അതുപോലെ സ്ട്രെയിനറൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഓയിൽ പ്രഷറിൻ്റെ ആ ഒരു പ്രഷർ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രഷർ ഗേജും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതാണ് അവിടെ കാണുന്നത്. ഓയിൽ ഗേജ് അല്ലെങ്കിൽ ഓയിൽ ലെവലൊക്കെ മനസ്സിലാക്കാനുള്ള ഗേജും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അവിടെ കുറച്ച് പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം കേട്ടോ. എല്ലാ പോയിൻറ്റ്സും ഒന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ എഴുതുന്ന സമയത്ത് മനസ്സിൽ നിന്ന് ഓരോ പോയിൻറ്റ്സ് എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവുന്നുണ്ടോ, ഓയിലിനെ എടുത്തിട്ട് ഇതാണ് നമ്മുടെ ഓയിൽ പമ്പ്. അതിന് ഓയിൽ ഫിൽറ്റർ വഴി പോയി പിന്നെ എൻജിൻ്റെ ഓരോ ഭാഗങ്ങളേക്ക് ഇങ്ങനെ പൈപ്പ് വഴി സപ്ലൈ ചെയ്താണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് ഇറ്റ് ഈസ് എ സെമി പ്രഷർ സിസ്റ്റമാണ്. അതായത് സ്പ്ലാഷിൻ്റെയും അതുപോലെ തന്നെ പ്രഷറിൻ്റെയും കോമ്പിനേഷൻ. ഇപ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഉള്ള കാറുകളിലും ബൈക്കുകളിലും അല്ലെങ്കിൽ ബസ്സുകളിലൊക്കെ ഉണ്ടായിരിക്കാം ഈ ഒരു സെമി പ്രഷറായിരിക്കും. അത് സ്പ്ലാഷിൻ്റെയും പ്രഷറിൻ്റെയും കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പ്രഷർ സിസ്റ്റം മാത്രം വരുന്ന ശരിക്കും വലിയ വണ്ടികൾ, അപ്പോൾ വലിയ ട്രക്കുകളിലൊക്കെ ആയിരിക്കും പ്രഷർ സിസ്റ്റം മാത്രം ഉണ്ടായിരിക്കുക. നല്ല സെമി പ്രഷർ സിസ്റ്റം ആയിരിക്കും നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ചെറിയ വണ്ടികളൊക്കെ ഉണ്ടായിരിക്കുക. അത് സ്പ്ലാഷിൻ്റെയും പ്രഷറിൻ്റെയും ഒരു കോമ്പിനേഷൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ പറയുന്ന ഓൾമോസ്റ്റ് ഓൾ 4 സ്റ്റോക്ക് എഞ്ചിൻസ് ആർ ലൂബ്രിക്കേറ്റഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അത് നമ്മളെ സെമി പ്രഷർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ഏതാണ്, ഒന്ന് പ്രഷർ ഫീഡ് സിസ്റ്റം, ഒന്ന് സ്പ്ലാഷ് സിസ്റ്റം. അതുപോലെ തന്നെ പെട്രോളിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള പോയിൻ്റാണ്. ചിലപ്പോൾ ഇതൊക്കെ 3 മാർക്കിന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാവുന്നതുണ്ട്. പിന്നെ 7 മാർക്കും ചോദിക്കാൻ ചാൻസില്ല. കാരണം നമുക്കിതിൽ ഫിഗർ വരാത്ത കാരണം എന്താണ്, ഫിഗറുള്ളൊരു പ്രിൻസിപ്പിൾ അല്ല പെട്രോളിൽ. സോ നമുക്കതിന് 7 മാർക്ക് പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല, 3 മാർക്കിന് പ്രതീക്ഷിച്ചാൽ മതി. ഓക്കെ, ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മൊഡ്യൂളിൽ ഫസ്റ്റ് പഠിച്ചത് എൻജിൻ കോമ്പണൻസ്, രണ്ടാമത് പഠിച്ചത് കൂളിംഗ് സിസ്റ്റം, മൂന്നാമത് പഠിച്ചത് ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റമാണ്. ഇനി അതേപോലെ
അടുത്തൊരു ടോപ്പിക്കാണ് ഗവേണിംഗ് ഓഫ് ഐ സി എൻജിൻസ്. ഓക്കെ, അപ്പോൾ ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻജിൻ്റെ സ്പീഡ്. ഓക്കെ, അതായത് എൻജിൻ്റെ ലോഡ്, എൻജിനകത്ത് വരുന്ന ലോഡ് അല്ലെങ്കിൽ എൻജിനിലേക്ക് വരുന്ന ലോഡ് അനുസരിച്ച് നമുക്ക് എൻജിൻ്റെ സ്പീഡിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ എൻജിൻ്റെ സ്പീഡ് ഒരുപാട് കൂടാനും പാടില്ല, എൻജിൻ്റെ സ്പീഡ് ഒരുപാട് കുറഞ്ഞു പോകാനും പാടില്ല. അപ്പോൾ എൻജിൻ്റെ സ്പീഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഗവേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ശരിക്കും നമ്മൾ ഗവേണിംഗ് സിസ്റ്റം ശരിക്കും ഗവർണർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഗവർണർ എന്ന് പറയുമ്പോൾ നമ്മളിതിൽ ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് 3 തരത്തിലുള്ള ഗവേണിംഗ് ആണ്, അല്ലെങ്കിൽ 4 തരത്തിലുള്ള ഗവേണിംഗ് നമുക്ക് പറയാൻ പറ്റും. അതിലൊന്നാണ് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ്, രണ്ടാമത്തെ ക്വാളിറ്റി ഗവേണിംഗ്, മൂന്നാമത്തെ ക്വാണ്ടിറ്റി ഗവേണിംഗ്, നാലാമത്തെ കമ്പൈൻഡ് മെത്തേഡ്. അപ്പോൾ 3 അല്ലെങ്കിൽ 4 എളുപ്പമുള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു കണ്ടൻറ്റ് മനസ്സിലാക്കാനും നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഴുതാനും പറ്റും. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ 7 മാർക്കിന് ചോദിക്കാം, ചാൻസ് കുറവാണ്. ഒരു 3 മാർക്കിനായിരിക്കും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് നന്നാവുക. ഓക്കെ, എങ്കിലും ചിലപ്പോൾ 7 മാർക്കിന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പഠിച്ചു വെക്കുക. ഓർത്ത് വെക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ പോലെ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇഫ് ദ എൻജിൻ റൺസ് അറ്റ് കോൺസ്റ്റൻറ്റ് ഫ്യൂൽ ഫീഡ്, the speed will increase when the load on the engine reduces and it will reduce when the load increases. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ എൻജിനിലേക്കുള്ള ഫ്യൂവലിൻ്റെ അളവ് നമ്മളൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ എൻജിൻ്റെ ലോഡ് കുറഞ്ഞ എന്തായിരിക്കും, നമ്മുടെ എൻജിൻ്റെ സ്പീഡ് വല്ലാണ്ട് ഇൻക്രീസ് ചെയ്യാനും നേരെ തിരിച്ചും സംഭവിക്കും. അതായത് നമ്മൾ എൻജിനിൻ്റെ ലോഡ് ഇൻക്രീസ് ചെയ്താൽ എന്ത് ചെയ്യും, നമ്മുടെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള, എൻജിൻ്റെ സ്പീഡ് റെഡ്യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് ശരിക്കും പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു മെക്കാനിസമാണ് ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ. പിന്നെ ഫസ്റ്റ് എന്താണ് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് നോക്കാം. ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് സിസ്റ്റം എന്ന് പറയുന്നതാണ്. ഹിറ്റ് ആൻഡ് മിസ് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഒരു ആൾട്ടർനേറ്റിംഗ് ആയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ എൻജിനകത്തേക്കുള്ള ഫ്യൂവൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്ന സിസ്റ്റമാണ്. ഒരു പ്രോപ്പർ ഇൻ്റർവെല്ലിൽ എൻജിനകത്തേക്കുള്ള ഫ്യൂവൽ സപ്ലൈ കട്ട് ഓഫ് ചെയ്യുന്ന സിസ്റ്റമാണ് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് ഇവിടെ നോക്കുക, ഇൻ ദിസ് ടൈപ്പ് ദ സപ്ലൈ ഓഫ് ഫ്യൂവൽ ഈസ് സ്റ്റോപ്ഡ് ഫോർ 1 or more സൈക്കിൾ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ എൻജിൻ ഇൻക്രീസസ്. അതായത് എൻജിൻ്റെ സ്പീഡ് ഒരുപാട് കൂടുമ്പോൾ എന്ത് ചെയ്യണം, നമുക്ക് എൻജിൻ്റെ സ്പീഡ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, അതിൻ്റെ സ്പീഡ് കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കണം എന്താ ചെയ്യേണ്ടി വരിക, നമുക്ക് കുറയ്ക്കണം എന്ത് ചെയ്യുക, നമ്മൾ എൻജിനിലേക്ക് ഫ്യൂവലിൻ്റെ സപ്ലൈ കട്ട് ചെയ്യുക. അപ്പോൾ എന്തായിരിക്കും, എൻജിൻ ഓഫ് ആവുന്നൊരു ടെൻഡൻസിയാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ എൻജിൻ്റെ പവർ ഡെവലപ്പ് ചെയ്യുന്ന സംഭവം എന്ത് ചെയ്യും, അല്ലെങ്കിൽ പവർ ഡെവലപ്പ് ചെയ്യുന്ന ഒരു എഫക്റ്റ് എന്ത് ചെയ്യും, അവിടെ ഉണ്ടാവാതിരിക്കുകയും അങ്ങനെ എൻജിൻ്റെ സ്പീഡ് കുറയുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ആ സിസ്റ്റമാണ് നമ്മൾ ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ് എന്താ മനസ്സിലായിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് സപ്ലൈ ഓഫ് ഫ്യൂവൽ കട്ട് ചെയ്യുക, അത് എൻജിൻ്റെ സ്പീഡ് കുറയ്ക്കുന്ന സിസ്റ്റമാണ് ഹിറ്റ് ആൻഡ് മിസ് ഗവേണിംഗ്. ഓക്കെ, അത് ശരിക്കും സ്മോൾ എൻജിൻസിലൊക്കെ അത് സ്യൂട്ടബിളായിട്ട് വരുന്നുണ്ടായിരിക്കുള്ളൂ. അതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ള മെത്തഡാണുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ അടുത്താണ് ക്വാളിറ്റി ഗവേണിങ്ങും ക്വാണ്ടിറ്റി ഗവേണിങ്ങും. ഓക്കെ, പുറത്ത് വെക്കേണ്ട പ്രധാനമായിട്ട് 2 പോയിൻറ്റ്. ക്വാളിറ്റി ഗവേണിങ് ചെയ്യുന്നത് നമ്മുടെ ഡീസൽ എഞ്ചിൻ്റെ കേസിലും ക്വാണ്ടിറ്റി ഗവേണിങ് ചെയ്യുന്നത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണ്. ഓക്കെ, ക്വാളിറ്റി ഗവേണിങ് ചെയ്യുന്നത് ഡീസൽ എഞ്ചിൻ്റെ കേസിലും ക്വാണ്ടിറ്റി ഗവേണിങ് ചെയ്യുന്നത് നമ്മുടെ പെട്രോൾ എഞ്ചിൻ്റെ കേസിലാണ്. അപ്പോൾ നമുക്കറിയാം, ഡീസൽ എഞ്ചിൻ്റെ കേസിൽ നമുക്കറിയാം നമ്മുടെ അവിടെ സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കില്ല, അവിടെ ഫ്യൂൽ ഇഞ്ചക്ടർ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതായത് നേരത്തെ നമ്മൾ ഐ സി എഞ്ചിനെ വർക്ക് ചെയ്യാൻ പറഞ്ഞ സമയത്ത് സക്ഷൻ സ്ട്രോക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സ്ട്രോക്ക് സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സറായിരുന്നു പെട്രോൾ എഞ്ചിനകത്തേക്ക് എൻ്റർ ആവുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനാകുമ്പോൾ എന്തായിരിക്കും, എയർ ഫ്യൂൽ മിക്സറിന് പകരം എയർ മാത്രമേ എന്തേ ഉള്ളൂ സക്ഷൻ സ്ട്രോക്കിൽ എൻ്റർ ആവുകയുള്ളൂ. പിന്നെ കംപ്രഷൻ സ്ട്രോക്കിൽ എന്തെങ്കിലും ആ എയറിനെ കംപ്രസ് ചെയ്യും. പിന്നെ കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിൽ എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂവലിനെയാണ് നമ്മൾ അതിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെ ആ ഒരു കംപ്രഷൻ നടക്കുന്നുണ്ടായിരിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ എയറിൻ്റെ അളവ് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. ഓക്കെ, എഞ്ചിനകത്തേക്കുള്ള എയറിൻ്റെ അളവ് എന്ത് ചെയ്യും, അത് കോൺസ്റ്റൻ്റ് ആക്കി വെക്കും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഡീസലിൻ്റെ അളവ് വാരി ചെയ്യും. ഓക്കെ, അപ്പോൾ ഡീസലിൻ്റെ അളവ് വാരി ചെയ്യുമ്പോൾ എന്തായിരിക്കും, ആ ഒരു എയർ ഫ്യൂൽ മിക്സറിൻ്റെ ആ ഒരു റേഷ്യോ മാറും. ഓക്കെ, അല്ലെങ്കിൽ ആ ഒരു എയർ ഫ്യൂൽ മിക്സറിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. എയർ കോൺസ്റ്റൻ്റ് ആക്കി വെക്കും, എന്നാൽ എയറിലേക്ക് മിക്സ് ചെയ്യുന്ന ഡീസലിൻ്റെ അളവിൽ മാറ്റം വരുത്തും. അങ്ങനെ ചെയ്യുന്ന ഗവേണിംഗ് ആണ് ക്വാളിറ്റി ഗവേണിംഗ്. ഓക്കെ, അതായത് എയറിനകത്തേക്ക് കുറച്ച് ഡീസൽ കൊടുത്താൽ എന്തായിരിക്കും, കുറഞ്ഞ ക്വാളിറ്റി ആ ഒരു മിക്സർ ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ കുറഞ്ഞ സ്പീഡിൽ കുറഞ്ഞ പവർ ജനറേഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ എൻജിൻ കുറഞ്ഞ RPM അല്ലെങ്കിൽ കുറഞ്ഞ സ്പീഡിൽ എന്ത് ചെയ്യുള്ളൂ, എൻജിൻ റൺ ചെയ്യുള്ളൂ. ഇനി നമുക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, സെയിം പ്രൊപ്പോർഷനിലുള്ള സെയിം അളവിലുള്ള എയറിലേക്ക്
ഡീസലിൻ്റെ അളവ് കൂട്ടും. അപ്പോൾ എന്താകും, അവിടെ എയർ ഫ്യൂൽ മിക്സറിൻ്റെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മിക്സറിൻ്റെ പ്രൊപ്പോർഷൻ കൂടുമ്പോൾ എന്തായിരിക്കും, അല്ലെങ്കിൽ മിക്സറിൻ്റെ ആ ഒരു റേഷ്യോയിൽ മാറ്റം വരുമ്പം മിക്സറിൻ്റെ സ്ട്രെങ്ത്ത് കൂടുമ്പോൾ എന്തായിരിക്കും, നമുക്ക് എഞ്ചിൻ്റെ സ്പീഡ് അല്ലെങ്കിൽ RPM നമുക്ക് ഇൻക്രീസ് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ക്വാളിറ്റി ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതായത് ഇതിപ്പോൾ എഞ്ചിനാണെങ്കിൽ എഞ്ചിനകത്തേക്ക് കൊടുക്കുന്ന എയർ കോൺസ്റ്റൻ്റ്, അതിൽ വ്യത്യാസം വരുന്നില്ല. അതിലേക്ക് കൊടുക്കുന്ന ഡീസൽ എന്ത് ചെയ്യണം, ഡീസലിൻ്റെ അളവിൽ വാരി ചെയ്യും. അതാണ് നമ്മുടെ ക്വാളിറ്റി ഗവേണിംഗ്. ഇനി നേരെ തിരിച്ചല്ല, ഇനി അടുത്ത മെക്കാനിസം പറഞ്ഞാൽ ക്വാണ്ടിറ്റി ഗവേണിംഗ് ആണ്. ക്വാണ്ടിറ്റി ഗവേണിംഗ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയിലാണ് മാറ്റം വരുത്തുക. അപ്പോൾ എന്താണ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ, അത് നമ്മൾ പെട്രോൾ എഞ്ചിൻ കേസിലാണ് ക്വാണ്ടിറ്റി ഗവേണിംഗ്. അതായത് നമുക്കറിയാം എയർ ഫ്യൂൽ മിക്സർ ഉണ്ടല്ലേ, പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ നമ്മൾ എയർ ഫ്യൂൽ മിക്സറാണ് നമ്മൾ എഞ്ചിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ എയർ ഫ്യൂൽ മിക്സറിൻ്റെ അളവ് എന്ത് ചെയ്യുക, എഞ്ചിനിലേക്ക് കൊടുക്കുന്ന എയർ ഫ്യൂൽ മിക്സറിൻ്റെ അളവിൽ എന്ത് ചെയ്യുക, വേരിയേഷൻ വരുത്തുക. എയർ ഫ്യൂൽ മിക്സറിൻ്റെ അളവിൽ വേരിയേഷൻ വരുത്തുക. അതായത് രണ്ടും ഒരേ റേഷ്യോയിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുക. ആ ടോട്ടൽ എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യുക, ഇവിടേക്ക് കൊടുക്കുമ്പോൾ കുറഞ്ഞ അളവ് കൊടുക്കുമ്പോൾ കുറഞ്ഞ സ്പീഡിലായിരിക്കും എൻജിൻ റൺ ചെയ്യുന്നുണ്ടായിരിക്കുക, കൂടുതൽ അളവ് കൊടുക്കുമ്പോൾ കൂടുതൽ സ്പീഡിലായിരിക്കും എൻജിൻ റൺ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ എയർ ഫ്യൂൽ മിക്സറിൻ്റെ മൊത്തം അളവിനെയാണ് എഞ്ചിനകത്തേക്ക് കൊടുക്കുന്ന കൺട്രോൾ ചെയ്യുന്നത്. അത് നമ്മുടെ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ മൊത്തം ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. മൊത്തം എയർ ഫ്യൂൽ മിക്സറിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. സോ അത് ക്വാണ്ടിറ്റിക്ക് വേണം. നമ്മൾ ഡീസൽ എഞ്ചിൻ്റെ കേസിൽ എന്താണ്, അവിടെ ക്വാളിറ്റിയിൽ മാറ്റം വരുത്തുന്നത്. എങ്ങനെ ക്വാളിറ്റി മാറ്റം വരുന്നത്, എയർ കോൺസ്റ്റൻറ്റ്, അതിലേക്ക് കൊടുക്കുന്ന ഫ്യൂവൽ എന്ത് ചെയ്യണം, ഡീസൽ എന്ത് ചെയ്യണം, നമ്മൾ വാരി ചെയ്യിക്കുകയാണ്. ഇത് മാത്രം മാറ്റം വരുത്തിയിട്ട് കൊടുക്കുമ്പോൾ എന്തായിരിക്കും, ഇത് മാറ്റം വരുത്തുമ്പോൾ മൊത്തം ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ എഞ്ചിനിലേക്ക് കൊടുക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി മാറുമ്പോഴാണ് അവിടെ ഗവേണിംഗ് സംഭവിക്കുന്നത്. എന്നാൽ ക്വാണ്ടിറ്റി ഗവേണിങ്ങിൽ എയറും ഫ്യൂവലും എന്താണ് പ്രോപ്പർ ഒരു ഫിക്സഡ് റേഷ്യോയിലാണുള്ളത്. അത് എൻജിനിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഈ മൊത്തം അളവിൽ എന്ത് ചെയ്യാണ്, ഈ അളവ് എത്ര ഇങ്ങോട്ട് കൊടുക്കുന്നോ ആ അളവ് മൊത്തം എയർ ഫ്യൂൽ റേഷ്യോ എന്ത് ചെയ്യണം, മാറ്റം വരുത്തുമ്പോഴാണ് അവിടെ ഗവേണിംഗ് സംഭവിക്കുന്നത്. നമ്മുടെ ക്വാണ്ടിറ്റി ഗവേണിംഗ്. പിന്നെ ലാസ്റ്റ് വരുന്ന കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ ക്വാണ്ടിറ്റി ഗവേണിങ്ങും ക്വാളിറ്റി ഗവേണിങ്ങും നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് കമ്പൈൻഡ് മെത്തേഡ്. ജസ്റ്റ് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഗവേണിംഗ് മെത്തേഡ്സ്. അതായത് അവിടെ എയർ ഫ്യൂൽ മിക്സറിലും മാറ്റം വരുത്തും, ആ എയർ ഫ്യൂൽ മിക്സറിൽ മാറ്റം വരുത്തിയത് നമ്മൾ എഞ്ചിനകത്തേക്ക് കൊടുക്കുമ്പോഴും മാറ്റം വരുത്തും. അതാണ് കമ്പൈൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു 5 മിനിറ്റിനെ കൊണ്ട് 4 മനസ്സിലാക്കാൻ പറ്റും. ഹിറ്റ് ആൻഡ് മിസ് പറയുമ്പോൾ അതിൻ്റെ പേര് പോലെ നമുക്ക് ഹിറ്റ് ആൻഡ് മിസ്സായി പോകാൻ കട്ട് ഓഫ് ചെയ്യണം. ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, സപ്ലൈ ഓഫ് ഫ്യൂവൽ കട്ട് ഓഫ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവിടെ എന്താണ് അവിടെ നമുക്ക് ഗവേണിംഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത് വരുന്നത് നമ്മുടെ ഫ്യൂവൽ സിസ്റ്റംസ് ഇൻ IC എഞ്ചിൻസ് ആണ്. അത് പെട്രോൾ എഞ്ചിനിലും വരുന്നുണ്ട്, ഡീസൽ എഞ്ചിനിലും വരുന്നുണ്ട്. അതായത് ഫ്യൂവൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് നമ്മുടെ എഞ്ചിനകത്തേക്ക് നമുക്കറിയാം ഫ്യൂവൽ കൊടുക്കണം. അപ്പോൾ എഞ്ചിനകത്തേക്ക് ഫ്യൂവൽ കൊടുക്കുമ്പോൾ ആ ഫ്യൂവലിൻ്റെ ആ ഒരു ഫ്ലോ ഏതൊക്കെ വഴി കൂടെയാണ് ഫ്യൂവൽ വരുന്നത് നമുക്കറിയാം. ഫ്യൂവൽ ടാങ്കിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ആ ഫ്യൂവൽ ടാങ്കിൽ നമ്മൾ എഞ്ചിനകത്തേക്ക് വരുന്ന സമയത്ത് ഇതിനിടയ്ക്കുള്ള ആ സിസ്റ്റത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇടയ്ക്കാണ് നമ്മുടെ ഫ്യൂവൽ പമ്പ് ഉണ്ടായിരിക്കും, ഫ്യൂവൽ ഫിൽറ്റേഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ അതിനിടയ്ക്ക് കാർബറേറ്റർ വരുന്നുണ്ട്, അത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മുടെ ഫ്യൂവൽ സിസ്റ്റത്തിൽ വരുന്നുണ്ടായിരിക്കുക. ഒന്ന് നോക്കാം. അതാണ് നമ്മുടെ ഫ്യൂവൽ സിസ്റ്റത്തിൻ്റെ ആ ഒരു ഡയഗ്രമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ കാണുന്ന പോലെ നമുക്ക് അറിയുന്ന പോലെ ഫ്യൂവൽ ടാങ്ക് ഉണ്ട്. ആ ഫ്യൂവൽ ടാങ്ക് എന്ത് ചെയ്യും, നമ്മൾ ഫ്യൂവൽ ഫിൽറ്റർ വഴി ഫിൽറ്റർ ചെയ്തുകൊണ്ട് ഫ്യൂവൽ പമ്പ് എന്ത് ചെയ്യും, പമ്പ് ചെയ്യും. എവിടേക്കാണ് പമ്പ് ചെയ്യുന്നത്, നമ്മുടെ കാർബറേറ്ററിനകത്തേക്കാണ് പമ്പ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം കാർബറേറ്റർ വെച്ച് നമുക്കറിയാം എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യണമെങ്കിൽ നമുക്കവിടെ എയറിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എയറിനെ നമ്മൾ പുറത്ത് അറ്റ്മോസ്ഫിയറിക് എയറാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്. അത് എയർ ഫിൽറ്റർ വെച്ചായിരിക്കും എടുക്കുന്നത്. കാരണം നമുക്ക് എയറിലെ ഇമ്പ്യൂരിറ്റീസിനൊക്കെ നമുക്ക് ഒഴിവാക്കാൻ എയർ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഫിൽറ്റർ എയർ കാർബറേറ്ററിലേക്ക് പോകും. ഇവിടെ വെച്ച് എന്ത് ചെയ്യും, പ്രോപ്പർ റേഷ്യോയിൽ ഫ്യൂവലും എയറും മിക്സ് ചെയ്യും. ആ എയർ ഫ്യൂവൽ മിക്സറാണ് എന്ത് ചെയ്യുന്നത്, പിന്നെ എഞ്ചിനകത്തേക്ക് കൊടുക്കുന്നതാണ് എഞ്ചിൻ സിലിണ്ടറിൻ്റെ ഭാഗം കാണിച്ചുള്ളത്. പിസ്റ്റണും ഇത് കണക്റ്റഡ് റോഡും അത് നമ്മുടെ അത് ക്രാങ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന പാത്താണ് കാണിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ടുള്ള ഫിഗർ എന്തെങ്കിലും കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റ് ആയി തോന്നേണ്ട ആവശ്യമില്ല. മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ പമ്പ് ചെയ്യാനുള്ള പമ്പ് ഉണ്ടായിരിക്കും. ഇടയ്ക്കൊരു ഫ്യൂവൽ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഫിൽറ്റർ ചെയ്യാനായിട്ട് അത് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യും. അതിലേക്ക് എയർ കൊടുക്കണം. എന്ത് എയറിനെ ഫിൽറ്റർ ചെയ്യിക്കണം. എയർ ഫിൽറ്ററാണ് എയറിന്. ആ എയർ ഫ്യൂവൽ മിക്സറാണ് നമ്മൾ നേരെ കൊടുക്കുന്നത് എഞ്ചിനകത്തേക്കാണ്. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഫ്യൂവൽ ടാങ്കിനെ കുറിച്ചും പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചിലപ്പോൾ സ്റ്റീൽ കൊണ്ടോ അലുമിനിയം അലോയ് ഷീറ്റ് കൊണ്ടോ ആയിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുക. പിന്നെ അതിൻ്റെ
ഫംഗ്ഷനും അതിൻ്റെ ആവശ്യമൊക്കെ നമുക്കറിയാം. ജസ്റ്റ് നിങ്ങൾ വായിച്ച് നോക്കുക, സമയം കളയുന്നില്ല, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. പിന്നെ ഫ്യൂവൽ ഫിൽറ്റർ എന്ന് പറയുന്നത് നമുക്കറിയാം, ഫ്യൂവലിനെ ഫിൽറ്റർ ചെയ്യാനുള്ള സിസ്റ്റം ആയിരിക്കും. അതൊന്നും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക, പോയിൻറ്റ്സ് നോക്കുക. ഫ്യൂവൽ ഫിൽറ്ററിൽ നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്യൂവലിനെ ഫിൽറ്റർ ചെയ്യാനുള്ള സംഭവമാണ് മനസ്സിലാക്കുക. പിന്നെ വരുന്നത് ഫ്യൂവൽ പമ്പാണ്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം വരുന്നുണ്ട്, AC മെക്കാനിക്കൽ പമ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഫ്യൂവലിനെ പമ്പ് ചെയ്യാനുള്ള മെക്കാനിസമാണ് ഫ്യൂവൽ പമ്പ്. അതായത് നമുക്ക് ടാങ്കിലെ ഫ്യൂവലിനെ എന്ത് ചെയ്യണം, എഞ്ചിനിലേക്ക് എത്തിക്കണം. എന്ത് വേണം, നമുക്ക് ഫ്യൂവലിനെ പമ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് അതിനുള്ള AC മെക്കാനിക്കൽ പമ്പ് വരുന്നത്. ഇതാണ് നമ്മുടെ AC മെക്കാനിക്കൽ പമ്പിൻ്റെ ഒരു ഡയഗ്രം എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ള വർക്കിംഗ് ആണ്. ഒരു റെസിപ്രോക്കേറ്റിംഗ് ആക്ഷനിൽ സംഭവിക്കുന്ന നമ്മുടെ ആ ഒരു സിലിണ്ടറിനകത്ത് ഉണ്ടാകുന്ന വാക്യൂം ക്രിയേറ്റ് ആയിട്ട് സംഭവിക്കുന്ന, സാധാരണ നമ്മുടെ എഞ്ചിനകത്തും ഒക്കെ സംഭവിക്കുന്ന ഒരു ചെറിയൊരു മെക്കാനിസം അവിടെ കാണിച്ചുള്ളത്. നമ്മുടെ റെസിപ്രോക്കേറ്റിംഗ് പമ്പൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ നോക്കുക. ഇവിടെ ജസ്റ്റ് ഒരു ഫിൽട്ടർ അല്ലെങ്കിൽ സ്ട്രെയിനർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഫ്യൂവൽ ഇൻലെറ്റ് വരുന്ന ഭാഗമാണ്. ഇതുവഴി ഇങ്ങനെയാണ് കയറി വരിക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഫ്യൂവൽ കയറി വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് പമ്പിങ് ആക്ഷൻ നടക്കുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ഡയഫ്രം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ മേലെ ഒരു റോഡ്, ഒരു പുൾ റോഡും കൊടുത്തിട്ടുണ്ട്. ഒരു സ്പ്രിങ്ങിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പുൾ റോഡിനെ അങ്ങോട്ട് ഒരു പിവോട്ടിലേക്ക് കണ്ടു വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു റോക്കർ ആം എന്ന് പറയുന്ന ഒരു കർവ് ഷേപ്പുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു എസെൻട്രിക് ഷേപ്പിലുള്ള ക്യാമാണ്. ഓക്കെ, അപ്പോൾ ഈ ക്യാമൊക്കെ വർക്ക് ചെയ്യുന്നത് നമ്മൾ ക്യാം ഷാഫ്റ്റിലെ പവർ അല്ലെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റിലെ പവർ വെച്ചാണ് നമ്മൾ ക്യാമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക, എസെൻട്രിക് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് ഈ ഭാഗം എന്ത് ചെയ്യുമ്പോൾ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് എസെൻട്രിക് ആയത് കാരണം എന്തായിരിക്കും, ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഈ സാധനത്തിൻ്റെ മേലേക്ക് കോൺടാക്റ്റ് വരും, അല്ലെങ്കിൽ ഈ റോക്കറാമിൻ്റെ മേലേക്ക് കോൺടാക്റ്റ് വരുമ്പോൾ റോക്കറാമ് ചിലപ്പം താഴേക്കും മേലേക്കും പോകാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ആ റോക്കറാമ് താഴേക്കും മേലേക്കും പോകുമ്പോൾ എന്ത് ചെയ്യും, അത് ഈ പിവോട്ടിൽ ആ മോഷൻ കിട്ടുകയും ആ മോശം കാരണം എന്ത് ചെയ്യും, ഈ ഒരു പുൾ റോഡിനെ താഴേക്കും മേലേക്കും പുഷ് ചെയ്യുന്ന ഒരു എഫക്റ്റ് ഉണ്ടാക്കുന്ന ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സാധാരണ റെസിപ്രോക്കേറ്റിംഗ് എന്താണ് കംപ്രസറോ റെസിപ്രോക്കേറ്റിംഗ് എന്താണ് പമ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ ഈ ഡയഫ്രം താഴേക്ക് വരുമ്പോൾ എന്തായിരിക്കും, ഈ ഒരു ഏരിയയിൽ പ്രഷർ കുറയുകയും ആ സമയത്ത് ഈ വാൾവ് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യും, ഫ്യൂവൽ ഇങ്ങോട്ട് കയറി വരികയും അടുത്ത റൊട്ടേഷൻ ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, സെയിം താഴേക്ക് പോയുള്ള സെയിം മോഷൻ എന്ത് ചെയ്യും, മേലേക്ക് വരുമ്പോൾ ഈ വാൾവ് ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആവുകയും ഈ എക്സോസ്റ്റ് വാൾവ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും എൻ്റർ ചെയ്തുള്ളതിനകത്ത് എൻ്റർ ചെയ്തുള്ള ഫ്യൂവൽ എന്ത് ചെയ്യും, ഇതുവഴി ഫിൽറ്റർ വഴി പുറത്തേക്ക് എടുക്കാനും പറ്റും, അല്ലെങ്കിൽ നമുക്ക് കാർബറേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാനും പറ്റും. ഇതാണ് നമ്മുടെ AC മെക്കാനിക്കൽ ഫിൽ പമ്പിന് വർക്ക് എന്ന് പറഞ്ഞാൽ. ഈസിയുള്ള കാര്യമാണ്. ജസ്റ്റ് ഈ ഒരു ഡയഫ്രത്തെ താഴോട്ടും മേലോട്ടും നീക്കുന്ന സമയത്ത് ഇതിനകത്ത് വാക്യൂം ക്രിയേറ്റ് ആവുകയും ഇതുമൂലം പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്യൂവൽ കയറി വരികയും പിന്നെ അടുത്ത സൈക്കിളിൽ ഇത് മേലേക്ക് പുഷ് ചെയ്യുമ്പോൾ നമ്മുടെ ഇൻലെറ്റ് വാൾവ് ക്ലോസ് ആവുകയും ഔട്ട്ലെറ്റ് വാൾവ് ഓപ്പൺ ആവുകയും അത് ഇതുവഴി എന്ത് ചെയ്യും, കാർബറേറ്ററിലേക്ക് പോവുകയും ചെയ്യും. അതിനിടയ്ക്ക് ഒരു ഫിൽറ്ററിൻ്റെ എലമെൻറ്റ് സ്ട്രെയിനർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്യൂവലിനെ വീണ്ടും ക്ലീൻ ചെയ്യാനുള്ള ഡെഡ് പാർട്ടിക്കിൾസ് റിമൂവ് ചെയ്യാനുള്ള ഭാഗമാണ് സ്ട്രെയിനർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കയറി ഇതിനകത്തേക്ക് ഇൻലെറ്റ് ആവുന്നത്. ഇതുവഴി നമ്മുടെ കാർബറേറ്ററിലേക്കാണ് പോകുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് 7 മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ പ്രധാനമായിട്ട് ഭാഗങ്ങൾ ഓർക്കുക, സക്ഷൻ വാൾവ് ഉണ്ട്, ഇത് ഇൻലെറ്റ് പോർഷനാണ്, ഇൻലെറ്റ് എന്ന് പറയാൻ പറ്റും. പിന്നെ പുൾ റോഡ് ഉണ്ട്, ഡയഫ്രം ഉണ്ട്, ഇത് ഡയഫ്രമാണ്. റോക്കറാമ്, പിവോട്ട്, എസെൻട്രിക് ക്യാം, എൻജിൻ ക്യാം ഷാഫ്റ്റാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. പിന്നെ ഇത് നമ്മുടെ ഔട്ട്ലെറ്റ് വാൾവ്, പ്രഷർ വാൾവ് എന്ന് പറയാം. സ്ട്രെയിനർ ഉണ്ട്. പിന്നെ ഫ്യൂവൽ പോകുന്നത് കാർബറേറ്ററിലേക്കാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ വർക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഫിഗർ വരയ്ക്കുക. അല്ല ഇന്ന പാർട്സ് ഉണ്ട്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഇത്ര പാർട്സുകൾ ഉണ്ടെന്ന് പറയാം. ശേഷം അതിൻ്റെ വർക്കിംഗ് പറയാം. ഇതിന് നമുക്ക് 1.5 പേജ് എഴുതാൻ പറ്റും. ഈസിയായിട്ട് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, പിന്നെ വർക്കിംഗ് ഒക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, വായിച്ച് നോക്കുക കേട്ടോ. ഞാൻ വീണ്ടും ഇനി ഓരോ സെൻറ്റൻസും വായിച്ച് പറയേണ്ട ആവശ്യമില്ല, കാരണം ഞാൻ ഓൾറെഡി എൻ്റെ വർക്കിംഗ് പറഞ്ഞു. നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. പിന്നെ ഇവിടെ എയർ ക്ലീനർ പറഞ്ഞിട്ടുണ്ട്. എയർ ക്ലീനർ എന്ന് പറഞ്ഞാൽ എന്താണ്, ജസ്റ്റ് നമ്മുടെ എയറിനെ ക്ലീൻ ചെയ്യുക. നമ്മുടെ എയർ ഫിൽറ്ററാണ് എയർ ക്ലീനർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എയറിനെ ക്ലീൻ ചെയ്ത ഡെഡ് പാർട്ടിക്കിൾസ് ഇല്ലാത്ത എയറാണ് നമ്മൾ കാർബറേറ്ററിലേക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എഞ്ചിനകത്തേക്ക് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്തായിരിക്കും, ഡെഡ് പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ എഞ്ചിൻ്റെ വാറണ്ടി ഇയർ കൂടാനുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് ഇല്ലാതാക്കാനുള്ള ഒരു സിസ്റ്റമാണ് എയർ ക്ലീനർ അല്ലെങ്കിൽ എയർ ഫിൽറ്റർ എന്നൊക്കെ പറയുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് പോയിൻറ്റ്സ് വായിച്ച് നോക്കുക. വേണമെങ്കിൽ നമുക്ക് 1 മാർക്ക് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം എന്താണ് എയർ ക്ലീനർ അല്ലെങ്കിൽ എന്താണ് എയർ ഫിൽറ്ററിൻ്റെ ഫംഗ്ഷൻ എന്നുള്ളത്.
ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനി ഇതിൽ വരുന്ന അടുത്ത ഓക്കെ, നമുക്കിനി നമ്മുടെ ഈ ഒരു ഫ്യൂൽ സിസ്റ്റത്തിൽ വരുന്ന അടുത്തൊരാളെന്ന് പറഞ്ഞാൽ കാർബറേറ്ററാണ് അല്ലേ. നമ്മൾ എയർ ഫിൽറ്റർ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി, പിന്നെ ഫ്യൂൽ പമ്പ് പറഞ്ഞു, അതിൽ AC മെക്കാനിക്കൽ പമ്പ് പഠിച്ചു വെക്കുക. അടുത്ത വരുന്ന പ്രധാനപ്പെട്ട ഭാഗമാണ് കാർബറേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാർബറേറ്ററിൻ്റെ സിമ്പിൾ കാർബറേറ്ററാണ് നമുക്ക് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ സാധാരണ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫിഗർ വരയ്ക്കാനും അതിൻ്റെ വർക്കിങ്ങും കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ കാർബറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി നമുക്കറിയാം, നമ്മുടെ എഞ്ചിനകത്തേക്ക് കറക്റ്റ് അളവിൽ എയർ ഫ്യൂൽ മിക്സറിന് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാർബറേറ്ററിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 1 മാർക്കിന് അതിൻ്റെ ഫംഗ്ഷൻ ചോദിക്കാം, അല്ലെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 7 മാർക്കിന് എന്താ ചെയ്യുക, അതിൻ്റെ മൊത്തം വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാം, സിമ്പിൾ കാർബറേറ്ററിൻ്റെ മൊത്തം വർക്കിംഗ് പ്രിൻസിപ്പിൾ ചോദിക്കാം. അവിടെ ഓർത്ത് വെക്കേണ്ടത് ഈ ഒരു ഫിഗറാണ്. ജസ്റ്റ് വരയ്ക്കാൻ പഠിച്ചു വെക്കാം. ഇത് ഒറ്റയടിക്ക് ഇപ്പോൾ ആദ്യമായിട്ട് കാണുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയി തോന്നും, പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്യൂവലിന് കാർബറേറ്ററിൻ്റെ അകത്ത് ചെറിയൊരു ചാമ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൻ്റെ പേരാണ് ഫ്ലോട്ട് ചാമ്പർ. അതാണ് നമ്മുടെ ഫ്ലോട്ട് ചാമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലോട്ട് ചാമ്പറാണത്. അപ്പോൾ നമ്മൾ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് വരുന്ന ഫ്യൂവൽ ഇതുവഴിയാണ് ഇതിനകത്തേക്ക് കയറുന്നുണ്ടായിരിക്കുക. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു വാൾവാണ് ഫ്ലോട്ട് വാൾവ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളെ ഫ്ലോട്ട് വാൾവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതായിരിക്കും. അതായത് ഇതിൻ്റെ അകത്ത് ഈ ലിക്വിഡ് ലെവൽ അല്ലെങ്കിൽ ഫ്യൂവൽ ലെവൽ കൂടുമ്പോൾ ഫ്ലോട്ട് മേലേക്ക് പോവുകയും അതനുസരിച്ച് എന്ത് ചെയ്യും, ഈ വാൾവ് ക്ലോസ് ആവുകയും അല്ലെങ്കിൽ താഴോട്ട് വരുമ്പോൾ ആ വാൾവ് ഓപ്പൺ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഫ്ലോട്ട് വാൾവിൻ്റെ മെക്കാനിസം നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഓക്കെ, പിന്നെ വരുന്നത് ഈ ഫ്ലോട്ട് ചാമ്പർ. നമ്മുടെ ഫ്ലോട്ട് ചാമ്പർ പറഞ്ഞു. ഈ ഫ്ലോട്ട് ചാമ്പർ നമുക്ക് എന്ത് ചെയ്യണം, എയറിനെയും ഫ്യൂവലിനെയും മിക്സ് ചെയ്യിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ ഒരു പാസേജ് കാണുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരു ഏരിയ കുറഞ്ഞൊരു ഭാഗം ഇങ്ങനെ വരുന്നുണ്ട്. നമ്മൾ വെഞ്ചുറിമീറ്ററൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ വെഞ്ചുറിമീറ്ററിലൊക്കെ ഉള്ള പോലെ ഒരു ഏരിയ കുറഞ്ഞ് ഇങ്ങനെ ഡൈവേർജായി കൺവേർജ് ആവുന്നൊരു ഭാഗം ഉണ്ടായിരിക്കും. അതുപോലെ ഇവിടെ നോക്കുക, ഇവിടെ ഒരു വാൾവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരാണ് പ്രധാനപ്പെട്ട വാൾവാണ് ത്രോട്ടിൽ വാൾവ് എന്ന് പറഞ്ഞാൽ. ത്രോട്ടിൽ വാൾവാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വണ്ടീൻ്റെയൊക്കെ ആക്സിലേറ്റർ പ്രസ് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആക്സിലേറ്റർ നമ്മൾ സ്കൂട്ടറിൻ്റെ ഒക്കെ നമ്മൾ ആക്സിലേറ്റർ തിരിക്കുന്ന സമയത്ത് ഈ വാൾവിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ ത്രോട്ടിൽ വാൾവിനാണ് നമ്മൾ കൺട്രോൾ ചെയ്യുക. ഓക്കെ, അവിടെ കാണിച്ച പോലെ ഇവിടെ ഫുട് ബോട്ടിൽ കാണിച്ചത് നമ്മളിത് പ്രസ് ചെയ്യുന്ന സമയത്ത് ആക്സിലേറ്ററാണ് ഉദ്ദേശിക്കുന്നത്. പ്രസ് ചെയ്യുമ്പോൾ വാൾവ് കൂടുതൽ ഓപ്പൺ ആവുകയും ക്ലോസ് ആവുകയും ചെയ്യുന്ന അർത്ഥം കൂടുതൽ എയർ ഫ്യൂൽ മിക്സർ എന്ത് ചെയ്യും, എഞ്ചിനകത്തേക്ക് പോകാനും കുറയ്ക്കാനും അല്ലെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഈ വെഞ്ചുറി ഏരിയയിലേക്ക് നമുക്ക് എയറിനെ മിക്സ് ചെയ്യണം. ഫ്യൂവലിൻ്റെ കൂടെ നമുക്ക് എയറിനെ മിക്സ് ചെയ്യണം. അപ്പോൾ അവിടെ ഒരു ചോക്ക് വാൾവ് കൊടുത്തിട്ടുണ്ട്. ഇതിലാണ് ഈ വാൾവിൻ്റെ ഈ ഭാഗത്തുകൂടെ എന്ത് ചെയ്യുന്നത്, എയർ എൻ്റർ ആവുന്നത്. ഓക്കെ, എയർ എൻ്റർ ആവുന്നതായിരിക്കും അതുവഴിയായിരിക്കും. നമുക്ക് സിമ്പിൾ കാർബറേറ്ററിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ആനിമേഷൻ കണ്ടാൽ ക്ലിയർ ആവുന്നതാണ്. ഇവിടെ കാണുന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തേ ശരിക്കും എയർ എൻട്രി എന്നാണ് അവിടെ ബബിൾസായിട്ട് കാണിച്ചുള്ളത്. ഓക്കെ, ബബിൾസ് നമ്മൾ എയർ എൻട്രി എന്നാണ് കാണിച്ചുള്ളത്. അതായത് നമ്മുടെ എൻജിനിൽ നമ്മൾ എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ സക്ഷൻ സ്ട്രോക്കിൽ എന്ത് ചെയ്യും, നമ്മുടെ എൻജിനകത്ത് വാക്വം ക്രിയേറ്റ് ആകുമ്പോൾ എയറിനെ അബ്സോർബ് ചെയ്യാനുള്ള അല്ലെങ്കിൽ എയറിനെ വലിച്ചെടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. അങ്ങനെ എയർ എൻജിനകത്തേക്ക് കയറി വരുന്ന സമയത്ത് ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ വെഞ്ചുറി ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ ഏരിയ കുറഞ്ഞു വരുന്നൊരു പോർഷൻ ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും അവിടെ ഏരിയ ക്രോസ് സെക്ഷൻ കുറയുന്ന സമയത്ത് വെലോസിറ്റി കൂടാനും പ്രഷർ കുറയാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. പ്രഷർ കുറയുന്ന സമയത്താണ് നമ്മുടെ ഈ ഒരു ഫ്ലോട്ട് ചേമ്പറിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഫ്യൂവൽ എന്ത് ചെയ്യുന്നത്, മേലേക്ക് കയറി പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് ഫ്യൂവൽ കയറി വരാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവിടുന്ന് എൻ്റർ ആവുന്ന എയറിൻ്റെ കൂടെ ഇവിടുന്ന് ഫ്യൂവൽ കയറുമ്പോൾ എയർ ഫ്യൂൽ മിക്സറായിട്ട് രൂപപ്പെടുകയും ആ എയർ ഫ്യൂൽ മിക്സറാണ് പിന്നെ നമ്മുടെ എൻജിനകത്തേക്ക് എൻ്റർ ആവുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലോട്ടിൻ്റെ മെക്കാനിസം നോക്കുക. നമ്മൾ കറക്റ്റ് അതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കാനായിട്ട് നോക്കുക. ഏറ്റവും മേലെ കാണുന്ന ഭാഗം ഇത് എയർ ഫിൽറ്ററാണ്. അപ്പോൾ എയറിനെ ഫിൽറ്റർ ചെയ്തുകൊണ്ട് എയർ അറ്റ്മോസ്ഫിയറിൽ നിന്ന് എയറിനെ അകത്തേക്ക് എൻ്റർ ആക്കും. ഇവിടെ എൻജിൻ വർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടായിരിക്കും. ജസ്റ്റ് എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ വാക്വം ക്രിയേറ്റ് ആകുമ്പോഴാണ് എയർ ഫിൽറ്റർ വഴി ഇതിനകത്തേക്ക് എൻ്റർ ആവുന്നത്.
നമ്മുടെ ഫ്ലോട്ട് ചാമ്പറിനകത്തുള്ള ഫ്ലോട്ടിൻ്റെ വർക്കിംഗ് കറക്റ്റ് ഇവിടെ നോക്കുക കേട്ടോ. അവിടെ സംഭവിക്കുന്നത് നോക്കുക. ഫ്ലോട്ട് എങ്ങനെയാണ് ഓപ്പൺ ആവുന്നത്, ക്ലോസ് ആവുന്നത് നമുക്കറിയാം. ഫ്യൂവലിൻ്റെ അളവ് കുറയുമ്പോൾ ഫ്ലോട്ട് താഴേക്ക് പോകുമ്പോഴായിരിക്കും ഫ്ലോട്ട് ക്ലോസ് ഓപ്പൺ ആവുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ചോക്ക് വാൾവാണ്. എയറിൻ്റെ അളവിൽ മാറ്റം വരുത്താനുള്ള വാൾവാണ്. അവിടെ ചോക്ക് വാൾവ് ഫുള്ളായിട്ട് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മിനിമം ക്രോസ് സെക്ഷനുള്ള ഭാഗമാണ് ഏരിയ. ഇവിടേക്കാണ് നമ്മുടെ ഫ്യൂവൽ കയറി വരിക. എങ്ങനെ കയറി വരുന്നത് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഉണ്ടാവും. നമുക്കറിയാം ഏരിയ കുറയുമ്പോൾ വെലോസിറ്റി കൂടുകയും പ്രഷർ കുറയുകയും ചെയ്യും. അപ്പോൾ പ്രഷർ കുറയുമ്പോൾ ആണ് എന്ത് ചെയ്യുന്നത്, അവിടേക്ക് പ്രഷർ കുറഞ്ഞ ഭാഗത്തേക്ക് നമ്മുടെ ഫ്യൂവൽ കയറി വരാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നത്. ഓക്കെ, ആനിമേഷനിൽ കാണുന്ന പോലെ ഇപ്പോൾ ഫ്യൂവൽ കയറി വരുന്നുണ്ട്. പ്രഷർ കുറയുമ്പോൾ അവിടെ എന്ത് ചെയ്യും, എയർ ഫ്യൂവൽ മിക്സറായിട്ട് രൂപപ്പെടുകയും അല്ലെങ്കിൽ എയറുമായിട്ട് മിക്സ് ചെയ്യുകയും എയർ ഫ്യൂവൽ മിക്സർ ഉണ്ടാകുകയും ആ എയർ ഫ്യൂവൽ മിക്സറാണ് നമ്മുടെ എഞ്ചിൻ്റെ അകത്തേക്ക് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ കാർബറേറ്ററിൻ്റെ മെക്കാനിസം അല്ലെങ്കിൽ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്യൂവലിൻ്റെ അളവ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിർത്തുന്ന ആൾ നമ്മുടെ ഫ്ലോട്ട് ചാമ്പറിനകത്തുള്ള ഫ്ലോട്ട് വാൾവാണ്. ഇതാണ് നമ്മുടെ ഫ്ലോട്ട് വാൾവിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ നിന്ന് വരുന്ന ഫ്യൂവൽ ഇതിലൂടെയാണ് എൻ്റർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ ഒരു കോമൺ ആയിട്ട് സിമ്പിൾ കാർബറേറ്ററിൻ്റെ വർക്കിംഗ്. അപ്പോൾ മനസ്സിലായി വിചാരിക്കുന്നു. നമുക്കിനി ഫിഗർ നോക്കുമ്പോൾ ഇനി വായിച്ച് നോക്കുമ്പോൾ വൃത്തിയായിട്ടും ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മളതിനെ വിശദീകരിക്കേണ്ടത് എക്സാം പോയിൻ്റ് ഓഫ് ഉള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ ത്രോട്ടിൽ വാൾവാണ് നമ്മൾ ആക്സിലേറ്ററായിട്ട് കൺട്രോൾ ചെയ്യുന്ന വാൾവ്. ഇവിടെ ആലോചിച്ച് നോക്കുക, ഇവിടുന്ന് ഈ വാൾവ് കൺട്രോൾ ചെയ്യുമ്പോൾ എന്തായിരിക്കും, അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, ഒരു പ്രൊപ്പോർഷനായിരിക്കും എന്ത് ചെയ്യുക, ആ ഒരു എയർ ഫ്യൂവൽ മിക്സർ നമ്മുടെ എഞ്ചിനകത്തേക്ക് എൻ്റർ ആക്കുക. പിന്നെ ഇവിടെ ഒരു ഐഡ്ലിംഗ് എയർ ഫ്യൂവൽ മിക്സറിൻ്റെ വാൾവ് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ നേരത്തെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എയറിനെ കൊണ്ടും അല്ലെങ്കിൽ ഇതിലൂടെ ബൈപ്പാസ് ചെയ്തപ്പെട്ട ഫ്യൂവൽ എന്ത് ചെയ്യുന്നു, ഒരു ഐഡിൽ നമ്മുടെ ഈ ഒരു ഫുള്ള് ക്ലോസ് ആകുന്ന സമയത്ത്, അതായത് നമ്മൾ ആക്സിലേറ്റർ ഫുള്ളായിട്ട് നമ്മൾ റിലീസ് ചെയ്ത സമയത്ത് എന്തായിരിക്കും, നമ്മുടെ എഞ്ചിനെ ഇങ്ങനെ സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ വെക്കാനുള്ള സിസ്റ്റമാണ് ഈ കാണുന്ന മെക്കാനിസം. നമ്മൾ സാധാരണ സ്ലോ റണ്ണിങ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അതാണ് ഇവിടെ ഈ ഒരു സ്ക്രൂ നമുക്ക് എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ ത്രോട്ടിൽ വാൾവ് അല്ലെങ്കിൽ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കാണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നിൽക്കണം എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു മെക്കാനിസത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു നോർമൽ സമയത്ത് നമ്മൾ വണ്ടി ഐഡിലാക്കും നിൽക്കുമ്പോൾ എന്തായിരിക്കും, വണ്ടി എഞ്ചിൻ ഓഫ് ആവാണ്ട് നമുക്ക് നിർത്തിയിടാൻ പറ്റും. സ്റ്റാർട്ടിങ് കണ്ടീഷനിൽ നമുക്ക് വെക്കാൻ പറ്റും. അതാണ് നമ്മുടെ കോമൺ ആയിട്ടൊരു സിമ്പിൾ കാർബറേറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളായിട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഫിഗർ പഠിച്ച് വെച്ചാൽ മതി ഈസി ആയിട്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തൊക്കെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ആനിമേഷൻ കണ്ടപ്പോൾ എല്ലാം ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലെ പോയിൻറ്റ്സും കൂടി ഒന്ന് വായിച്ച് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ എപ്പോഴും എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കുക, അതിലെ പാർട്സ് എല്ലാം ഇതുപോലെ ഇങ്ങനെ വിശദീകരിച്ച് വെക്കുക. ശേഷം അതിൻ്റെ വർക്കിംഗ് എഴുതുക. പിന്നെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് 4-5 പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് വായിച്ച് നോക്കിയാൽ നമുക്ക് കൃത്യമായിട്ടും ഒരു ഐഡിയ കിട്ടും. ഞാൻ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ തന്നെ അവിടെ കൊടുത്തുള്ളത്, നിങ്ങളത് വായിച്ച് നോക്കുക. ഓക്കെ, നമുക്കിനി അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് വരുന്നത് ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ IC എഞ്ചിനിലെ പെട്രോൾ സിസ്റ്റത്തിൽ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനിലെ ഫ്യൂൽ സപ്ലൈ സിസ്റ്റം നമ്മൾ പറഞ്ഞു. നമുക്ക് വരുന്ന നമ്മുടെ ഡീസലിലെ സിസ്റ്റമാണ്. നമുക്ക് ഡീസൽ സിസ്റ്റം പൊതുവെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലൊന്നും ചോദിച്ചതായിട്ട് കണ്ടിട്ടില്ല. ഇനി അഥവാ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ഫിഗർ നമ്മൾ പഠിച്ചല്ലോ, നമ്മൾ പെട്രോൾ എഞ്ചിൻ്റെ കേസിൽ നമ്മൾ ഒരു ഫിഗർ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു സിസ്റ്റം അല്ലേ, നമ്മൾ കാർബറേറ്റർ ഉണ്ടായിരിക്കും, എയർ ഫ്യൂൽ മിക്സറിനെ ഒരുമിച്ചാക്കുന്നു, എയർ ഫ്യൂൽ മിക്സർ ഉണ്ടാക്കുന്നു, അത് എഞ്ചിനിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി പെട്രോൾ എഞ്ചിനിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഡീസൽ എഞ്ചിനാകുമ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, ഡീസൽ എഞ്ചിനാകുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിച്ചു വെക്കാം. ഓക്കെ, ഇതിലിപ്പോൾ ഫ്യൂൽ ടാങ്ക്, എന്താണ് നമ്മുടെ ഫ്യൂൽ ടാങ്ക്, താഴെ നമ്മുടെ ഫ്യൂൽ ടാങ്ക് കാണിച്ചിട്ടുണ്ട്. ഫ്യൂൽ ടാങ്കിൽ നിന്ന് ഒരു ഫ്യൂൽ ഫീഡ് പമ്പ് ഉണ്ട്. ഇതാണ് നമ്മുടെ ഫ്യൂൽ ഫീഡ് പമ്പ് അതിൽ കാണിച്ചുള്ളത്. പിന്നെ ഫ്യൂൽ ഫീഡ് പമ്പ് നമ്മുടെ ഫിൽറ്റർ വഴിയായിരിക്കും. ഇവിടെ ഫ്യൂലിനെ ഫിൽറ്റർ ചെയ്യാനുള്ളൊരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ 1 എന്ന് പറഞ്ഞാൽ ടാങ്ക്, 2 ഫീഡ് പമ്പ്, 3 ഫിൽറ്ററാണ്. പിന്നെ ഫിൽറ്റർ നേരെ പോകുന്ന നമ്മുടെ ഇഞ്ചക്ഷൻ പമ്പിലേക്കാണ്. ഓക്കെ, ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ് പറഞ്ഞാൽ മൊത്തത്തിലുള്ള സിസ്റ്റമാണ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. ഇതിലേക്കാണ് പിന്നെ ഫ്യൂൽ ഫീഡ് ചെയ്യുന്നത്. ഫ്യൂൽ ഫിൽറ്ററിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കാം. ശേഷം ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പിൽ നിന്ന് പിന്നെ പോകുന്നത് നമ്മുടെ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിലേക്കാണ്. നമ്മുടെ ഡീസൽ എഞ്ചിനാകുമ്പോൾ സ്പാർക്ക് പ്ലഗിന് പകരം ഫ്യൂൽ ഇഞ്ചക്ടേഴ്സ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യും, ഫ്യൂൽ പാസ് ചെയ്യുകയും പിന്നെ എന്ത് ചെയ്യും, നേരെ സിലിണ്ടറിലേക്കാണ് കൊടുക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾ ഡീസൽ സിസ്റ്റത്തിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കാൻ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഡയഗ്രാം വരയ്ക്കാൻ പഠിച്ചു വെക്കുക. അപ്പോൾ അതിൽ ജസ്റ്റ് പോയിൻറ്റ്സ് മനസ്സിലാക്കിയ എളുപ്പമാണ്. നമുക്ക് അറിയാം ഫ്യൂൽ ടാങ്ക് ഉണ്ടായിരിക്കും,
ടാങ്കിൽ നിന്ന് ഫ്യൂവലിനെ ഫീഡ് ചെയ്യാനുള്ള ഫീഡ് പമ്പ് ഉണ്ടായിരിക്കും. പിന്നെ ഫിൽറ്റർ ഉണ്ട്. പിന്നെ അവിടെ അറിയാത്തൊരു കാര്യം നമുക്ക് ഇഞ്ചക്ഷൻ പമ്പാണ്. ഡീസൽ സിസ്റ്റം ആകുമ്പോൾ അവിടെ ഇഞ്ചക്ഷൻ പമ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ പ്രഷർ കൂട്ടാൻ, ഒരു ഡീസലിൻ്റെ അല്ലെങ്കിൽ ഫ്യൂവലിൻ്റെ പ്രഷർ കൂട്ടാനുള്ള പമ്പാണ് ഇഞ്ചക്ഷൻ പമ്പ്. പിന്നെ ആ പ്രഷർ കൂട്ടിയ കൂടുതലുള്ള ആ ഒരു ഡീസലായിരിക്കും നമ്മൾ ഇഞ്ചക്ടർ വഴി സിലിണ്ടറിനകത്തേക്ക് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ. പിന്നെ ഇതിൽ വരുന്നത് ഫിൽറ്ററിനെ കുറിച്ച് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഒരു പ്രൈമറി ഫിൽറ്ററിനെ കുറിച്ചും പറയുന്നുണ്ട്, അതിൻ്റെ വർക്കിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫിഗറാണത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഈസിയുള്ള സംഭവം തന്നെയാണ്, പക്ഷേ ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ സെക്കൻഡറി ഫിൽറ്ററും വരുന്നുണ്ട്. സാധാരണ ഒരു കോമൺ നമ്മൾ പെട്രോൾ എഞ്ചിനിലൊക്കെ പഠിച്ച പോലത്തെ ഫിൽറ്ററൊക്കെ തന്നെയാണ്. 2 ഫിൽറ്ററിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ വായിച്ച് നോക്കി മനസ്സിലാക്കി വെക്കുക. ഫിൽറ്റർ നമുക്കറിയാം കോമൺ ആയിട്ട് എന്താണ്, അതിനെ ശുദ്ധീകരിക്കാൻ അല്ലെങ്കിൽ ഡേർട്ട് പാർട്ടിക്കിൾസ് ഒക്കെ ഒഴിവാക്കാനുള്ള ഭാഗമാണ് ഫിൽറ്റർ. പിന്നെ വരുന്ന ഫ്യൂവൽ ഫീഡ് പമ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പെട്രോളിൽ നമ്മൾ AC മെക്കാനിക്കൽ പമ്പ് പഠിച്ചത് സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഫിഗറിൽ ചെറിയൊരു വ്യത്യാസം മാത്രം എന്തോ ഉണ്ട്, ബാക്കിയെല്ലാം വർക്കിംഗ് എല്ലാം സെയിമാണ്. നമുക്കറിയാം ആ പുഷ് റോഡ് താഴേക്കും മേലേക്കും പോകുമ്പോൾ ആയിരിക്കും എന്ത് ചെയ്യുക, ഇതിനകത്ത് വാക്യൂം ക്രിയേറ്റ് ആവുന്ന സമയത്ത് ഈ വാൾവ് ഓപ്പൺ ആയിട്ട് ഫ്യൂവൽ ഇതിനകത്തേക്ക് കയറുന്നു. പിന്നെ അടുത്ത സ്ട്രോക്കിൽ മേലേക്ക് പോകുമ്പോൾ അതിനെ മൊത്തം പുഷ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി നമുക്ക് ഫ്യൂവൽ ഫിൽറ്ററിനേക്ക് പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ ഒരു മെക്കാനിക്സ് റോക്ക് റാമും ഈ പുഷ് റോഡും ഈ ക്യാമുമാണ്. ക്യാം റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഭാഗം ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്യും. അപ്പ് ആൻഡ് ഡൗൺ മോഷനിൽ പോകുമ്പോൾ ആ മോഷൻ ഇവിടെ കിട്ടുകയും ഇതിനെ താഴേക്കും മേലേക്കും വലിക്കുകയും ഇതിനകത്തേക്ക് സാധാരണ നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഫ്യൂവൽ എൻ്റർ ആവുകയും അതുപോലെ തന്നെ നമുക്ക് ഫ്യൂവൽ ഫിൽറ്ററിലേക്ക് നമുക്ക് പാസ് ചെയ്യിക്കാൻ കഴിയും. നമ്മൾ നേരത്തെ ഓൾറെഡി AC മെക്കാനിക്കൽ പമ്പ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സെയിം സിസ്റ്റം തന്നെയാണ് ഇവിടെ നമ്മുടെ ഫ്യൂവൽ ഫീഡ് പമ്പിൽ വരുന്നത്. ഡീസൽ സിസ്റ്റത്തിൽ വരുന്ന ഫ്യൂവൽ ഫീഡ് പമ്പ് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഫിഗർ തന്നെ വരച്ച് പഠിച്ച് വെക്കുക. ഈസി ആയിട്ടുള്ള മെക്കാനിക്സ് ആണ്. ഓക്കെ. ഇതിൽ പോയിൻറ്റ്സ് വായിച്ച് നോക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന സിമ്പിളായിട്ടുള്ള പോയിൻറ്റ്സ് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ എയർ ഫിൽറ്റർ വരുന്നുണ്ട് അല്ലെങ്കിൽ എയർ ക്ലീനർ വരുന്നുണ്ട്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കുക. ഒരു ഹെവി ഡ്യൂട്ടി എയർ ക്ലീനറിനെ കുറിച്ച് പറയുന്നുണ്ട്, അതും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ വരുന്ന ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പുകളാണ്. അതും എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നമുക്ക് സാധാരണ ചോദിക്കാറില്ല. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതൊന്നും പോയിൻറ്റ്സ് വായിച്ച് നോക്കുക. എന്തെങ്കിലും ഫിഗറൊക്കെ വരയ്ക്കാൻ കുറച്ച് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിഗറാണ്, സാധാരണ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ചോദിക്കാറില്ല കുറച്ചായിട്ട്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വേണമെങ്കിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഞാനത് ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറയുന്നില്ല. ഫ്യൂവൽ ഫീഡ് പമ്പും പറയുന്നില്ല, ഈ ആണെന്ന ഫ്യൂവൽ ഇഞ്ചക്ടറും പറയുന്നില്ല. നമുക്കറിയാം ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്പാർക്ക് പ്ലഗിന് പറയുന്ന ഡീസൽ എഞ്ചിനിൽ ഉപയോഗിക്കുന്നതാണ്. ഫ്യൂവലിനെ കറക്റ്റ് അളവിൽ ഇഞ്ചെക്റ്റ് ചെയ്യുക സിലിണ്ടറിനകത്തേക്ക് അല്ലെങ്കിൽ എയറിനകത്തേക്ക്, ആ ഒരു കറക്റ്റ് അളവിൽ ഇഞ്ചെക്റ്റ് ചെയ്യാനുള്ള ഒരു സിസ്റ്റമാണ് ഫ്യൂവൽ ഇഞ്ചക്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ. ഇനി നമുക്ക് ഈ മൊഡ്യൂളിൽ ലാസ്റ്റ് വരുന്ന ഭാഗമാണ് ഇഗ്നിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇഗ്നിഷൻ സിസ്റ്റത്തിൽ നമുക്ക് പ്രധാനമായിട്ടും വരുന്നത് ബാറ്ററി ഇഗ്നിഷൻ വരുന്നുണ്ട്, മാഗ്നറ്റോ ഇഗ്നിഷൻ വരുന്നുണ്ട്, ഇലക്ട്രോണിക് ഇഗ്നിഷൻ വരുന്നുണ്ട്. അപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ രണ്ടെണ്ണമാണ് ഇമ്പോർട്ടൻറ്റ്. അതിൽ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റമാണ്. ഓക്കെ. നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ബാറ്ററി അല്ലെങ്കിൽ കോയിൽ ഇഗ്നിഷൻ സിസ്റ്റമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു ഫിഗർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷേ നമുക്കതിൻ്റെ വർക്കിംഗ് മനസ്സിലാക്കി വെച്ചാൽ പിന്നെ നമുക്ക് ഓരോ ഭാഗങ്ങളും സ്വന്തമായിട്ട് തന്നെ നമുക്കിങ്ങനെ വരച്ച് എടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു ആനിമേഷൻ കാണിച്ചു തരാം. നമുക്ക് ആനിമേഷൻ കണ്ടുകൊണ്ട് പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആവുമെന്നാണ് തോന്നുന്നത്. ഓക്കെ. ഇവിടെ കാണുന്ന ഈ ഒരു സിസ്റ്റമാണ് നമ്മൾ ബാറ്ററി കോയിലിൽ പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഒരു ബാറ്ററി ഉണ്ടായിരിക്കും, ഇഗ്നിഷൻ സ്വിച്ച് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന ബാറ്ററിയാണ്. പിന്നെ നമ്മൾ കീ കൊടുക്കുമ്പോൾ ഓണാക്കുന്ന ഒരു ഭാഗം ഇഗ്നിഷൻ സ്വിച്ചാണ്. അത് നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഓണാക്കുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, ബാറ്ററിയിൽ നിന്നും ഇഗ്നിഷൻ കോയിലിലേക്ക് പോകും. ഇഗ്നിഷൻ കോയിലിനകത്തൊരു പ്രൈമറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കും, സെക്കൻഡറി വൈൻഡിങ്ങും ഉണ്ടായിരിക്കും. പ്രൈമറി വൈൻഡിങ് ആണ് മഞ്ഞ കളറിൽ കാണുന്നുണ്ടായിരിക്കുക. നീല കളറിൽ കുറച്ചും കൂടി നമ്പർ ഓഫ് ടേൺസ് ഉള്ളിലുള്ള ആ വൈൻഡിങ് ആണ് അല്ലെങ്കിൽ ആ കോയിലാണ് സെക്കൻഡറി വൈൻഡിങ് ആയിട്ട് കാണുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ഇപ്പോൾ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നത് കാണുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്. നമ്മുടെ കോണ്ടാക്റ്റ് ബ്രേക്കർ പോയിൻറ്റ്സ് എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട്, അത് നമ്മൾ ക്യാം വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അത് നമുക്ക് അവിടെ ക്യാം ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ അവിടെ ബ്രേക്ക് ആവുക, ആ കറണ്ടിൻ്റെ ഫ്ലോ ബ്രേക്ക് ആവുന്നുണ്ട്. ബ്രേക്ക് ആവുന്ന സമയത്ത് മനസ്സിലാക്കുക കറണ്ട് ഫ്ലോ ചെയ്യുന്നത് താഴെയുള്ള കണ്ടൻസർ അല്ലെങ്കിൽ കപ്പാസിറ്ററിനകത്തേക്കാണ്. ഓക്കെ. ശരിക്കും മനസ്സിലാക്കുക, ഇത് കണ്ടൻസർ അല്ലെങ്കിൽ കപ്പാസിറ്ററാണ്, അതിനകത്തേക്കാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. എപ്പോഴാണ് അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, ഇവിടെയുള്ള
ആ ഒരു കോണ്ടാക്റ്റ് ബ്രേക്ക് ആവുന്ന സമയത്ത്, കോണ്ടാക്റ്റ് ബ്രേക്ക് ആവാനുള്ള കാരണം ക്യാം തിരിയുന്ന സമയത്ത് ആ ഒരു സ്വിച്ചാണ് അല്ലെങ്കിൽ ആ ഒരു മെക്കാനിസം അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, കോണ്ടാക്റ്റ് ബ്രേക്ക് ആവുകയും ആ ബ്രേക്ക് ആവുന്ന സമയത്ത് സർക്യൂട്ട് ഫെയിൽ ആകുമ്പോൾ പിന്നെ കറണ്ട് പാസ് ചെയ്യിക്കുന്നത് കണ്ടൻസറിലേക്കാണ്. താഴെ കണ്ടൻസർ കാണുന്നുണ്ടാവും, കണ്ടൻസർ ഇങ്ങനെ ചാർജ് ആവുന്നുണ്ടാവും ഇടയ്ക്ക് ബ്രേക്ക് ആവുന്ന സമയത്ത്. അപ്പോൾ കണ്ടൻസർ ചാർജ് ആകുമ്പോൾ കണ്ടൻസർ എന്ത് ചെയ്യും, കണ്ടൻസറിൽ ആ ഒരു കറണ്ട് തിരിച്ച് റിട്ടേൺ ഫ്ലോ ചെയ്യിക്കുന്നതായിട്ടും കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, കോണ്ടാക്റ്റ് ബ്രേക്ക് ആകുമ്പോൾ കണ്ടൻസർ ചാർജ് ആവുകയും അതേ ചാർജ് അല്ലെങ്കിൽ അതേ കറണ്ട് പിന്നെ ബാക്ക് EMF ആയിട്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ സംഭവിക്കുന്നത് വെച്ചാൽ എന്ത് ചെയ്യും, അവിടുത്തെ മാഗ്നറ്റിക് എഫക്റ്റ്, ഇപ്പോൾ പ്രൈമറി വൈൻഡിങ്ങിലെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ബ്രേക്ക് ആവുകയും സെക്കൻഡറി വൈൻഡിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു ലോ വോൾട്ടേജിൽ നിന്ന് 12 വോൾട്ടിൻ്റെ ബാറ്ററിയിൽ നിന്ന് അതൊരു 22,000 വോൾട്ടേജിലേക്ക് എന്ത് ചെയ്യും, അപ്ഗ്രേഡ് അല്ലെങ്കിൽ ആ ഒരു മാറ്റാനുള്ള ടെൻഡൻസിയും ആ ഒരു സിസ്റ്റത്തിന് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ബാറ്ററി കോയിലിംഗ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. ഇനി ആ ഹൈ വോൾട്ടേജ് കറണ്ടായിരിക്കും പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഫിഗറിൽ കാണുന്നത്, സ്ക്രീനിൽ കാണുന്നത് ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പോൾ അതിനകത്ത് ഒരു റോട്ടർ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ 4 സിലിണ്ടർ എഞ്ചിൻ ആകുമ്പോൾ അവിടെ 4 സ്പാർക്ക് പ്ലഗ് ഉണ്ടെങ്കിൽ 4 സ്പാർക്ക് പ്ലഗിലേക്ക് ഇതേപോലെ ഇങ്ങനെ ആ ഒരു കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ആയിരിക്കും എന്ത് ചെയ്യുക, അവിടെ ആ ഒരു കറണ്ട് ഓരോ സ്പാർക്ക് പ്ലഗിലേക്കും പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. റോട്ടർ റൊട്ടേറ്റ് അനുസരിച്ചാണ് ഓരോ സ്പാർക്ക് പ്ലഗിലേക്കും കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു ബാറ്ററി കോയിൽ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. നോക്കുക, ഇപ്പോൾ ഏത് സ്പാർക്ക് പ്ലഗിലേക്കാണ് പോകുന്നത് നോക്കുക. നമ്മുടെ 4 സ്പാർക്ക് പ്ലഗ് കാണിച്ചിട്ടുണ്ടായിരിക്കും. ഓരോന്നിലും കോണ്ടാക്റ്റ് വരുമ്പോൾ ഓരോ കറസ്പോണ്ടിങ് പ്ലഗിലേക്കാണ് കറണ്ട് വരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ബാറ്ററി കോയിൽ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാൻ ആനിമേഷൻ വെച്ച് കുറച്ച് സ്പീഡിൽ പറഞ്ഞു പോയിട്ടുണ്ട്. ജസ്റ്റ് നമുക്കിവിടെ നോക്കാം, ഞാൻ ഇത്തിരി സ്ലോയിൽ പറയാം. നമ്മൾ ഈ ഫിഗറിൽ കാണുന്ന ഭാഗങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, നമ്മൾ ആനിമേഷൻ കണ്ട പോലെ ബാറ്ററി ഉണ്ട്. പിന്നെ ബാറ്ററി നേരെ കറണ്ട് നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് കറണ്ട് പ്രൈമറി കോയിലിലേക്കാണ് പോവുക. അവിടുന്ന് പിന്നെ സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ബ്രേക്കർ കോണ്ടാക്റ്റുള്ള സമയത്ത് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യും. എന്നാൽ ബ്രേക്കറിലെ കോണ്ടാക്റ്റ് കട്ടാവുന്ന സമയത്ത് തിരിച്ച് നമ്മുടെ കപ്പാസിറ്ററിനകത്തേക്ക് അല്ലെങ്കിൽ കണ്ടൻസറിനകത്തേക്ക് കറണ്ട് പോകുമ്പോൾ കണ്ടൻസറിൽ ചാർജ് ആവും അല്ലെങ്കിൽ കപ്പാസിറ്റർ ചാർജ് ആവും. കപ്പാസിറ്റർ ചാർജ് ആകുമ്പോൾ എന്ത് ചെയ്യും, അതിൽ കറണ്ട് കൂടുമ്പോൾ അത് പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യും. അതായത് ബാക്ക് EMF ഉണ്ടാവും. കറണ്ട് തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാകുന്ന ആ മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ബ്രേക്ക് ആവുകയും അത് കാരണം നമ്മുടെ പ്രൈമറി വൈൻഡിങ് എന്ത് ചെയ്യും, ഒരു ഹൈ വോൾട്ടേജ് എന്ത് ചെയ്യും, സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുകയും സെക്കൻഡറി വൈൻഡിങ് എന്ത് ചെയ്യും, ആ ഹൈ വോൾട്ടേജിനെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് ഫ്ലോ ചെയ്യിക്കുകയും ചെയ്യും. ഇതാണ് നമ്മളൊരു കോമൺ ആയിട്ട് ബാറ്ററി കോയിലിൻ്റെ വർക്കിംഗ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കുക, നമ്മൾ ഫസ്റ്റ് നോക്കുക, വെൻ ദ ഇഗ്നിഷൻ സ്വിച്ച് ഈസ് ഓൺ. ഇവിടെ ഓരോ പോയിൻറ്റ്സ് പറയുന്നുണ്ട്. സ്വിച്ച് ഓൺ ആക്കുമ്പോൾ കറണ്ട് ഫ്ലോസ് ഫ്രം ദ ബാറ്ററി ടു ദ ഇഗ്നിഷൻ കോയിൽ. ഇഗ്നിഷൻ കോയിലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ നോക്കുക, പാത്ത് നോക്കുക, കറണ്ട് ബാറ്ററിയിൽ നിന്നും ഇഗ്നിഷൻ കോയിൽ വഴി പ്രൈമറി വൈൻഡിങ് വഴി ഇങ്ങനെ വരുന്നുണ്ട്. നേരെ പോകുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്കാണ്. അപ്പോൾ നോർമൽ ഇവിടെ കോണ്ടാക്റ്റുള്ള സമയത്ത് കറണ്ട് ഇങ്ങനെ എർത്തായിട്ട് പോകും. പിന്നെ കോണ്ടാക്റ്റ് ബ്രേക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് നമ്മുടെ കണ്ടൻസറിനകത്തേക്കാണ് വരിക. ഓക്കെ, കറണ്ട് ഫ്ലോസ് ത്രൂ ദ പ്രൈമറി വൈൻഡിങ് ഓഫ് ദ ഇഗ്നിഷൻ കോയിൽ where one end is connected to the contact breaker. പിന്നെ എ ക്യാം വിച്ച് ഈസ് connected directly to the camshaft opens and closes the contact breaker points according to the number of engine cylinders. Cam which is connected directly to the camshaft. ഇവിടെ ഒരു ക്യാംഷാഫ്റ്റിലായിരിക്കും നമ്മൾ ക്യാംഷാഫ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു റൊട്ടേഷൻ മോഷനാണ് നമ്മൾ ഇവിടുന്ന് ഇത് ബ്രേക്കർ പോയിൻറ്റ്സിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും. നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതാണ് നമ്മുടെ ക്യാംഷാഫ്റ്റിൽ നിന്ന് വരുന്ന ആ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം. പിന്നെ എ കണ്ടൻസർ അബ്സോർബ്സ് ദ ബാക്ക് EMF ഫ്രം ദ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് ബാക്ക് EMFനെ കണ്ടൻസർ അബ്സോർബ് ചെയ്യും. ദർബൈ ഇൻക്രീസിങ് ദ ലൈഫ് ഓഫ് കോണ്ടാക്ട് പോയിൻറ്റ്സ് ബൈ റെഡ്യൂസിങ് ബേണിംഗ് ഓഫ്. അത് ആ പോയിൻറ്റ്സ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ when the cam lobe pushes the contact breaker switch, the contact breaker points opens. ക്യാം എന്ത് ചെയ്യും, ആ ഒരു കോണ്ടാക്ട് ബ്രേക്കറിനെ ഓപ്പൺ ആവും ക്ലോസ് ആവുകയും ചെയ്യും. വിച്ച് കോസസ് ദ കറണ്ട് ഫ്രം പ്രൈമറി സർക്യൂട്ട് ബ്രേക്ക്. അതാണ് എന്ത് ചെയ്യുന്നത്, പ്രൈമറി സർക്യൂട്ടിൽ നിന്ന് ഈ കറണ്ടിനെ അവിടെ ബ്രേക്ക് ആക്കുന്നത്. ഡ്യൂ ടു ബ്രേക്ക് ഇൻ കറണ്ട്, അങ്ങനെ കറണ്ട് ബ്രേക്ക് ആവുന്ന സമയത്ത് ആൻ EMF ഈസ് ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ് ഹാവിങ് മോർ നമ്പർ ഓഫ് ടേൺസ് ദാൻ
ഹാവിങ് മോർ നമ്പർ ഓഫ് ടേൺസ് ദാൻ പ്രൈമറി വിച്ച് ഇൻക്രീസസ് ദ ബാറ്ററീസ് 12 വോൾട്ട് ടു 22,000 വോൾട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ആ ബാക്ക് ഇ എം എഫ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് എന്ത് ചെയ്യും, അവിടുന്ന് സെക്കൻഡറി വൈൻഡിങ്ങിൽ മോർ നമ്പർ ഓഫ് ടേൺസ് കോയിലുള്ള കാരണം എന്ത് ചെയ്യും, അവിടെ ആ 12 വോൾട്ടിനെ നമുക്ക് വലിയൊരു വോൾട്ടിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 22,000 റേഞ്ചിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആ 22,000 വോൾട്ട് ആയിരിക്കും പിന്നെ നമ്മുടെ സ്പാർക്ക് പ്ലഗിലേക്ക് ഡിസ്ട്രിബ്യൂട്ടർ വഴി പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ റോട്ടർ അങ്ങനെ തിരിയുന്നതനുസരിച്ചാണ് നമ്മൾ ഓരോ സ്പാർക്ക് പ്ലഗിലേക്കും ആ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ എളുപ്പമുള്ളൊരു സിസ്റ്റമാണ്. നിങ്ങൾക്ക് ഓൾറെഡി ആ ഒരു ആനിമേഷൻ കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ ഫിഗർ നേരത്തെ കാണിച്ച ഡയഗ്രാം പഠിച്ചു വെക്കുക. ആദ്യം കാണിച്ചിട്ടുള്ള അതിൽ കുറച്ചധികം പാർട്സ് ഡീറ്റെയിൽ ആയിട്ട് പാർട്സ് കൊടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ജസ്റ്റ് ബാറ്ററി കാണിക്കുക, അമ്മീറ്റർ കാണിക്കേണ്ട ആവശ്യമില്ല, ഇഗ്നിഷൻ സ്വിച്ച് കാണിക്കുക. ഞാൻ പറയുന്നത് മാത്രം നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിച്ചു വെക്കാം കേട്ടോ. ഇതിൽ വേണ്ടാത്ത കാര്യങ്ങൾ അമ്മീറ്റർ വേണ്ട, ഇഗ്നിഷൻ സ്വിച്ച് കാണിക്കുക, പിന്നെ ഈ റെസിസ്റ്റർ ഒന്നും കാണിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഡയറക്റ്റ് ലൈൻ വരച്ചാൽ മതി. പിന്നെ ബാക്കിയെല്ലാം ഉണ്ടായിക്കോട്ടെ, ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അമ്മീറ്ററും റെസിസ്റ്ററും നമ്മുടെ ജസ്റ്റ് കാണിക്കേണ്ട ആവശ്യമില്ല. അതിനൊന്നും പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ നിങ്ങളതൊന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ ബാറ്ററി കോയിൽ സിസ്റ്റം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അതിൻ്റെ വർക്കിങ്ങിൽ വരുന്ന ഓരോ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഓരോ പോയിൻറ്റ്സും കാണുന്നുണ്ടായിരിക്കും. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്നു, പിന്നെ ബ്രേക്ക് കറണ്ട് പാസ് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് കൊളാപ്സ് ചെയ്യുമ്പോൾ സെക്കൻഡറി വൈൻഡിങ്ങിൽ ഒരു ഹൈ വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോകുന്നു, ക്യാമറ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, ഓരോ സ്പാർക്ക് പ്ലഗിലേക്ക് ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളതിൻ്റെ പോയിൻറ്റ്സ് വായിച്ച് നോക്കുക. അതുപോലെ ആനിമേഷൻ വേണമെങ്കിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കുക. ഓക്കെ, നമ്മളിപ്പോൾ ഓൾറെഡി ബാറ്ററി ഇഗ്നിഷൻ പഠിച്ചു. ഇനി രണ്ടാമത്തെ ടൈപ്പാണ് മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റം. അപ്പോൾ ഇതിൽ വരുന്നത് വെച്ചാൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ബാറ്ററി നമ്മൾ യൂസ് ചെയ്യില്ല. തൊട്ട് മുന്നേ പഠിച്ച സിസ്റ്റത്തിൽ നമ്മൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇനീഷ്യൽ ഒരു കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ബാറ്ററി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ മാഗ്നറ്റോ സിസ്റ്റത്തിൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും അവിടെ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല. പകരം ഇവിടെ കാണുന്ന പോലെ നമ്മുടെ ഈ പ്രൈമറി കോയിലും അതുപോലെ സെക്കൻഡറി കോയിലും നമ്മളവിടെ ഒരു മാഗ്നറ്റോ സിസ്റ്റം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ മാഗ്നറ്റ് ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ആവും. ഓക്കെ, തൊട്ട് ഇവിടെ കാണുന്ന പോലെ ഇങ്ങനെ റൊട്ടേറ്റ് ആവും. ഓക്കെ, നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമ്മൾ ഇഗ്നിഷൻ ഇഗ്നിഷൻ സ്വിച്ച് ഓപ്പണായി കിടക്കുകയാണ്. ഇവിടെ ശ്രദ്ധിക്കാം, ഇവിടെ സ്വിച്ച് ഓപ്പണാണ്, അപ്പോൾ ഓഫായി കിടക്കുകയാണ്. പിന്നെ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് എന്ത് ചെയ്യണം, ഞാൻ ഓണാക്കി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഇതൊക്കെ ശരിക്കും പഴയ വണ്ടിയിലുണ്ടായിരുന്ന സിസ്റ്റമാണ് കേട്ടോ, പണ്ടുള്ള സ്കൂട്ടറിലൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമ്മൾ ഇഗ്നിഷൻ സ്വിച്ച് ഓണാക്കി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഈ നമ്മുടെ ഇവിടെയുള്ള മാഗ്നറ്റ് റൊട്ടേറ്റ് ചെയ്യും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ക്രാങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ മാഗ്നറ്റ് റൊട്ടേറ്റ് ആവും. അപ്പോൾ മാഗ്നറ്റ് റൊട്ടേറ്റ് ആകുമ്പോൾ നമുക്കറിയാം അവിടെ ആ ഒരു സോളിനോയിഡിൻ്റെ വർക്കിംഗ് നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കോറിൻ്റെ ചുറ്റും ഇപ്പോൾ കോയിലുണ്ടെങ്കിൽ ആ കോറിനെ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും, ആ ഒരു മാഗ്നറ്റ് പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു കോയിലിലേക്ക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ സിസ്റ്റം അവിടെ യൂസ് ചെയ്യുന്നത്, മാഗ്നറ്റിൻ്റെ സിസ്റ്റമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ മാഗ്നറ്റ് തിരിയുന്ന റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഇ എം എഫ് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഇ എം എഫ് എന്ത് ചെയ്യും, ഇവിടെ കാണുന്ന പോലെ പ്രൈമറി വൈൻഡിങ് വഴി എന്ത് ചെയ്യും, ആദ്യം ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ കോൺടാക്ട് ബ്രേക്കർ ക്ലോസ് ചെയ്ത് കിടക്കുമ്പോൾ എന്തായിരിക്കും, പ്രൈമറി വൈൻഡിങ് വഴി ഇങ്ങനെ ആയിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി എന്ത് ചെയ്യും, ആ കോൺടാക്ട് ബ്രേക്കർ ഓപ്പൺ ആവുന്ന സമയത്ത് ഇപ്പോൾ ഫിഗറിൽ കാണുന്ന പോലെ ഓപ്പൺ ആകുമ്പോൾ എന്തായിരിക്കും, അത് നേരെ നമ്മുടെ കപ്പാസിറ്ററിലേക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യും, കപ്പാസിറ്ററിൽ ചാർജ് ഫുള്ളായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കപ്പാസിറ്റർ തിരിച്ച് ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആദ്യം വന്നിരുന്ന ആ ഒരു കറണ്ട് ഡയറക്ഷൻ മാറുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് ചെയ്യും, ആ ഒരു പ്രൈമറി വൈൻഡിങ്ങിലെ ആ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ബ്രേക്ക് ആവുകയും അതുമൂലം എന്ത് ചെയ്യും, ഈ ലോ വോൾട്ടേജ് എന്ത് ചെയ്യും, ഒരു ഹൈ വോൾട്ടേജ് ആയിട്ട് സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ഇൻഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, പെട്ടെന്ന് നമ്മുടെ കപ്പാസിറ്ററിലെയും കണ്ടൻസർ നമ്മുടെ കറണ്ടിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റിൽ മാറ്റം വരികയും അതുമൂലം എന്ത് ചെയ്യും, പ്രൈമറി വൈൻഡിങ്ങിൽ സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ഹൈ വോൾട്ടേജിലുള്ള കറണ്ട് എന്ത് ചെയ്യും, ഇൻഡ്യൂസ് ചെയ്യുകയും ആ ഹൈ വോൾട്ടേജുള്ള കറണ്ടാണ് പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോകുന്നുണ്ടായിരിക്കുക. പിന്നെ വരുന്ന ബാക്കിയുള്ള വർക്കിംഗ് എല്ലാം എന്താണ്, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള സെയിം ആണ്. നമ്മൾ ആദ്യം ഇവിടെ യൂസ് ചെയ്തിരുന്ന ബാറ്ററി എന്ത് ചെയ്യുന്നില്ല, ഇവിടെ യൂസ് ചെയ്യുന്നില്ല, പകരം ഈ ഒരു കോറും അതുപോലെ തന്നെ ഈ ഒരു മാഗ്നറ്റിക് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മാഗ്നറ്റ് റൊട്ടേറ്റ് ആവുകയും ഇവിടെ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ കറണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത്.
അതുപോലെ ബ്രേക്കർ ക്ലോസ് ആകുമ്പോൾ കപ്പാസിറ്ററിലേക്ക് കറണ്ട് പോയിട്ട് കപ്പാസിറ്റർ ചാർജ് ആവുകയും കപ്പാസിറ്റർ ചാർജ് ഫുള്ളാവുന്ന സമയത്ത് അത് തിരിച്ച് ഡിസ്ചാർജ് ചെയ്യുകയും കറണ്ടിൻ്റെ ഡയറക്ഷൻ മാറുന്ന സമയത്ത് പ്രൈമറി വൈൻഡിങ്ങിന് ഉണ്ടാകുന്ന മാഗ്നറ്റിക് എഫക്റ്റ് ബ്രേക്ക് ആവുകയും അതുമൂലം എന്ത് ചെയ്യും, പ്രൈമറി വൈൻഡിങ്ങിൽ സെക്കൻഡറി വൈൻഡിങ്ങിലേക്ക് ഹൈ വോൾട്ടേജ്, നേരത്തെ പഠിച്ച പോലെ തന്നെ ഹൈ വോൾട്ടേജ് ഉണ്ടാക്കുകയും ആ ഹൈ വോൾട്ടേജാണ് പിന്നെ നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് പോയിട്ട് ഓരോ സ്പാർക്ക് പ്ലഗിലേക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു റോട്ടർ വഴി എന്ത് ചെയ്യുന്നത് ഓരോ സ്പാർക്ക് പ്ലഗിലേക്കും സ്പാർക്കിനെ അല്ലെങ്കിൽ വോൾട്ടേജിനെ ഫ്ലോ ചെയ്യിക്കും. ഇതാണ് നമ്മുടെ മാഗ്നറ്റോ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നുകിൽ ബാറ്ററി കോയിൽ എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ മാഗ്നറ്റോ സിസ്റ്റം ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ പഠിച്ചാൽ മതി. ഇത് കുറച്ച് പഠിക്കാൻ എളുപ്പമുള്ള ഫിഗറാണിത്. എന്ത് ചെയ്യുക, അത് പഠിച്ചു വെക്കാം. അല്ലെങ്കിൽ പിന്നെ വേണമെങ്കിൽ ആദ്യം കാണിച്ച ഈ ഫിഗർ, ഇത് കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വരച്ച് പഠിക്കാനായിട്ട്. നിങ്ങൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൽ വർക്കിംഗ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ നമുക്ക് 7 മാർക്കിന് ഈ ഒരു ക്വസ്റ്റ്യനും ചോദിക്കാം. അതായത് ബാറ്ററി സിസ്റ്റത്തിൻ്റെയും അല്ലെങ്കിൽ ബാറ്ററി ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെയും അതുപോലെ മാഗ്നറ്റോ ഇഗ്നിഷൻ സിസ്റ്റത്തിൻ്റെയും ആ ഒരു ഡിഫറൻസ് ചോദിക്കാറുണ്ട്. സാധാരണ 7 മാർക്കിന് ചോദിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ മാക്സിമം ഒരു 8 പോയിൻറ്റ്സ് എങ്കിലും എഴുതിയാൽ മതി. അതായത് ഒരു സൈഡിൽ 4 പോയിൻറ്റ്സും പഠിച്ചു വെക്കുക, മറ്റേ സൈഡിൽ 4 പോയിൻറ്റ്സും പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വർക്കിംഗ് എല്ലാം പഠിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങൾ ഈ ഓരോ പോയിൻറ്റ്സ് വായിച്ചാൽ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തുള്ളത്. ബാറ്ററിയിലാകുമ്പോൾ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, മാഗ്നറ്റോ സിസ്റ്റത്തിൽ ബാറ്ററി ഉപയോഗിക്കുന്നുണ്ടായിരിക്കില്ല. പിന്നെ അതിലുണ്ടാകുന്ന ഓരോ വർക്കിങ്ങിൽ പ്രിൻസിപ്പിൾ വരുന്ന ഓരോ പോയിൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് എന്ത് ചെയ്യുക, രണ്ടിലും ഒരു 4 പോയിൻറ്റ്സ് വീതം പഠിച്ചു വെക്കുക. മാക്സിമം ഒരു 8 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. അല്ലാണ്ട് നമ്മൾ ഇവിടെയും 7 പോയിൻറ്റ് ഇവിടെയും 7 പോയിൻറ്റ് ആവശ്യമില്ല. ഇവിടെ ഒരു 3 പോയിൻറ്റും ഇവിടെ 4 പോയിൻറ്റ് എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ 4 പോയിൻറ്റും ഇവിടെ 3 ആയാലും കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും ടോട്ടൽ ഇവിടെ 4 എഴുതിയാലും നമുക്ക് എന്ത് ചെയ്യും, മാക്സിമം 7 മാർക്കിനെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഫസ്റ്റ് മൊഡ്യൂളിലെ പ്രധാനപ്പെട്ട ടോപ്പിക്സ്, എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ ടോപ്പിക്സ് നമ്മൾ ഒരു പരിധി വരെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ എൻജിൻ കോമ്പണൻസ് പഠിച്ചു, കൂളിംഗ് സിസ്റ്റം എയർ കൂളിംഗ് പഠിച്ച്, വാട്ടർ കൂളിംഗ് പഠിച്ച്, ലൂബ്രിക്കേഷനിൽ സ്പ്ലാഷ് സിസ്റ്റം പഠിച്ചു, പ്രഷർ സിസ്റ്റം പഠിച്ചു, പെട്രോയിൽ പഠിച്ചു, ഫ്യൂൽ സിസ്റ്റത്തിൽ കാർബറേറ്ററിന് സിമ്പിൾ കാർബറേറ്റർ പഠിച്ചു, ഇഗ്നിഷനിൽ ബാറ്ററി ഇഗ്നിഷൻ പഠിച്ചു, ഇലക്ട്രോണിക് ഇഗ്നിഷൻ പഠിച്ചു, അതുപോലെ നമ്മൾ ഗവേണിംഗ് സിസ്റ്റം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗം ഏകദേശം ഒരു 2 മണിക്കൂറിൽ, ഞാൻ പറഞ്ഞ പോലെ 2 മണിക്കൂറിനെ കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കാം. നമ്മുടെ ഓരോ ക്വസ്റ്റ്യൻസും വായിച്ച് നോക്കാം. ഇവിടെ നോക്കാം, ഡാഷ് ഓഫ് ദ ഓട്ടോമൊബൈൽ സപ്പോർട്ട്സ് ഇറ്റ്സ് ബോഡി, എൻജിൻ ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം അല്ലേ. അത് ശരിക്കും നമ്മുടെ 3rd മൊഡ്യൂളിൽ വരേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. എൻ്റെ ആൻസർ വരിക ഡാഷ് ഓഫ് ദ ഓട്ടോമൊബൈൽ സപ്പോർട്ട്സ് ഇറ്റ്സ് ബോഡി, എൻജിൻ ആൻഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം. അതിൻ്റെ ആൻസർ ശരിക്കും സസ്പെൻഷനാണ് വരിക. ഓക്കെ, സസ്പെൻഷനാണ് നമ്മുടെ ഓട്ടോമൊബൈലിൻ്റെ ബോഡിയെയും എൻജിനെയും ട്രാൻസ്മിഷനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഭാഗം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റും, ഡാഷ് ലൂബ്രിക്കേഷൻ സിസ്റ്റം ഈസ് യൂസ്ഡ് ഫോർ 2 സ്ട്രോക്ക് സൈക്കിൾ എഞ്ചിൻ. എൻ്റെ ആൻസർ പെട്രോൾ, നമ്മൾ നേരത്തെ പഠിച്ചാണ്. പെട്രോൾ സിസ്റ്റമാണ് എന്ത് ചെയ്യുക, 2 സ്ട്രോക്കിൽ യൂസ് ചെയ്യുക. മോസ്റ്റ് കോമൺലി യൂസ്ഡ് എഞ്ചിൻ ഇൻ ഓട്ടോമൊബൈൽ, നമുക്കറിയാം IC എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. കോമൺലി യൂസ്ഡ് സ്റ്റോറേജ് ബാറ്ററി എന്ന് പറഞ്ഞാൽ ലെഡ് ആസിഡ് ബാറ്ററിയാണ്, നമ്മൾ ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ഇപ്പോൾ 4 നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻസാണ്. ഇനി 3 മാർക്കിൻ്റെ നോക്കാം. മെയിൻ പാർട്സ് ഓഫ് എൻ ഓട്ടോമൊബൈൽ എഞ്ചിൻ. ഓട്ടോമൊബൈൽ എഞ്ചിൻ്റെ മെയിൻ പാർട്സ് നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് തന്നെ പഠിച്ച കാര്യമാണ്. പിന്നെ നെയിം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓട്ടോമൊബൈൽ എഞ്ചിൻ ലൂബ്രിക്കേഷൻ. നമുക്കറിയാം പ്രഷർ ഫീഡ് ഉണ്ട്, പിന്നെ സ്പ്ലാഷ് ഉണ്ട്, പ്രഷർ ഫീഡ് ഉണ്ട്, പിന്നെ എന്തായിരുന്നു ആ സിസ്റ്റമൊക്കെ മൊത്തം 3 വരുന്നുണ്ട് അല്ലേ. ലൂബ്രിക്കേഷനിൽ പ്രഷർ ഫീഡ്, സ്പ്ലാഷ്, പെട്രോയിൽ. മൂന്നാമത്തെ നോക്കാം, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് കാർബറേറ്റർ. കാർബറേറ്ററിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഈസി ആയിട്ട് 3 പോയിൻറ്റ്സ് ഒക്കെ എഴുതാൻ പറ്റും, 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുള്ളത് IC എഞ്ചിൻ്റെ ബേസിക് കോമ്പണൻസ്. സെയിം, ഈ 2 ക്വസ്റ്റ്യനും രണ്ടും സെയിം തന്നെ. വൈ ഈസ് കൂളിംഗ് നെസസറി ഫോർ IC എഞ്ചിൻ. നമുക്കറിയാം IC എഞ്ചിനിൽ കൂളിംഗ് എന്താണ് നെസസറി ആയിട്ട് പറയുന്നത്. IC എഞ്ചിനിൽ എന്താണ്, ചിലപ്പോൾ ചൂടാവുന്ന സമയത്ത് എന്തെങ്കിലും അതിൻ്റെ പാർട്സുകളൊക്കെ എക്സ്പാൻഡ് ആയിട്ട് അതിന് നാശം സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ IC എഞ്ചിൻ നമ്മൾ കൂളിംഗ് സിസ്റ്റം കൊടുക്കുന്നത്. വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഗവേണിംഗ് ഓഫ് IC എഞ്ചിൻ. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഹിറ്റ് ആൻഡ് മിസ് ഉണ്ട്, ക്വാളിറ്റി ഗവേണിംഗ് ഉണ്ട്, ക്വാണ്ടിറ്റി ഗവേണിംഗ്. അപ്പോൾ നമുക്ക് നോക്കാം, 3 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റി, 1 മാർക്കിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ നമ്മൾ പറയാൻ പറ്റി. 7 മാർക്കിൻ്റെ നോക്കാം.
ഡിസ്ക്രൈബ് ബ്രീഫ്ലി ദ ഫംഗ്ഷൻ ആൻഡ് മാർക്ക് ദ പാർട്സ് ഓഫ് എ പിസ്റ്റൺ വരയ്ക്കുക. ഞാൻ പറഞ്ഞ പോലെ അതിൽ കംപ്രഷൻ റിങ് ഉണ്ട്, പിന്നെ ഓയിൽ റിങ് ഉണ്ട്. അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യുക. ഈ സെറ്റ് അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്തതിൻ്റെ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്ത് നമുക്ക് 7 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സ്പ്ലാഷ് ലൂബ്രിക്കേറ്റ് സിസ്റ്റം ആണ്. 7 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ AC മെക്കാനിക്കൽ പമ്പാണ്. സിമ്പിളായിട്ട് നമുക്ക് ഫിഗർ പഠിച്ച് നോക്കുക. അതിൻ്റെ വർക്കിംഗ് വളരെ ഈസിയാണ്. നാലാമത്തെ ബാറ്ററി കോയിൽ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ 4 ക്വസ്റ്റ്യനും നമുക്ക് അറിയുന്ന തന്നെയാണ്. എന്ത് ചെയ്യാം, നമുക്ക് എന്തായാലും 14 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും 2 ക്വസ്റ്റ്യൻ ചെയ്താൽ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ചോദിച്ചുള്ളത് ഫംഗ്ഷൻ ആൻഡ് മെറ്റീരിയൽസ് ഓഫ് കണക്റ്റിംഗ് റോഡ് വരയ്ക്കുക, അതിൻ്റെ ഫംഗ്ഷൻസ് എഴുതുക. ഓക്കെ. പിന്നെ 6ാമത്തെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ എയർ കൂളിംഗ് സിസ്റ്റം വിത്ത് നീഡ് സ്കെച്ച്. അതും 7 മാർക്ക് ചോദിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ 7 മാർക്കിന് ചോദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ചോദിച്ചിട്ടുണ്ടല്ലേ. 7 മാർക്കിന് വളരെ ഈസിയാണ്. അതിൻ്റെ ഫിഗർ പഠിച്ച് വെക്കുക, അതിൻ്റെ ഫംഗ്ഷൻസ്, അതിൻ്റെ വർക്കിംഗ് എഴുതുക. പിന്നെ കമ്പയർ ബാറ്ററി കോയിൽ ആൻഡ് മാഗ്നറ്റ് കോയിൽ. ഞാൻ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ്. ആ ഒരു ടേബിൾ പഠിച്ച് വെക്കുക, ഒരു 4 പോയിൻറ്റ് വീതം പഠിച്ച് വെക്കുക. എക്സ്പ്ലെയിൻ വിത്ത് നീഡ് സ്കെച്ച് വർക്കിംഗ് ഓഫ് എ സിമ്പിൾ കാർബറേറ്റർ. അത് നമ്മൾ പഠിച്ചാണ് ആനിമേഷനെ കണ്ടിട്ട് ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് നമ്മൾ പഠിച്ച എല്ലാ കാര്യം ഇതിൽ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു കോൺഫിഡൻ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും എഫക്റ്റീവായെന്ന് തോന്നും. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടാൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്ക് അടിക്കാനും അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. കാരണം നമ്മൾ ക്ലാസ്സുകൾ ചെയ്യുമ്പോൾ വീണ്ടും ക്ലാസ് ചെയ്യാനുള്ളൊരു ആഗ്രഹം തോന്നുന്നത് എന്താണ്, ഒരു സപ്പോർട്ട് ഉണ്ടാകുന്നത് മാത്രമാണ്. ഓക്കെ. അപ്പോൾ എഫക്റ്റീവായി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായി ശ്രമിക്കുക. മാക്സിമം എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ. ക്ലാസ് മൈൻഡപ്പ് ചെയ്യാണ്. ബാക്കിയുള്ള ക്ലാസ്സുകൾ നമുക്ക് വഴിയെ ചെയ്യാം. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.